അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ അസാധാരണ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിന് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ എലിസബത്ത് തോമസ് ന്യൂയോർക്കിൽ നിന്നും നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നു. തൻ്റെ ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങൾ, ഓർമ്മകൾ, ഒരുപക്ഷെങ്കിൽ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത വ്യത്യസ്തമായ ഒത്തിരി അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് കർത്താവിൻ്റെ ദാസി ഈ സാക്ഷ്യത്തിലൂടെ. പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായിരിക്കും എന്നുള്ള കാര്യത്തിന് രണ്ട് വശമില്ല. അതുകൊണ്ട് തന്നെ ഒരു കഥ കേൾക്കുന്ന ലാഘവത്തോടെ നമുക്ക് ഈ സാക്ഷ്യം കേൾക്കുവാൻ ഇടയായിത്തീരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ടവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം. അത് ഏവർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാവുന്നതാണ്. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം തിങ്കളാഴ്ച വൈകുന്നേരങ്ങളിൽ 9 മണിക്ക് നടക്കുന്ന പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസി പ്രിയ എലിസബത്ത് തോമസിന് തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അരോമ ടിവിയിലൂടെ സാക്ഷ്യം പറയുവാൻ സർവശക്തനായ ദൈവം എനിക്ക് ഭാഗ്യം തന്നു ഈ നിമിഷത്തിൽ. അതിനായി ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ ഇതിന് അവസരം തന്ന പാസ്റ്റർ ഡാനിയൽ ജോൺ അവർകൾക്കും ദൈവനാമത്തിൽ എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ അരോമ ടി വിയിൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, അരോമ ടി വിയുടെ ഫാമിലി മെമ്പേഴ്സിനും ദൈവനാമത്തിലെ എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എൻ്റെ പേര് എലിസബത്ത് ആണെന്നാണ്. ഞാൻ ന്യൂയോർക്കിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് ഈ ചാനലിൽ. കാരണം ദൈവത്തിൻ്റെ അളവറ്റ വലിപ്പം എന്തെന്ന് അതിനെ ഞാൻ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ദൈവം എന്നെ ഈ ഒരു അവസരത്തിൽ ഉപയോഗിക്കുന്നത്. എനിക്ക് ഹസ്ബൻഡും 2 മക്കളുമുണ്ട്. ഞങ്ങൾ ന്യൂയോർക്കിൽ തന്നെ സെറ്റിൽഡാണ്. 30 വർഷത്തോളമായി ഞങ്ങൾ ഇവിടെ തന്നെയാകുന്നു. ഹസ്ബൻഡ് ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. മക്കള് 2 പേര്, ഹെപ്സിബ, ബിയുള 2 പേരും. മൂത്ത മകൾ ജോലിയും പഠിത്തവുമായി അങ്ങനെ പോകുന്നു. ഓപ്റ്റോമെട്രിക് ടെക്നീഷ്യനായിട്ട് അവൾ വർക്ക് ചെയ്യുന്നു, അതുപോലെ പഠിക്കുകയും ചെയ്യുന്നു. ഇളയ മോള് അവൾ ജോലിയും ചെയ്യുന്നു, അതോടൊപ്പം തന്നെ PA ഫിസിഷ്യൻ അസിസ്റ്റന്റിന് വേണ്ടി അതിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ന്യൂയോർക്കിൽ തന്നെ ലഭിക്കാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ 4 പേരും ദൈവനാമത്തിൽ ഈ ന്യൂയോർക്കിൽ 30 വർഷമായി ജീവിക്കുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് എത്രത്തോളം ദൈവം ഞങ്ങളെ ഉപയോഗിക്കുമോ അതിനായി ഞങ്ങൾ ഇവിടെ ജീവിച്ചു വരുന്നു, ദൈവപാദപീഠത്തിൽ ആശ്രയിച്ചുകൊണ്ട്. എൻ്റെ ഫാദറും മദറും 2 സഹോദരങ്ങളും ആണ് എൻ്റെ കുടുംബം, എൻ്റെ ഫാമിലി എന്ന് പറയുന്നത്. ഞങ്ങൾ കൊല്ലത്ത്, കേരളത്തിൽ കൊല്ലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ ജനിച്ചു വളർന്നതും. എൻ്റെ സ്ഥലം കൊല്ലമാകുന്നു. അവിടെ എൻ്റെ മൂത്ത സഹോദരൻ ഇപ്പോൾ ഇവിടെ ന്യൂയോർക്കിൽ തന്നെ ഫാമിലി ആയിട്ട് ജീവിക്കുന്നു. അതുപോലെ രണ്ടാമത്തത് ഞാനാണ്. കുടുംബമായി ന്യൂയോർക്കിൽ ഇവിടെയാണ്. ഇളയ സഹോദരൻ ഇവിടെ അടുത്ത് തന്നെയാണ്, ഫാമിലി ആയിട്ട് ജീവിക്കുന്നു. അങ്ങനെ ഞങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ഇത്രത്തോളം ദൈവം ഞങ്ങളെ സഹായിച്ചു. ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് നീങ്ങുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിച്ചു. അതുപോലെ ഞങ്ങൾ ഒരു കത്തോലിക്ക കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് യാതൊന്നും അറിയത്തില്ല. ഞങ്ങളുടെ ഫാമിലിയിൽ മാതാപിതാക്കൾ എങ്ങനെയാണോ ഞങ്ങളെ വളർത്തിയത് ആ രീതിയിലാണ് മുന്നോട്ട് ഓരോ ദിവസവും നീങ്ങിക്കൊണ്ടിരുന്നത്. എന്നാൽ എൻ്റെ 7 വയസ്സോളമാണെന്ന് എനിക്ക് ഓർമ്മയിലുണ്ട്. ആ 7 വയസ്സിൽ ഞാൻ അമ്മയുടെ അമ്മയും ഉണ്ടായിരുന്നു. ഒരുമിച്ച് ഞങ്ങള് കത്തോലിക്ക പള്ളിയിൽ, റോമൻ കാത്തലിക്കാണ്, ചർച്ചിൽ ഞങ്ങൾ പോയി. അവിടെ ഒരുപാട് വിഗ്രഹങ്ങളും സെയിൻസിൻ്റെയും പുണ്യവാളന്മാരുടെയും ഒക്കെ വിഗ്രഹങ്ങൾ ഒരുപാട് പള്ളിയിലുണ്ട്. അറിയാമല്ലോ കാത്തലിക്സ് ചർച്ചിൽ എത്രത്തോളം ആയിരിക്കുമെന്നും. അങ്ങനെ ഞാൻ പോയിരുന്നപ്പോൾ അന്നത്തെ സമയത്ത് എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ അടുത്ത് എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന കുട്ടികളുടെ ഡ്രസ്സ്, നല്ല ഉടുപ്പ് ഒക്കെ പിള്ളേരൊക്കെ ഇട്ടുകൊണ്ട് വരുമ്പോൾ ഞാൻ അതിൽ നോക്കി ഞാൻ ആഗ്രഹിച്ച് കൊതിച്ചിരുന്നിട്ടുണ്ട്.
ഓ ദൈവമേ! അതേപോലെ ഉടുപ്പ് എനിക്കൊന്ന് ലഭിച്ചിരുന്നെങ്കില്, അതുപോലെ ഉടുപ്പ് എനിക്ക് കിട്ടിയിരുന്നെങ്കില്, അതാണ് എൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ ഓർമ്മയിൽ ഉള്ള ഏറ്റവും ആദ്യത്തെ ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത്. അനുഭവം. അങ്ങനെ ഇരിക്കവേ ഞാൻ പള്ളിയിൽ നിന്നും ഇറങ്ങി അമ്മയോടൊപ്പം ഞാൻ വീട്ടിലേക്ക് പോരുന്ന സമയത്തൊക്കെ ഈ പള്ളിയിലിരിക്കുന്ന ഏത് ദൈവത്തോട് ചോദിച്ചാലാണ് എനിക്ക് നല്ല ഉടുപ്പ് കിട്ടുന്നത്. ഒരുപാട് ദൈവങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. അതിൽ ഏത് ദൈവത്തോട് ചോദിച്ചാലാണ് എനിക്ക് നല്ല ഉടുപ്പ് ലഭിക്കുന്നത് എന്ന് എൻ്റെ മനസ്സിലൊരു വല്ലാത്ത ഒരു ചിന്ത ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഏത് സമയത്തും. അങ്ങനെ ഒരു ദിവസം ഞാൻ ദൈവത്തോട് പള്ളിയിൽ ചെന്ന് എല്ലാ ദൈവങ്ങളുടെ മുമ്പിൽ പോയി മെഴുകുതിരിയും ഒക്കെ എല്ലാവരും കത്തിക്കുന്ന സമയത്ത് ഞാൻ കൂടെ പോയി ഇങ്ങനെ അടുത്ത് നിന്നിട്ട് ഞാൻ ചോദിക്കും, ഇതിൽ ഏത് ദൈവത്തോട് ചോദിച്ചാലും പെട്ടെന്ന് എനിക്ക് നല്ല ഉടുപ്പ് തരുന്നത് ഏത് ദൈവമായിരിക്കും എന്ന് ഞാൻ ആഗ്രഹിച്ച് ഞാനിങ്ങനെ ചോദിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കവേ കുറെ നാളുകൾ അങ്ങനെ നീണ്ടുപോയി. ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാനും അമ്മയും അമ്മയുടെ അമ്മയും സഹോദരങ്ങളുമായിട്ട് പള്ളിയിൽ നിന്നും പോയിട്ട് ഞങ്ങൾ തിരിച്ച് രാവിലെ ഒരു 7 മണി സമയത്താണ് ഞങ്ങൾക്ക് പള്ളിയിൽ മാസ് തുടങ്ങുന്നത്. 8 മണിക്ക് അത് കഴിയും. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ട് തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ച്, കാരണം അതിൻ്റെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ പാല് വാങ്ങിക്കുന്നത് രാവിലെ. അവർക്ക് പശുവൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ പാല് വാങ്ങിക്കാൻ പോകുന്നത്. അപ്പൊ ഇവര് 10 മണിയായപ്പോ, അവര് CSIക്കാരാണ്, അവര് 10 മണിയായപ്പോ അവര് അമ്മയും സഹോദരിമാരും അവരെല്ലാരും കൂടെ കയ്യില് ബുക്ക് ഒക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ സ്കൂളിലേക്ക് പള്ളിയിലേക്ക് പോകുന്നു. ഞങ്ങൾ പള്ളി കഴിഞ്ഞ് തിരിച്ചു വരുന്നു. അവർക്ക് 10 മണിക്ക്, ഞങ്ങൾക്ക് 8 മണിക്ക് കഴിഞ്ഞു. പിന്നെ അമ്മ എല്ലാരോടും ഒക്കെ സംസാരിച്ച് കഴിഞ്ഞ് തിരിച്ചൊരു 8:30 ആയപ്പോ ഞങ്ങൾ തിരിച്ചു വരുമ്പം ഇവരങ്ങോട്ട് വരുന്നു. അപ്പോഴും ഞാൻ പിറ്റേ ദിവസം സ്കൂളിൽ സൺഡേ കഴിഞ്ഞു. ഓ അടുത്ത ദിവസമായപ്പോൾ ഞാൻ സ്കൂളിൽ പോകുന്ന നേരത്ത് ഞാൻ എൻ്റെ കൂട്ടുകാരിയോട് ചോദിച്ചു, ഞങ്ങൾ പള്ളിയിൽ പോകുമ്പം കയ്യിൽ ഒന്നും കൊണ്ടുപോകത്തില്ലല്ലോ, നിങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ എന്താ കയ്യിൽ ബുക്കൊക്കെ പിടിച്ചോണ്ട് പോകുന്നതെന്ന്. ഓ അത് ബൈബിളാണെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ചോദിച്ചു, ബൈബിളോ? അതെന്ത് ചെയ്യും? അത് അന്ന് ഞങ്ങൾക്ക് ബൈബിളൊന്നുമില്ല വീട്ടിൽ. അച്ഛൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അച്ഛൻ ഇങ്ങനെ തുറന്ന് വായിക്കുന്നത് മാത്രമേ നമുക്ക് അറിയുള്ളൂ. അപ്പൊ പറഞ്ഞു അത് ബൈബിളാണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കൊന്ന് വായിക്കാൻ തരുമോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അത് എനിക്ക് അറിയത്തില്ല, നീ ചേച്ചിയോട് വന്ന് നാളെ ചോദിക്ക്, ചേച്ചിയോട് ചോദിച്ചാൽ തരുമായിരിക്കും. അപ്പൊ ഞാൻ അടുത്ത ദിവസം രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് അവരുടെ വീട്ടിൽ പോയിട്ട് ചോദിച്ചു, ചേച്ചി എനിക്ക് നിങ്ങൾ പള്ളിയിൽ കൊണ്ടുപോകുന്ന ആ ബുക്ക് ഒന്ന് വായിക്കാൻ തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ്, തരാം, സ്കൂൾ കഴിഞ്ഞ് വൈകിട്ട് വരുമ്പം വാ, അന്നേരം ഞാൻ ആ ബുക്ക് തരാം. അത് കൊണ്ടുപോയി വായിച്ചിട്ട് എനിക്ക് രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ആ ബുക്ക് എന്നെ തിരിച്ചേൽപ്പിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാനത് സമ്മതിച്ചു. എനിക്ക് തന്നു. ഞാൻ വേഗം അത് വീട്ടിൽ കൊണ്ടുവന്നു. ആകാംക്ഷയോട് കൂടി ഇത് എന്തായിരിക്കും, ഇവര് ബൈബിൾ എന്ന് പറയുന്നതും പള്ളിയിൽ കൊണ്ടുപോകുന്നത് എന്താണെന്ന് ഓർത്ത് ആകാംക്ഷയോടുകൂടി ഞാൻ ആ ബുക്ക് വായിച്ച് ഓപ്പൺ ചെയ്തപ്പോൾ അതിനകത്ത് കണ്ടത് അപ്പോസ്തല പ്രവർത്തികൾ 4-ാം അധ്യായം 10, 11, 12 വാക്യങ്ങൾ. ആ വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പത്രോസ് എഴുന്നേറ്റ് നിന്നു അവരോട് പറഞ്ഞത്, മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവനും ഹല്ലേലൂയ നിങ്ങൾ ക്രൂശിച്ചവനുമായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഞാൻ ഈ അത്ഭുതങ്ങൾ ചെയ്യുന്നു. അതുപോലെ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ രക്ഷിക്കപ്പെടുവാൻ മറ്റൊരു നാമവുമില്ല എന്നുള്ള ആ ഒരു വചനം ആണ് ഓപ്പൺ ചെയ്തപ്പം എൻ്റെ മുമ്പിൽ വന്നത്. പക്ഷെ വന്ന ഉടനെ തന്നെ എൻ്റെ ഹൃദയത്തിൽ ഒരു 10-20 പ്രാവശ്യം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ രക്ഷിക്കപ്പെടുവാൻ മറ്റൊരു നാമവുമില്ല, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല, ഇത് തന്നെ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ആ കുഞ്ഞു പ്രായത്തിൽ വന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഞാൻ പ്രാർത്ഥിച്ചു. ആ പള്ളിയിൽ പോയിട്ട് അടുത്ത സൺഡേയിൽ ഞങ്ങൾ പള്ളിയിൽ പോയപ്പം കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശിൽ തറച്ച വലിയ രൂപം നടുക്ക്, അതിന്റെ 2 സൈഡുകളിലുമായിട്ടാണ് മറ്റു മാതാവിന്റെ, സെയിൻസിന്റെ ഒക്കെ ഒരുപാട് സ്റ്റാച്യൂസ് ഒക്കെ സൈഡുകളിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോഴും ഞാൻ പള്ളിയിൽ പോയിട്ട് നടുക്ക് പോയിരുന്നോണ്ട് ആ മിഡിൽ സൈഡിൽ ഇരുന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ ക്രൂശിൽ തിറച്ച ആ പടത്തിൽ നോക്കി, ആ രൂപത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു, കർത്താവേ എനിക്ക് നല്ല ഉടുപ്പ് തരണേ, എനിക്ക് നല്ല ഉടുപ്പ് തരണേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉടുപ്പ്, എൻ്റെ ഉടുപ്പൊന്നും കൊള്ളത്തില്ല, എനിക്ക് നല്ലത് തരണേ എന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോഴും ഞാൻ അതിനുശേഷം സ്കൂളിൽ എന്ത് ചോദിച്ചാൽ, എനിക്ക് ഉടുപ്പൊന്നും കിട്ടിയില്ല അന്നേരം,
എങ്കിലും ഞാൻ ആ കർത്താവിനോട് മാത്രമേ ചോദിക്കുകയുള്ളൂ. അങ്ങനെ ഞാൻ ഈ കാത്തലിക് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. കൊല്ലത്ത് വിമല ഹൃദയ ഗേൾസ് ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത് 10 വരെ. ആ സ്കൂളില് മഠമുണ്ട്. സ്കൂള് സിസ്റ്റേഴ്സിന്റെ സ്കൂളാണ്. അപ്പൊ അതിന്റെ തൊട്ട് മുൻപിലായിട്ട് മഠമുണ്ട് ഓപ്പോസിറ്റ്. അപ്പൊ രാവിലെ മഠത്തിൽ പോയി ഞാൻ സ്കൂളിൽ പോകുമ്പം മഠത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും. യേശുവിന്റെ രൂപത്തിൽ നോക്കിയിട്ട് ഞാൻ പ്രാർത്ഥിക്കും, കർത്താവെ എനിക്ക് പഠിക്കാൻ നല്ല ബുദ്ധി തരണം, എനിക്ക് നല്ല ഉടുപ്പ് തരണം. ഇതൊക്കെ അവിടെ മഠത്തിൽ പ്രാർത്ഥിച്ചിട്ട് 9:30 ആവുമ്പം ഞാൻ സ്കൂളിലേക്ക്, റോഡിന്റെ ഓപ്പോസിറ്റാണ് സ്കൂള്, അവിടെ വന്ന് പഠിക്കും. അങ്ങനെ നാളുകൾ കുറേ ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ ഇരിക്കവേ 8ാം ക്ലാസ്സിൽ, അതെ 7ാം ക്ലാസ്സിന്റെ പകുതിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു, സ്കൂളിൽ ഹെഡ് മിസ്ട്രസ് അനൗൺസ് ചെയ്തു, കാത്തലിക് സ്റ്റുഡൻസ് എല്ലാവരും ഓഡിറ്റോറിയത്തിൽ വരണമെന്ന് പറഞ്ഞ് ഹെഡ് മിസ്ട്രസ് അനൗൺസ് ചെയ്തു. അങ്ങനെ ചെയ്ത ഉടനെ ഞങ്ങളെല്ലാവരും, ഞങ്ങളുടെ ക്ലാസ്സിലൊക്കെ ഒരു 7-8 പേരേ ഉള്ളൂ ക്രിസ്ത്യൻ സ്റ്റുഡൻസ് ആയിട്ട്, ബാക്കിയുള്ളവരെല്ലാം ഹിന്ദുക്കളും ഒക്കെയാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ക്ലാസ്സിലെ എല്ലാ ക്രിസ്ത്യൻ സ്റ്റുഡൻസ്, സ്കൂളിലുള്ളവരെല്ലാവരും ഞങ്ങൾ മേളിൽ ചെന്നപ്പോൾ ഒരു 150 പിള്ളേർ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ആ സ്കൂളിലെ എല്ലാ കാത്തലിക് സ്റ്റുഡൻസും കൂടെ ചേർന്നു, ഞങ്ങൾ സൺഡേ കാറ്റഗിസം ക്ലാസ്സിലൊക്കെ ഇരിക്കുന്നവരെല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ കുറച്ച് പേര്, രണ്ട് ബ്രദേഴ്സ് അവിടെ ഓഡിറ്റോറിയത്തിൽ ഒരു 2 ബേസ്ബോർഡ് ബോക്സ് നിറച്ചും ബൈബിള് കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് നല്ലൊരു ഗിഫ്റ്റ് തരാനാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്, നിങ്ങൾക്കെല്ലാം കർത്താവായ യേശുവിനെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. എല്ലാവരും പറഞ്ഞു ആ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ന്യൂ ടെസ്റ്റ്മെന്റ് ബൈബിൾ എല്ലാവർക്കും ഓരോന്ന് തന്നു. അപ്പൊ എന്റെ അടുത്തിരുന്ന പിള്ളേരൊക്കെ പറഞ്ഞു, ഓ ഇത് തരാനാണോ നമ്മളെ ഈ ക്ലാസ്സിൽ നിന്ന് വിളിച്ചു വരുത്തി ഇവിടെ കൊണ്ടുവന്നതാ, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ ബൈബിളിന്റെ വില എന്താണെന്ന് എനിക്കറിയാം, ഞാൻ പോയി കടം വാങ്ങിച്ച് വായിച്ചവളാണ്. അപ്പൊ ഉടനെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ബൈബിൾ എനിക്ക് താന്ന് പറഞ്ഞു. അങ്ങനെ 8 പേര് എനിക്ക് ബൈബിള് തന്നു. ഞാൻ ആ 8 ബൈബിളും ഞാൻ വാങ്ങിച്ച് എൻ്റെ ബുക്കിന്റെ കൂടെ അടുക്കി പിടിച്ച് ഞാൻ വൈകുന്നേരമായപ്പം എനിക്ക് ഒരു കൊള്ള പങ്ക് കിട്ടിയ ഒരു സന്തോഷമായിരുന്നു. ഓ ഞാൻ വായിക്കാൻ ചോദിച്ചത് ദൈവം എനിക്ക് ഈ 8 ബൈബിൾ എനിക്ക് തന്നല്ലോ എന്നോർത്ത് ഞാൻ ആ ബൈബിൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് എൻ്റെ പപ്പാടെ ആ ഒരു 2 സിസ്റ്റേഴ്സിന് ഞാൻ കൊടുത്തു, എൻ്റെ കസിൻസിന് ഓരോന്ന് കൊടുത്തു, അടുത്ത വീട്ടിലെ ഓരോരുത്തർക്ക് വായിക്കാൻ കൊടുത്തു. അങ്ങനെ എനിക്ക് 3 ഞാൻ വെച്ചു. അത് ഞാൻ ആർക്കും കൊടുക്കത്തില്ല, എൻ്റെ ഫാദർ വരുമ്പം, അമേരിക്കയിൽ നിന്ന് വരുമ്പം കൊടുക്കണം അതോർത്ത് ഞാൻ അത് ഫാദറിന് ഒരെണ്ണം വെച്ചിരുന്നു. അങ്ങനെ ഞാൻ 2-3 ബൈബിൾ വീട്ടിൽ ഞാൻ കീപ്പ് ചെയ്ത് വെച്ചിരുന്നു. അങ്ങനെ ഈ ബൈബിൾ ഒരെണ്ണം എടുത്ത് ഞാൻ എപ്പോഴും കിടന്നാലും എൻ്റെ തലേണയുടെ അടുത്ത് വയ്ക്കും, എഴുന്നേൽക്കുമ്പോൾ ഞാൻ എടുത്ത് എൻ്റെ ബുക്കിന്റെ കൂടെ വെച്ച് ഒരു ബൈബിൾ ഞാൻ ഇന്ന് സ്കൂളിൽ കൊണ്ടുപോകും. എത്ര ബുക്കുകളെല്ലാം അടുക്കി പിടിച്ച് സ്കൂളിൽ കൊണ്ടുപോയാലും ഒരു ബൈബിൾ ഞാൻ ബുക്കുകളുടെ ഇടയ്ക്ക് വെച്ച് സ്കൂളിൽ കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ കൊണ്ടുപോയിട്ട് ഞാൻ ഈ ബൈബിൾ തന്നെ ഇരുന്ന് ഓരോ പേജായിട്ട് വായിക്കാൻ തുടങ്ങി. ഒന്നും എനിക്ക് മനസ്സിലാകത്തില്ല, പക്ഷെ ഞാൻ എല്ലാ ദിവസവും ഓരോ പേജ് വായിക്കുമ്പോൾ അതിനകത്ത് ചില കാര്യങ്ങൾ, ഈ മത്തായിയുടെ സുവിശേഷത്തിനകത്ത് 5ഉം 6ഉം 7ഉം അധ്യായങ്ങളിൽ ചിലതൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, നിങ്ങൾ ഒരു ഉടുപ്പില്ലാത്തവന് ഒന്ന് കൊടുക്കണം, അതുപോലെ ദാഹിച്ചു വരുന്നവർക്ക് വെള്ളം കൊടുക്കണം, വിശന്ന് വരുന്നവന് ആഹാരം കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം ഞാനത് വായിച്ചിട്ട് ഞാനെടുത്ത് ഇതെല്ലാം ഞാൻ ചെയ്യുമ്പോൾ, നിങ്ങൾ എളിയവരിൽ ഒരാൾക്ക് എന്തെങ്കിലും നിങ്ങൾ കൊടുത്താൽ, ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അത് എനിക്കാണ് തന്നത് എന്ന് കർത്താവ് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് യേശു പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ എളിയവരായിരിക്കുന്ന ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളമോ വിശന്നു വരുന്നവന് ഒരു നേരത്തെ ആഹാരമോ കൊടുത്താൽ അത് എനിക്കാണ് തന്നത് എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ റോഡിൽ നോക്കി നിൽക്കും, ഭിക്ഷയാചിച്ച് ആരെങ്കിലും വരുന്നോ എനിക്കൊരു ഉടുപ്പ് കൊടുക്കാനും എൻ്റെ ആഹാരം എന്തെങ്കിലും കൊടുക്കണം. അങ്ങനെ ഞാൻ നോക്കി നിൽക്കുമ്പോൾ ഞങ്ങൾ താമസിച്ച സ്ഥലത്തിലെല്ലാം അടുത്തുള്ളവരെല്ലാം ഹിന്ദുക്കളാണ്. അപ്പൊ അവര് പറയും, ഉച്ച കഴിഞ്ഞാൽ ഭിക്ഷ യാചിച്ച് ആര് വന്നാലും ആർക്കും ഒന്നും കൊടുക്കരുത്, അത് അത് അവർക്കൊരു എന്തോ ഒരു അന്ധവിശ്വാസത്തിന്റെ ഒരു ഇതാണ്. ഈവനിങ്ങിൽ വന്ന് ആഹാരം വല്ലതും ചോദിച്ചു കൊടുത്താൽ അത് ദാരിദ്ര്യം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അങ്ങനെ കൊടുക്കരുത് എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ അതല്ല, വീട്ടിൽ ചെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ അവർക്ക് കൊടുക്കണം, ഭിക്ഷ യാചിച്ച് വന്നിരിക്കുന്നവർക്ക് എന്തെങ്കിലും കൊടുക്കണം. അപ്പൊ അമ്മ പറഞ്ഞു, അത് നമുക്ക് രാത്രിക്കുള്ള ആഹാരം മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞൊരു കാര്യം, എൻ്റെ ചോറങ്ങ് കൊടുക്കുക, എനിക്കൊന്നും വേണ്ട,
രാത്രിയിൽ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ആഹാരം എടുത്തു കൊടുക്കാൻ പറയും. അങ്ങനെ കൊടുക്കുമല്ല, അടുത്തുള്ളവരൊക്കെ കണ്ടാൽ വഴക്ക് പറയും. ഭിക്ഷ യാചിച്ച് വരുന്നവർക്ക് രാത്രിയിൽ സന്ധ്യയ്ക്കൊന്നും ആഹാരം കൊടുക്കരുത്. ഞാൻ പറഞ്ഞ അല്ല, ബൈബിളിൽ ഈ ബൈബിളിൽ യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എളിയവരിൽ ഇവരാരാന്നറിയാമോ? ഇവർ യേശുവാണ്. യേശു ഇങ്ങനെ വേറെ ഭിക്ഷക്കാരുടെ രൂപത്തിൽ വരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ്, എൻ്റെ വിശ്വാസം ഈ ഭിക്ഷക്കാർ വരുന്നവരെല്ലാവരും യേശു ആ രൂപമെടുത്ത് നമ്മളുടെ ഇടയിൽ വരുന്നു എന്നാണ് ഞാൻ ബൈബിൾ വായിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലായത്. അപ്പം ഞാൻ ഓർക്കും, ഓ അവരാണല്ലോ. അപ്പം ആഹാരം കൊടുത്ത്, അല്ലെ ഒരു ആ, തുണിയോ എന്തെങ്കിലും നമ്മൾ ഉപയോഗിച്ച തുണികളാ എന്തെങ്കിലും ഒന്ന് കൊടുത്തു കഴിയുമ്പം എനിക്ക് മനസ്സിന് വലിയൊരു സന്തോഷമാണ്. ഓ, യേശു ഇന്ന് ഒരു ഭിക്ഷക്കാരൻ്റെ രൂപത്തിൽ നമ്മുടെ അടുത്ത് വന്നു. ഞാൻ ആഹാരം കൊടുത്തു, പൈസ കൊടുത്തു. അമ്മ 1 രൂപ, ചിലപ്പോൾ 50 പൈസ ആയിരിക്കും. അന്നത്തെ കാലത്തൊക്കെ 50 പൈസയൊക്കെ വലിയൊരിതാ. അപ്പം 50 പൈസയൊക്കെ അമ്മ എൻ്റെ കയ്യിൽ തരും. ഞാൻ അത് കൊണ്ടുപോയി കൊടുക്കും. കൊടുത്തു കഴിയുമ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷമാണ്. ഓ ദൈവമേ, ഞാൻ ഇന്ന് യേശു ഈ രൂപത്തിൽ വന്നപ്പം എനിക്കത് കൊടുക്കാൻ സാധിച്ചല്ലോ എന്നുള്ള ഒരു വലിയൊരു സന്തോഷം എൻ്റെ ഹൃദയത്തിൽ. അങ്ങനെ ജീവിതത്തിൽ ഓരോന്നും ഞാൻ പ്രാക്ടിക്കലായിട്ട് എൻ്റെ മനസ്സിൽ അറിഞ്ഞ രീതിയിൽ ഞാൻ ബൈബിൾ ഓരോ പേജും വായിക്കുകയും അതനുസരിച്ച് ഞാൻ എൻ്റെ ബുദ്ധിക്കനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ അതൊക്കെ ഞാൻ ഒരു സൈഡിൽ കൂടെ ചെയ്യുന്നുണ്ടെങ്കിലും 13-ാമത്തെ വയസ്സ് ആയപ്പം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, "ആ, നീ ഡാൻസ് പഠിക്കണം. നീ ഡാൻസ് ഒക്കെ പഠിക്കണം. നിനക്ക് ഡാൻസ് പഠിക്കാനുള്ള കഴിവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു." അങ്ങനെ ഒരു ഡാൻസറിനെ വിളിച്ചോണ്ട് വന്നു. അതിലെ വന്നപ്പോൾ ഒരു 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 ഡാൻസർ അതിലെ പോയിപ്പോൾ അയാൾ പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ ഇവിടെ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഡാൻസ് പഠിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം അമ്മ പറഞ്ഞു, എൻ്റെ മോളുണ്ട്, ഡാൻസ് പഠിക്കാൻ ഇഷ്ടമാണ്, താല്പര്യമാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ പുള്ളി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത എല്ലാ ശനിയാഴ്ചയും വന്ന് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ശനിയാഴ്ച ആയപ്പം ഡാൻസർ വന്നു. ഫസ്റ്റ് ഡേയിൽ എന്നെ ഡാൻസ് പഠിപ്പിച്ചു, സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ അടുത്ത ആഴ്ചയ്ക്ക് മുമ്പേ ഞാൻ പിള്ളേരോടൊക്കെ ചെന്ന്, എൻ്റെ കൂട്ടുകാരുടെ എല്ലാവരും അടുത്ത വീടുകളിലൊക്കെ ചെന്ന് പറഞ്ഞു, എന്നെ പഠിപ്പിക്കാൻ ഒരു ഡാൻസർ വരുന്നുണ്ട്, നിങ്ങളെല്ലാവരും വരണം, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പഠിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 10-12 പിള്ളേർ കൂടി ഞങ്ങളുടെ ഗ്രൂപ്പ് എല്ലാവരും കൂടെ ചേർന്ന്, അപ്പം ഞങ്ങളെല്ലാവരും സിംഗിളായിട്ടുള്ള ഡാൻസ്, ഗ്രൂപ്പ് ഡാൻസ്, അങ്ങനെയുള്ള ഡാൻസുകളൊക്കെ ഞങ്ങൾ പഠിക്കാൻ തുടങ്ങി. അതെല്ലാം നമ്മുടെ ഹിന്ദു ഉണ്ടല്ലോ, ഹിന്ദുക്കളുടെ ആ ഒരു രീതിയിലുള്ള ഡാൻസാണ്. എല്ലാം ഭരതനാട്യവും അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ആ രീതിയിലുള്ള ഡാൻസുകളായിരുന്നു. പക്ഷെ എനിക്കതൊന്നും കൂടുതൽ അതിനെക്കുറിച്ചും എനിക്ക് അത്ര അറിവില്ലായിരുന്നു. എങ്കിലും എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ആയിരുന്നു പഠിക്കാൻ. ഒത്തിരി കുട്ടികളെല്ലാവരും കൂടെ ചേർന്ന് പഠിക്കുക എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡാൻസ് പഠിച്ചു. തിരുവോണം ആയപ്പം അവിടെയുള്ള ഒരു റീഡിംഗ് ക്ലബ്ബുണ്ട്. അവരെല്ലാ വർഷവും ആഘോഷങ്ങൾ നടത്താറുണ്ട്. തിരുവോണത്തിന് നാടകം, അങ്ങനെയുള്ള പരിപാടികൾ, പ്രോഗ്രാമുകളൊക്കെ നടത്താറുണ്ട്. വടംവലിയും അങ്ങനെയൊക്കെ ഓണാഘോഷ പരിപാടി നടത്താറുണ്ട്. അങ്ങനെ ആയപ്പം ദ്രുതഗതിയിൽ ഞാൻ പറഞ്ഞു, എനിക്ക് ഡാൻസ് ഈ വർഷം എനിക്ക് അരങ്ങേറണം എന്ന് പറഞ്ഞു. അങ്ങനെ ഡാൻസർ ഞങ്ങളെ എല്ലാവരെയും എനിക്കൊരു 2-3 ഡാൻസ് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് ഞാൻ നല്ലതുപോലെ അത് പെട്ടെന്ന് സ്റ്റെപ്പുകളൊക്കെ പഠിക്കുകയും, അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഗ്രൂപ്പ് ഡാൻസുകൾ 2-3 ഗ്രൂപ്പ് ഡാൻസും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ചെയ്ത് കുറേ നാൾ കഴിഞ്ഞപ്പം അങ്ങനെ ഓണാഘോഷത്തിന് ഞങ്ങൾ അരങ്ങേറി. സ്റ്റേജിൽ ഓണത്തിന് ഡാൻസ് ഒക്കെ കളിച്ചു. അങ്ങനെ ഞാൻ എപ്പോഴും പാടുന്നത്, ഞങ്ങൾക്ക് കുറച്ച് പാട്ടൊക്കെ എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പം സിനിമയുടെ പാട്ടുകളൊക്കെ ഇങ്ങനെ റേഡിയോയും ഒന്നും ഇല്ലായിരുന്നല്ലോ അന്നത്തെ കാലത്ത്. അപ്പം ചലച്ചിത്ര ഗാനങ്ങൾ ഉച്ചയ്ക്ക് 1 മണിക്ക് വരും. അപ്പം അതിനു വേണ്ടി ഇങ്ങനെ വെയിറ്റ് ഇരുന്നിട്ട് പാട്ട് കേട്ടിട്ട് ഇങ്ങനെ കേട്ട് കേട്ട് നോട്ട്ബുക്കിൽ എഴുതിയെടുത്തിട്ട് അത് അടുത്ത ആഴ്ച ആ പാട്ട് വരാൻ വേണ്ടി നോക്കിയിരിക്കും. അങ്ങനെ ഓരോ ദിവസവും നോക്കിയിരുന്ന് പാട്ടുകൾ പാടി. അതുപോലെ അമ്പലങ്ങളിലെ പാട്ടുകൾ, സ്കൂളിലൊക്കെ അമ്പലത്തിലെ പാട്ടുകളൊക്കെ ഇങ്ങനെ ലാസ്റ്റ് പീരീഡ് ഒരു ഇതുണ്ട്, ഞാൻ മറന്നുപോയി, ഏതാണ്ട് ലാസ്റ്റ് പീരീഡിൽ നമുക്കൊരു മാസത്തിലൊന്ന് സ്കൂളുകളിലുണ്ട്. അപ്പോഴും ഞാൻ അങ്ങനെ പാടുമ്പം ടീച്ചേഴ്സൊക്കെ വളരെ ഇൻട്രസ്റ്റോട് കൂടി അടുത്ത ക്ലാസ്സിൽ പോയി എന്നെ വിളിച്ച് പാട്ട് പാടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് ക്രിസ്ത്യൻസിൻ്റെ അല്ല, അമ്പലത്തിലെ പാട്ടുകളാണ് അതൊക്കെ പാടിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഡാൻസ് പഠിത്തവും ഇതും പോകുന്നു. കൂടെ ബൈബിളിന്റെ അതും എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കുന്നു. കൂട്ടത്തിൽ ഞങ്ങൾ കളിക്കുന്നു. പിള്ളേരെല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾ കളിച്ചോണ്ടിരിക്കുമ്പം ഈ സാറ്റ് കളിക്കുന്ന സമയത്ത്
ഞങ്ങള് മരത്തിൻ്റെ അടിയിൽ പോയി ഒളിച്ചിരിക്കുമല്ലോ നമ്മൾ. അങ്ങനെ ഒളിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ കാണുക, എൻ്റെ ഞാൻ മരിച്ചു, എന്നെ ഇങ്ങനെ പെട്ടിയിൽ, ഞാൻ പെട്ടിക്കകത്ത് കിടക്കുന്നു. ഇങ്ങനെ അച്ഛന്മാരൊക്കെ മുൻവശത്ത് കുടയൊക്കെ പിടിച്ചിങ്ങനെ പോകുന്നു. അപ്പം ഞാൻ ആ പെട്ടിക്കകത്ത് കിടന്നുകൊണ്ട് ഞാൻ ഓർക്കുക, ഞാൻ എവിടെ പോകുന്നു? തീയും പുഴുക്കളും ഒക്കെ നിറഞ്ഞ സ്ഥലത്താണോ ഞാൻ ഇപ്പം പോകുന്നത്? അതോ യേശു അപ്പൻ്റെ അടുത്ത് സ്വർഗമെന്ന് പറയുന്ന സ്ഥലത്തേക്കാണോ ഞാൻ പോകുന്നത്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അതിൻ്റെ ആ പെട്ടിക്കകത്ത് ഞാൻ കിടക്കുക. അതിനകത്ത് കിടന്നുകൊണ്ട് ഇങ്ങനെ ഞാൻ ചിന്തിക്കുന്നു. പക്ഷെ അച്ഛന്മാരെല്ലാം കുടയും പിടിച്ചു പാട്ടും പാടി ഇങ്ങനെ പോകുന്നു. ഞാൻ അതിനകത്ത് കിടക്കുന്നു, വണ്ടിയിൽ എന്നെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഈ രംഗം ഞാൻ പലപ്പോഴും ഒരു 10 വയസ്സ് മുതൽ ഒരു 13 വയസ്സ് വരെയും ഞാൻ തുടരെ എപ്പോഴും വെറുതെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുമ്പം, ലോൺലി ആയിട്ടൊരു സ്ഥലത്ത് ഞാൻ പലപ്പോഴും ഇരിക്കാറുണ്ട്. അതെൻ്റെ ചില സമയത്ത് ഇങ്ങനെ മനസ്സിൽ വല്ലാത്ത ഒരു എന്തോ ഒരു മിസ്സിങ് എൻ്റെ ജീവിതത്തിൽ ഉള്ളതുപോലെ. അത് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ ഞാനിങ്ങനെ വളരെ വിഷമത്തോടു കൂടി വല്ലാത്ത ഒരു ഭാരം എനിക്ക് നെഞ്ചിലുണ്ടാവും. അപ്പൊ എൻ്റെ കൂട്ടുകാരൊക്കെ ചോദിക്കും, നീ എന്തിനാ ഇങ്ങനെ പോയി ഒരിടത്തിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഓ ഞാൻ ചുമ്മാ ഇരിക്കുക. പക്ഷെ എനിക്ക് അറിയത്തില്ല ഇവരോട് എന്താ പറയണ്ടേന്ന്. പക്ഷെ ഒരു വിഷമമുണ്ട് എനിക്ക്, എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഞാൻ ചിന്തിക്കുന്നു ഇവിടെ ഇരുന്നു, ദൈവമേ, ഞാൻ നരകത്ത് പോവോ സ്വർഗത്ത് പോവോ? ആ പെട്ടിക്കകത്ത് ഞാൻ കിടക്കുന്നതായിട്ടുള്ള പലപ്പോഴും പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ ചിന്തയിൽ എൻ്റെ മനസ്സിൽ വരുമ്പോ ഞാൻ ഓടിപ്പോയി ഒരിടത്തിരിക്കും. പാറ ഇങ്ങനെ റോഡ് സൈഡുകളിലൊക്കെ ഞങ്ങൾ കളിക്കുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ റോഡ് നന്നാക്കാനൊക്കെ ഇങ്ങനെ മെറ്റൽ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ മേളിലൊക്കെ പോയി ഇങ്ങനെ ഇരിക്കും. ഒരു സ്ഥലത്ത് മണ്ണ് കൂട്ടിയിട്ടിട്ടുണ്ട് ഇങ്ങനെ. ചിലപ്പോൾ മരത്തിന്റെ അടിയിൽ ഒളിച്ചിരിക്കുന്ന സമയത്ത് കളിക്കുമ്പോൾ, അപ്പൊ അതിന്റെ മേളിലൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് പോയിരുന്നിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കും, ദൈവമേ, ഞാൻ എങ്ങോട്ടാ പോകുന്നത്? എങ്ങോട്ടായിരിക്കും പോകുന്നത്? ആ ഒരു ചിന്ത വന്നിട്ട് വലിയ ഒരു വിഷമം, നെഞ്ചിലൊരു വല്ലാത്ത ഭാരവും എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതെന്നെ വിട്ടു പോകുമ്പോൾ പിന്നെ ഞാൻ എൻ്റെ കളിയും ആ പരിപാടിയും അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ നീങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ ഈ ഡാൻസ് അരങ്ങേറി കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം പിന്നെ എനിക്ക് കുറച്ച് ദിവസം വിട്ടുമാറാതെ പനി എപ്പോഴും വരുമായിരുന്നു. എപ്പോഴും എനിക്ക് പനി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഡോക്ടർ കുറേ മരുന്നും ഇഞ്ചക്ഷനും ഒക്കെ തരും. അത് കഴിയുമ്പം ഒരാഴ്ച മാറും, പിന്നെയും എനിക്ക് പനി വരും, പിന്നെയും സ്കൂളിൽ പോകത്തില്ല, പിന്നെ ഇങ്ങനെ വരും. അങ്ങനെ വന്ന് ഒരു ദിവസം കൊല്ലത്ത് കൊല്ലത്ത് സങ്കേഴ്സ് ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് വാർഡിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു. എനിക്കെപ്പോഴും എന്താണ് ഇങ്ങനെ പനി വരുന്നത് എന്നോർത്ത് ഡോക്ടർ എന്നെ പീഡിയാട്രിക്കിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു. ഞാൻ ഇങ്ങനെ പിള്ളേരുടെ വാർഡിൽ കിടക്കുക. ഇങ്ങനെ കിടക്കുന്ന സമയത്ത് രാവിലെ ഒരു 10 മണിയായപ്പം കുറച്ച് ആൾക്കാരെല്ലാരും കൂടെ കൂടി അവിടെ ഇവിടെയായിട്ട് നിൽക്കുന്നു. അമ്മമാരും എല്ലാരും കൂടെ നിൽക്കുന്നു. നോക്കിയപ്പം ഒരു 10-25 വയസ്സ് പ്രായമുള്ള ഒരു പയ്യൻ അവിടെ ഒരു ബുക്ക് വെച്ചിട്ട് ഓരോ ബെഡിലും ഇരുന്ന് എന്തൊക്കെയോ പറയുന്നു. അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്തും ഈ പറഞ്ഞ ബൈബിൾ, സ്കൂളിൽ നിന്ന് കിട്ടിയ ബൈബിൾ ഞാൻ എവിടെ പോയാലും കൊണ്ടുപോകും. അപ്പൊ എന്നെ അഡ്മിറ്റ് ആക്കിയപ്പം ഞാൻ പറഞ്ഞു, വൈകിട്ട് അമ്മയോട് പറഞ്ഞു, വരുമ്പോ ഞാൻ വെച്ചിരിക്കുന്ന എൻ്റെ ബൈബിൾ എടുത്തോണ്ട് വരണം. അങ്ങനെ എന്നെ ഇന്ന് അഡ്മിറ്റ് ചെയ്തു. നാളെ ആയപ്പം അമ്മ എൻ്റെ ഡ്രസ്സുകളൊക്കെ എടുത്തോണ്ട് വന്ന കൂട്ടത്തിൽ എൻ്റെ ബൈബിളും എടുത്തോണ്ട് വന്നു. അങ്ങനെ ഞാൻ കിടന്നുകൊണ്ട് ബൈബിൾ വായിച്ചിട്ട് അതിൻ്റെ തലയുടെ സൈഡിൽ ഞാനിങ്ങനെ വെച്ചിരിക്കുക. അപ്പൊ ആ പയ്യൻ അടുത്ത ബെഡിൽ നിന്നിങ്ങനെ ദൈവവചനമൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട്, ആ ദൈവവചനം ആണോന്നൊന്നും എനിക്കറിയത്തില്ല, അങ്ങനെ എന്തോ ആ ബെഡിൽ ഇങ്ങനെ ഇരുന്ന് എന്തൊക്കെ അവരോട് സംസാരിച്ചിട്ട് അവിടുന്ന് എഴുന്നേറ്റ് നടന്നു എൻ്റെ ബെഡിന്റെ അരികിൽ വന്നിട്ട് ചോദിച്ച്, മോളെ, നിനക്ക് യേശുവിനെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. ആ ഇഷ്ട. ഞാൻ ചോദിച്ചു, എങ്ങനെ അറിയാം എങ്ങനെ ചോദിച്ചു. അപ്പൊ പറഞ്ഞ്, അല്ല, മോളുടെ ബെഡില് ബൈബിൾ ഇരിക്കുന്ന കണ്ടിട്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞു. എനിക്ക് യേശുവിനെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോഴെന്നോട് പറഞ്ഞു, എന്നാ മോളെ ഒരു കാര്യം ചെയ്യും, യേശുക്രിസ്തു നിനക്ക് വേണ്ടിയാ മരിച്ചത്, നിന്റെ പാപത്തിന് വേണ്ടിയാ. നീ ഇപ്പൊ ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്ന നിന്റെ ഈ രോഗത്തെ എല്ലാം യേശുക്രിസ്തു മാറ്റിത്തരും. അതിനാണ് യേശു കാൽവരിയിൽ നിനക്ക് വേണ്ടി മരിച്ചത്. യേശു നിന്റെ അപ്പനാണ്. ഇപ്പൊ നീ കർത്താവായ യേശുക്രിസ്തുവിനോട് നീ പറ, കർത്താവെ, അവിടുന്ന് എൻ്റെ അപ്പനാണ്, എനിക്ക് സൗഖ്യം തരുന്നത്,
എൻ്റെ കാൽവരിയിൽ രക്തം ചിന്തി എൻ്റെ പാപത്തെയും ശാപത്തെയും എൻ്റെ രോഗത്തെയും ഒക്കെ കാൽവരിയിൽ മാറ്റിയ യേശുവപ്പൻ യേശുവപ്പനെ ഞാൻ എൻ്റെ രക്ഷിതാവിയായി സ്വീകരിക്കുന്നു എന്ന് മോളിപ്പോൾ പറയാൻ മോൾക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പം നീ ഇവിടെ കൈ ഉയർത്തി കർത്താവായ യേശു ക്രിസ്തുവിനെ നിന്റെ വായു കൊണ്ട് ഏറ്റു പറഞ്ഞുകൊണ്ട് ഹൃദയത്തിൽ നീ വിശ്വസിക്കുക, യേശുവപ്പൻ നിന്റെ അപ്പനാണ് എന്ന് നീ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും എൻ്റെ അപ്പനാണ് യേശുവപ്പൻ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ ബെഡിൽ കിടന്നുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ എൻ്റെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നത്. അതിനുശേഷം ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് ടൈഫോയിഡിന് പിന്നെ എൻ്റെ ബ്ലഡ് വർക്ക് എല്ലാം ചെയ്തപ്പോൾ ഞാൻ ടൈഫോയിഡിൻ്റെ സ്റ്റാർട്ടിങ് ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ ഞാനൊരു കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് കിടന്നു. ഒരു 2 ആഴ്ചയോളം കിടന്നു. അതിനുശേഷം മെഡിക്കേഷനൊക്കെ തന്നു, എന്നെ വീട്ടിൽ വിട്ടു. ആ ആ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷിക്കപ്പെട്ടതിന് ശേഷം പിന്നെ ഒരിക്കലും ആ ആ മനസ്സിന്റെ ഒരു ഭാരവും ആ പെട്ടിയിൽ കിടന്ന് എന്നെ ഈ കൊണ്ടുപോകുന്ന ആ ഒരു കാഴ്ചയും പിന്നെ ഞാൻ ഒരിക്കലും ഇന്നേ വരെ കണ്ടിട്ടില്ല, ആ രക്ഷിക്കപ്പെട്ട നാൾ വരെ. അപ്പോഴെനിക്ക് പിന്നീട് ഞാനത് ചിന്തിക്കാൻ തുടങ്ങി. അന്ന് 13 വയസ്സൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ വലിയ ചിന്തയില്ല. പക്ഷെ ആ സ്വപ്നങ്ങളൊന്നും ആ ഒരു വിഷൻ ഒന്നും ഞാൻ പിന്നെ ഇങ്ങനെ ഉള്ള ഒരു ഇത് ഞാൻ കാണാറില്ല. ഇങ്ങനെ ഉണർന്നിരിക്കുമ്പോൾ തന്നെ കളിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഞാനിങ്ങനെ മരിച്ചെന്നെ കൊണ്ടുപോകുന്ന പോലെ കാണുന്നത്. അതൊന്നും ഞാൻ പിന്നെ കണ്ടിട്ടേ ഇല്ല രക്ഷിക്കപ്പെട്ടതിന് ശേഷം. അപ്പോഴും ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം ഞാനും എൻ്റെ ബ്രദറും കൂടി ഇങ്ങനെ മുറ്റത്ത്, എൻ്റെ ഇളയ ബ്രദറുമായി ഞങ്ങൾ ഒരുമിച്ച് മുറ്റത്ത് നിന്ന് കളിച്ചോണ്ട് നിന്നപ്പം ഒരു ഒരു അങ്കിള് അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വന്നു. തോളില് ഒരു സഞ്ചി തൂക്കിയിട്ടിട്ടുണ്ട്. ഇട്ടിട്ട് പറഞ്ഞു, എൻ്റെ ബ്രദറിനോട് ചോദിച്ചു, മോനെ നിന്റെ വീട് എവിടെയാന്ന് ചോദിച്ചു. എൻ്റെ വീട് അവിടെ ഇച്ചിരി ദൂരമാണ്, ഇതെൻ്റെ ചേച്ചിയാ എന്ന് പറഞ്ഞു എന്നെ. അപ്പം അദ്ദേഹം നടന്ന് എൻ്റെ അടുത്തിട്ട് പറഞ്ഞു, മോളെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് കളിക്കുകയാണ്, നിങ്ങളുടെ വീട് എവിടെയാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ വീട് ഇതുകൊണ്ട് അവിടെയാ, അങ്കിള് വരുന്നോ ഞങ്ങളുടെ വീട്ടില് എന്ന് വെച്ചാൽ ഞാൻ വരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ഞങ്ങളുടെ വീട്ടിൽ വന്നു. അപ്പൊ വീട്ടിൽ വന്നു, എൻ്റെ അമ്മയുടെ അമ്മയും ഉണ്ട്. രണ്ടുപേരെയും കണ്ടു, സംസാരിച്ചു. ഞാനിങ്ങനെ എൻ്റെ സഞ്ചിയിൽ മുഴുവനും ഞാൻ കൊല്ലത്തെ റെയിൽവേയിൽ TTR ആണ്. എൻ്റെ ജോലി കഴിഞ്ഞതിന് ശേഷം ഞാൻ ട്രാക്ടർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് നടക്കുന്നു, അതാണ് എൻ്റെ ജോലി എന്ന് പറഞ്ഞ് അതിനകത്തൊന്ന് 2-3 ട്രാക്ടൊക്കെ എടുത്ത് ഞങ്ങൾക്ക് തന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന ഇഷ്ടമാണോ എന്ന് വെച്ചാൽ. അപ്പൊ അമ്മ പ്രാർത്ഥനയ്ക്കൊന്നും അങ്ങനെ എതിരൊന്നും അല്ലായിരുന്നു. ആര് വന്നാലും പ്രാർത്ഥിക്കാനുള്ള അവസരമൊക്കെ തടസ്സമൊന്നും പറയത്തില്ല. പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോയി. അദ്ദേഹം പിന്നെ അടുത്ത വെള്ളിയാഴ്ച ഞങ്ങളുടെ വീട്ടിൽ വന്നു, രണ്ടുപേരുമായിട്ട് വന്നു. ആ രണ്ടുപേരുമായിട്ട് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും ജോലി കഴിഞ്ഞിട്ട് ഇങ്ങനെ ട്രാക്ട് കൊടുത്ത് ഓരോ വീടുകളിൽ പ്രാർത്ഥിക്കാൻ പോകും. അങ്ങനെ അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ പിള്ളേർക്കെല്ലാം സ്കൂൾ വെള്ളിയാഴ്ച കഴിഞ്ഞ ശനിയും ഞായർ അവധിയാണല്ലോ, അപ്പം ആ ദിവസങ്ങളിൽ ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു, ശരി, ഓക്കെ, ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും ഇവര് രണ്ടുപേരുടെയും കൂടെ ഇവർക്ക് പരിചയമുള്ള മറ്റ് കൊല്ലത്ത് ലൈറ്റ് ഹൗസിൽ ജോലിയുള്ള അവര്, പിന്നെ ഈ ഷിപ്പിൽ ജോലിയുള്ളവര്, അങ്ങനെ ഒരു 8-10 പേര് എല്ലാ സാറ്റർഡേയിലും ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന വൈകിട്ട് സ്റ്റാർട്ട് ചെയ്ത്. അവരാണ് എനിക്ക്, ഞാൻ കത്തോലിക്ക പള്ളിയിലായതുകൊണ്ട് എൻ്റെ പാട്ടുകളൊക്കെ വേറെയാണ്. അവരാണ് എനിക്ക് എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ എന്നുള്ള പാട്ടും യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു അങ്ങനെയുള്ള പാട്ടുകളൊക്കെ നേരത്തെ വന്നു. വൈകിട്ട് ഒരു 7 മണിയാകുമ്പോഴേ വന്നിട്ട് ഞങ്ങൾക്ക് പാട്ടുകളൊക്കെ പഠിപ്പിച്ചു തരുമായിരുന്നു. അങ്ങനെയാണ് ആ പാട്ടുകളൊക്കെ ഞങ്ങൾ പഠിക്കാൻ തുടങ്ങിയത്. അങ്ങനെ എല്ലാ ആഴ്ചകളിലും വർഷങ്ങളോളം അവരുടെ പ്രാർത്ഥനകൾ എല്ലാ വീട്ടിലും ഒരു മുടക്കമില്ലാതെ എല്ലാ ഫ്രൈഡേയിലും ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന ആരംഭിച്ചു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ്, അങ്ങനെയാണ് ഇവര് ഞങ്ങൾക്ക് ബൈബിൾ എഴുന്നേറ്റ് നിന്ന് ബൈബിൾ വായിക്കുകയും ബൈബിളിലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരികയും. അങ്ങനെ ഞാൻ എൻ്റെ പുതിയ നിയമം ബൈബിൾ എടുത്തിട്ട് എൻ്റെ ബൈബിൾ നോക്കിയാൽ എനിക്ക് വിശ്വാസമുള്ളൂ. അപ്പം അവര് പറയുന്നതൊക്കെ എൻ്റെ ബൈബിളിലുണ്ടോ എന്ന് ഞാൻ നോക്കും. അങ്ങനെ മോളെ ആ മത്തായിയുടെ സുവിശേഷം, മാർക്കോസിന്റെ സുവിശേഷം, ഇങ്ങനെ ഓരോന്ന് എന്നോട് പറയും. അതെല്ലാം ഞാൻ എടുത്തിട്ട് ഉണ്ട്, ശരിയാ ഇങ്ങനെ. അപ്പോൾ അവർ പറഞ്ഞു തരുന്ന ഏകദേശം കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങി. അങ്ങനെ ഞാൻ ദൈവത്തോട്, എന്നോട് പറഞ്ഞു, മോൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളൊക്കെ
പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ ആത്മാവാണ്. ദൈവത്തോട് ചോദിക്കണം, ദൈവമേ എനിക്കിതെല്ലാം മനസ്സിലാക്കി തരണം. ഞാൻ എന്തുവാ ചെയ്യുന്നത്, ഞാൻ എന്തുവാ പ്രാർത്ഥിക്കുന്നത്, ഞാൻ എന്താണ് ചെയ്യുന്നത്, ഇതെല്ലാം ദൈവം എനിക്കൊന്ന് മനസ്സിലാക്കി തരണമെന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോഴും ദൈവം എനിക്ക് ഒരു വളരെ വളരെ വ്യക്തമായ രീതിയിൽ പല കാഴ്ചപ്പാടുകൾ തിരുവചനത്തിലൂടെ ദൈവം എനിക്ക് മനസ്സിലാക്കി തരികയും ഞാൻ അതനുസരിച്ച് പ്രാർത്ഥിക്കുകയും ദൈവത്തോട് ചേർന്ന് ജീവിക്കുകയും സ്കൂളിൽ പോകുമ്പോൾ തന്നെ മറ്റു പിള്ളേരോട് ഞാൻ കർത്താവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ഓ ഓ അങ്ങനെയൊന്നുമില്ല, നമ്മുടെ പേരൻസ് ഏതാ നമ്മളെ വളർത്തുന്നത്, നമുക്കൊരു പള്ളിയുണ്ട്, നമ്മൾ ഏതിലാ നിൽക്കുന്നത് അതിലേ നമ്മൾ നിൽക്കാവുള്ളൂ, അങ്ങനെയൊക്കെ പറയും. അതുപോലെ എൻ്റെ ഫാമിലിയിലുള്ളവരോടും എൻ്റെ സഹോദരനോടും ഒക്കെ ഇതിനെക്കുറിച്ച് ബൈബിളിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അത്ര നിസ്സാരമായിട്ടാണ് അതിനെ കാണുന്നതും അത് അത്ര വില കൊടുക്കാത്ത രീതിയിലാണ്. നമ്മൾ പള്ളിയിൽ പോകുന്നു, കാത്തലിക് ചർച്ചിൽ നമ്മൾ പോകുന്നുണ്ട്, അത് ഇനഫ്, മോർ ദാൻ ഇനഫ്, ആ രീതിയിലാണ് അതിനെ കണ്ടുകൊണ്ടിരുന്നത് എല്ലാവരും. പക്ഷെ എനിക്കതിലൊന്നും അല്ല സമാധാനം ഞാൻ കണ്ടെത്തിയത്. ഈ ബൈബിള് ഞാൻ പള്ളിയിൽ പോകുമ്പം ആരുടെയും കയ്യിലില്ല. അപ്പൊ എനിക്കൊരു നാണക്കേട്, നമ്മൾ പള്ളിയിൽ പോകുമ്പം ഈ ബൈബിളൊക്കെ ഇങ്ങനെ എടുത്തോണ്ട് പോകുന്നത്. അപ്പം ഞാനിങ്ങനെ ഷാളിനകത്ത് ഇങ്ങനെ പൊതിഞ്ഞ് പിടിക്കും, ഇങ്ങനെ പൊതിഞ്ഞ് പിടിച്ചിട്ട് ഇങ്ങനെ പള്ളിയിൽ നേരത്തെ ചെന്നിരുന്ന് അവിടെ ഇരുന്ന് ചുമ്മാ ഒരു അധ്യായം ചുമ്മാ വെറുതെ അങ്ങ് വായിച്ചങ്ങ് വിടും. എനിക്കൊരു സമാധാനത്തിന് വേണ്ടി വായിക്കുന്നതാ. പള്ളിയിൽ വന്നിരുന്ന് ബൈബിൾ വായിച്ചല്ലോ എന്നുള്ളൊരു സമാധാനത്തിന് വേണ്ടി ഞാൻ അവിടെ ഇരുന്ന് ബൈബിൾ വായിക്കുമായിരുന്നു. വായിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വരും. അങ്ങനെ നാളുകൾ, കുറെ നാളുകൾ അങ്ങനെ പോയി. അങ്ങനെ ഇരിക്കവെയാണ് എന്നെ വളരെ വിശ്വാസത്തിൽ വർദ്ധിപ്പിച്ചതായൊരു കാര്യം, എൻ്റെ ഫാദർ ഇങ്ങനെ അവധിക്ക് നാട്ടിൽ വന്നു. വന്നിട്ട് തിരിച്ചു പോകുന്നതിന് 2 ദിവസത്തിന് മുമ്പ് ഞങ്ങളെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ നിങ്ങൾ നല്ല രീതിയിൽ വളരണം, ദൈവത്തെ ഭയന്ന് പ്രാർത്ഥനയിൽ. അപ്പം ഞങ്ങൾക്ക് കത്തോലിക്ക പള്ളിയിലൊക്കെ വളരെ ഭക്തിയോടെ സൺഡേയിൽ ചർച്ചിൽ പോകുമ്പം അതിനു മുമ്പ് സാറ്റർഡേയിൽ ഞങ്ങളുടെ ഡ്രസ്സുകളെല്ലാം തേച്ച് റെഡിയാക്കി രാവിലെ 7 മണിക്ക് പോകണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷനും സാറ്റർഡേയിൽ ചെയ്തു വെക്കും. അപ്പം അങ്ങനെയാണ് ഞങ്ങളെ വളർത്തിയത്. അത്രയും ഒരു ഉറപ്പോടു കൂടി ഞങ്ങളെ വളർത്തിയെടുത്ത്. അപ്പം അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ തിരുവനന്തപുരത്തു നിന്നും ബോംബെക്ക് പ്ലെയിൻ കയറി. എല്ലാവർക്കും വിഷമായിരുന്നു, പോയിട്ട് ഇനി 2-3 വർഷം കഴിഞ്ഞല്ലേ വരുള്ളൂ. അങ്ങനെ വന്നപ്പം ഞങ്ങൾക്കൊരു റേഡിയോ കൊണ്ടുവന്നു. ഞാനൊക്കെ കൊച്ചാണ്. റേഡിയോ കൊണ്ടുവന്നു. അപ്പൊ ഈ റേഡിയോ എൻ്റെ മൂത്ത ബ്രദർ മാത്രമേ കൈകാര്യം ചെയ്തുള്ളൂ. പുള്ളി എന്നെ കാട്ടി മൂത്തതാണ്. പുള്ളി പറയും, ഇത് ഞാൻ എപ്പം പാട്ട് വയ്ക്കുന്നു അന്നേരമേ ഇത് തൊടാവുള്ളൂ, നിങ്ങൾ ആരും ഇത് തൊടരുത് എന്നും പറഞ്ഞ് എന്നെയും എൻ്റെ ഇളയ ബ്രദറിനോടും പറഞ്ഞ് പുള്ളി റേഡിയോ എടുത്ത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ വെളിയിൽ മുറ്റത്ത് നിന്ന് അപ്പ പോയി 2 ദിവസം കഴിഞ്ഞു. ഞാൻ മുറ്റത്ത് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങളുടെ അയൽപക്കത്തുള്ള ഒരു അങ്കിൾ അതിലേ കൂടെ നടന്നു വന്നിട്ട് എന്നോട് പറഞ്ഞു, എടി നിന്റെ അപ്പൻ ചത്തുപോയി, നിന്റെ അപ്പൻ നിന്റെ പോയ പ്ലെയിനൊക്കെ തകർന്നു പോയി എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഓ ചുമ്മാതെ, അല്ല നിന്റെ അപ്പൻ റേഡിയോ കൊണ്ട് തന്നില്ലേ, ഇട്ട് നോക്ക് എന്ന് പറഞ്ഞു. നിന്റെ അപ്പൻ പോയി, ചത്തുപോയി, ഇങ്ങനെ പറഞ്ഞു. നിന്റെ അപ്പൻ ചത്തുപോയി ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് കളിച്ചോണ്ടിരുന്ന അവിടെ എല്ലാം ഇട്ടിട്ട് ഓടി അമ്മ എടുത്തിട്ട്, അമ്മ അപ്പ മരിച്ചുപോയി, അപ്പ ചത്തുപോയോ, അപ്പ ചത്തുപോയി എന്ന് പറഞ്ഞു. അപ്പൊ ഇവരെല്ലാം ഇതെന്തോ പറ്റിയ ഇങ്ങനെ, എന്തു പറ്റിയത്, ആര് പറഞ്ഞു എന്ന് പറഞ്ഞ അമ്മയും എല്ലാരും കൂടെ വന്നു. അല്ല അപ്പ പോയ എയർ ഇന്ത്യ ഫ്ലൈറ്റ് കത്തിപ്പോയെന്ന് പറയുന്നു, ഇങ്ങനെ ആകാശത്ത് വെച്ച് തകർന്നു പോയെന്ന് പറയുന്നു ഇങ്ങനെ. അല്ല അപ്പൊ ഉച്ചയ്ക്ക് ന്യൂസ് കേൾക്കാം, അല്ല നമുക്ക് അറിയാൻ യാതൊരുവിധ ചാൻസും ഇല്ല, എന്ത് സംഭവിച്ചു എന്നറിയാൻ യാതൊരുവിധ വഴിയുമില്ല. അങ്ങനെ ഉച്ചയ്ക്ക് 1:30 മണിക്കെങ്ങാണ്ട്, 1:00 1:00 മണിക്കെങ്ങാണ്ട് ഇതുണ്ട്, നമ്മളുടെ ന്യൂസ് ഉണ്ടല്ലോ, അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉച്ചയ്ക്ക് എല്ലാവരും കൂടെ നോക്കിയിരുന്നു. ഞങ്ങള് അപ്പ കൊണ്ടുവന്ന റേഡിയോ, ഫിലിപ്സിന്റെ ഒരു കുഞ്ഞ റേഡിയോ, അതെടുത്ത് മുൻപിൽ വെച്ചിട്ട് നോക്കിയിരുന്നപ്പം കറക്റ്റാണ് അതിനകത്ത് പറഞ്ഞത്, ബോംബെയിൽ നിന്നും പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം അത് തകർന്നു പോയി എന്ന് പറഞ്ഞു. അപ്പോഴും ഞങ്ങളുടെ വീട്ടിലൊരു മരണത്തിന്റെ എൻ്റെ ഫാദർ മരിച്ചുപോയി, അങ്ങനെയുള്ള ഒരു സാഹചര്യമായിരുന്നു വീട്ടിൽ. അടുത്തുള്ളവരെല്ലാം വന്നു ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു, വീട്ടിലൊന്നും വെക്കത്തില്ല. പിന്നെ എൻ്റെ ഗ്രാൻഡ് മദറാണ് എഴുന്നേറ്റ് വന്ന് എന്തെങ്കിലുമൊക്കെ കഞ്ഞിയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ കുഞ്ഞു പിള്ളേരായിട്ടിരിക്കുക, അപ്പം ഞങ്ങൾക്കൊക്കെ തരുന്നു ഇങ്ങനെ. അങ്ങനെ ഇരുന്നപ്പം ഒരു 3-4 ദിവസം കഴിഞ്ഞ്, എനിക്ക് ഓർമ്മയില്ല, എൻ്റെ അമ്മയും ഗ്രാൻഡ് മദറും ഒക്കെ ഇങ്ങനെ പറയുന്നത് ആ സംഭവങ്ങളെ കുറിച്ച്. ഒരു 3-4-5 ദിവസം കഴിഞ്ഞപ്പം
ഒരു പേപ്പർ, കുറെ പേപ്പർ ബോംബെയിൽ നിന്ന് വന്നു. അതിൽ എൻ്റെ ഫാദർ സൈൻ ചെയ്തിരിക്കുന്നു. ഫ്ലൈറ്റിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഫാമിലിക്ക് ഇൻഷുറൻസ് വേണ്ടിയിട്ടുള്ള പേപ്പറുകളാണത് എന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് പേപ്പർ വന്നു എന്ന് പറഞ്ഞു. പേപ്പർ വന്നെങ്കിൽ അതല്ലല്ലോ, എൻ്റെ ഫാദർ പോയില്ലേ, പൈസയാണോ ആവശ്യം, പോയില്ലേ, ആ ഒരു വിഷമത്തിലാണ് ഞങ്ങളുടെ വീട്ടിലെല്ലാവരും. അപ്പം ഞങ്ങൾ ഇങ്ങനെ കിടക്കുന്നു, അവരുടെ മടിയിൽ പോയി കിടക്കുന്നു. അവർ കരയുമ്പം നമ്മളും കരയും. അത് കഴിയുമ്പം പിന്നെ ഇങ്ങനെ അയ്യോ അപ്പ മരിച്ചു പോയല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഒരു രണ്ടാഴ്ച, രണ്ടാഴ്ചയല്ല, എനിക്ക് ഓർമ്മയില്ല, ഒരു മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പം ഒരു ടെലഗ്രാം രാത്രിയിൽ 2 മണിയായപ്പം ഒരു ടെലഗ്രാം വീട്ടിൽ വന്നു. അപ്പോഴേ അതെനിക്ക് ഓർമ്മയുണ്ട്. രാത്രിയിൽ എല്ലാവരും ഇങ്ങനെ 2 മണി സമയം ഇരുട്ടിൽ ഒരാൾ വന്ന് ഡോറിന് മുട്ടുന്നു. ഞങ്ങളെല്ലാം പേടിച്ചെഴുന്നേറ്റ് ചെന്നപ്പം അതിനകത്ത് തോമസ് റീച്ച്ഡ് സേഫ്ലി എന്നും പറഞ്ഞുകൊണ്ട് ഒരു ടെലഗ്രാം ആയിരുന്നു അതിനകത്ത് എഴുതിയിരുന്നത്. അപ്പൊ അപ്പായെ സ്പോൺസർ ചെയ്ത് കൊണ്ടുപോയ ഫാമിലി അവരാണ് ടെലഗ്രാം ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് കണ്ടപ്പോഴത്തേക്ക് എല്ലാവർക്കും അങ്ങ് സമാധാനമായി. എങ്കിലും വിശ്വസിക്കാൻ പറ്റുന്നില്ല, ആ ടെലഗ്രാം ചെയ്തവര് ഞങ്ങളെ സന്തോഷിപ്പിക്കാനാണോ അതോ ഞങ്ങൾ വിഷമിക്കാതിരിക്കാൻ വേണ്ടി ചെയ്തതാണോ എന്നും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. എങ്കിലും ആ എഴുതിയത് കണ്ടിട്ട് ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. അവിടെ എത്തിയല്ലോ, ഏത് വിധത്തിൽ എത്തിയെന്നും ഒന്നും ആർക്കും ഒരു ഐഡിയ ഇല്ല വീട്ടില്. അങ്ങനെ ഒരു 10, 15, 20 ദിവസം കഴിഞ്ഞപ്പം എൻ്റെ ഫാദറിന്റെ ഒരു 8, 10 ഷീറ്റ് പേപ്പറുകളിൽ ലെറ്റർ എഴുതി അയച്ചത്, ഇങ്ങനെ 1, 2 ഓരോ ഷീറ്റ് പേപ്പറിൽ എഴുതി അയച്ചു. അതിനകത്ത് എഴുതിയിരുന്നു, നമ്മുടെ ദൈവം എത്ര വലിയവനാ, എനിക്കൊരു കുടുംബമുണ്ട്, ആ കുടുംബത്തിന് വേണ്ടി ഞാൻ ഈ ദേശത്ത് വന്ന് എൻ്റെ കുടുംബത്തെ പോറ്റാൻ ദൈവം എനിക്കൊരു വഴി തുറന്നു തന്നു. അപ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ യാത്ര നമ്മൾ വീട്ടിൽ നിന്നും തിരിച്ചത്. ബോംബെയിൽ വന്നപ്പം അവിടെ ഉള്ളവർ വന്ന് എന്നോട് പറഞ്ഞു, നമ്മുടെ റാണിചന്ദ്രയും ഫാമിലിയും ന്യൂയോർക്കിലേക്ക് ഷൂട്ടിങ്ങിന് പോകുന്നുണ്ട്. അപ്പം അവരുടെ 5 പേരാണ് അവരുള്ളത്. അപ്പോൾ ഒരു സീറ്റ് കുറവുണ്ട്. അപ്പം തോമസ് ആ സീറ്റിൽ നാളത്തെ ഫ്ലൈറ്റിന് വിടാം, അതുകൊണ്ട് ആ ഫ്ലൈറ്റിൽ കയറാം, നാളത്തെ ഫ്ലൈറ്റിന് പോകാൻ പറ്റുമോ, ആ ഒരു സീറ്റ് തരുമോ എന്ന് ചോദിച്ചു. അപ്പം എൻ്റെ ഫാദർ പറഞ്ഞു, അങ്ങനെ ഞാൻ വലിയ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനൊന്നും അല്ല, കുഴപ്പമില്ല, എനിക്ക് നാളെ വിട്ടാൽ മതിയെന്ന്. അങ്ങനെ അപ്പായ ഉടനെ തന്നെ അവര് ബസ്സിൽ കയറ്റി ബോംബെയിൽ ഹോട്ടൽ റൂമിൽ കൊണ്ടുപോയി അക്കോമഡേഷൻ, ഫുഡ് എല്ലാം, ഫോൺ കോൾ ചെയ്യുന്നതിനും, നമുക്ക് ഫോണില്ല ഞങ്ങൾക്ക്, ഫോൺ ചെയ്യുന്നതിനുള്ള എല്ലാ ഫെസിലിറ്റീസും അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പൊ ഫോണൊന്നും ചെയ്തില്ല, കാരണം ഞങ്ങൾക്ക് ഫോണില്ല, അടുത്ത വീടുകളിലൊന്നും ഫോണില്ല. അങ്ങനെ ഇരിക്കവേ അത് അങ്ങനെ പോയി. അപ്പൊ എഴുത്തിനകത്ത് എഴുതിയിരിക്കുന്നു, ആ ഫ്ലൈറ്റില് ഞാൻ ക്യൂവിൽ നിന്ന് കയറി പോകാനായിട്ട് നിന്നപ്പം അവർ വന്ന് പറഞ്ഞു എന്നോട്, നീ നാളത്തെ ഫ്ലൈറ്റിൽ പോ, ഇന്ന് അവർക്ക് നാളെ അമേരിക്കയിൽ എത്തിയിട്ട് ന്യൂയോർക്കിൽ എത്തിയിട്ട് അവർക്ക് ഷൂട്ടിംഗ് ഉണ്ട് ഫിലിമിന്റെ, അപ്പൊ അതിൽ പോകണം. ഓക്കെ എന്ന് പറഞ്ഞ് ഞാനങ്ങനെ മാറിക്കൊടുത്ത് ആ ഫ്ലൈറ്റാണ് പോയത്. ദൈവം എത്ര വലിയവൻ. എൻ്റെ ഫാദർ, ഞാൻ അപ്പോഴും അത് വന്നും ഞാൻ വലുതായപ്പോഴാണ് ഞാൻ ദൈവത്തോട് ഞാൻ ഓർക്കുന്ന, കർത്താവെ എൻ്റെ അപ്പൻ അതിലങ്ങനെ പോയിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ ഭിക്ഷ എടുത്ത് ആ ഒരു രീതിയിൽ, ഞങ്ങൾക്ക് ആർക്കും അത്ര വലിയ വലിയ ഫാമിലി ഇതൊന്നും പറയാനൊന്നുമില്ല. ഞങ്ങൾ ഒരു മിഡിൽ ക്ലാസ് ആയിട്ട് പോകുന്ന, അപ്പൻ്റെ വരുമാനത്തിലും അപ്പൻ്റെ ഇൻകമിൽ ജീവിച്ചു പോകുന്ന ആൾക്കാരായിരുന്നു. എൻ്റെ അപ്പന് അങ്ങനെ ഒരു ഇതൊന്ന് സംഭവിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഓർക്കും, ഞാൻ എപ്പോഴും പള്ളിയിൽ പോകുമ്പം, വലുതായതിനു ശേഷം പള്ളിയിൽ പോകുമ്പം ഞാൻ അമ്മയോട് എപ്പോഴും പറയും, എൻ്റെ ഹൃദയത്തിൽ അത് ഒരു 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 ഹൈലൈറ്റ് മാതിരി ഇങ്ങനെ കിടക്കുക. ഞാൻ ഓർക്കും, റോഡരികിൽ ഓരോരുത്തർ ഭിക്ഷ യാചിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറയും, ആ ഫ്ലൈറ്റിൽ പോയിരുന്നെങ്കിൽ നമ്മളൊക്കെ ഇതുപോലെ അല്ലേ അമ്മ, ഇതുപോലെ നമ്മളൊക്കെ ആയിരുന്നേനെ അല്ലേ. ദൈവം നമുക്ക് ആഹാരം തന്നു, വസ്ത്രം തന്നു, കിടക്കാടം തന്നു, ദൈവം നമ്മളെ പോറ്റുന്നില്ലേ, നമ്മൾ ആ സ്ഥിതിയിൽ ഇരിക്കേണ്ടവരല്ലേ എന്ന് ഞാൻ പലപ്പോഴും പലപ്പോഴും ഞാൻ അന്നും എൻ്റെ ഹൃദയത്തിനകത്ത് അത് വളരെയേറെ സ്റ്റക്ക് ചെയ്തൊരു കാര്യമാണ്. അതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ വളരെയേറെ വിശ്വാസത്തിൽ, ദൈവം എത്ര വലിയവനാ, ജീവനുള്ള ഒരു ദൈവമുണ്ടെന്നും, കഷ്ടതയിൽ അനുഭവിക്കുന്നവർക്ക് ദൈവം തന്നോട് നിലവിളിക്കുന്നവനോട് അവന് ഉത്തരം പറയുന്ന ഒരു ദൈവമുണ്ടെന്നും, നമ്മളെ അനാഥരായി വിടാത്തില്ല ദൈവം,
നമ്മളെ കൈവിടുക, ഈ പോയിന്റുകളെല്ലാം എൻ്റെ ഹൃദയത്തിനകത്ത് ഇങ്ങനെ വരിക. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഇതെല്ലാം എൻ്റെ ഹൃദയത്തിന് ഓരോ പോയിന്റായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. അപ്പോഴെല്ലാം ഞാൻ ദൈവത്തോട് നന്ദി പറയും, കർത്താവെ ഇതെല്ലാം ദൈവത്തിൻ്റെ വഴിയാണല്ലോ. ദൈവം എത്ര വലിയവനായ ദൈവമാണ്. സ്വർഗത്തിലിരിക്കുന്നെങ്കിലും ഞാൻ ഓർക്കും എൻ്റെ മനസ്സിൽ, ദൈവം ഞങ്ങളുടെ കുടുംബത്തെ മാത്രമേ ദൈവം നോക്കുന്നുള്ളൂ അല്ലേ. ഈ ലോകത്ത് എത്രയോ ജനങ്ങൾ ഈ ലോകത്തുണ്ട്, പക്ഷെ അവരെ അല്ല, എന്നെയാണല്ലോ കർത്താവ് ഇത്രയും തെരഞ്ഞെടുത്തത്, നോക്കിയത്. എൻ്റെ കുടുംബത്തിൽ എത്രയോ പേരുണ്ട്, എൻ്റെ ഫാമിലിയിൽ എത്രയോ ജനങ്ങളുണ്ട്, പക്ഷെ അവരെയൊന്നും അല്ല, ഒന്നിനും കൊള്ളരുതാത്ത എന്തോ ഒരു നല്ല വസ്ത്രം പോലും ഇല്ലാതെ, ഒരു നല്ല തുണി പോലും എടുത്ത് പള്ളിയിൽ പോകാൻ പോലും ഇല്ലാതിരുന്ന, മറ്റുള്ളവരുടെ ഡ്രസ്സ് കണ്ട് കൊതിച്ച് നടന്ന് എന്നെ ദൈവം, അത് രക്ഷകനായ ദൈവം എന്നെ തിരഞ്ഞെടുത്തത്, റോഡിലൂടെ ഒറ്റയ്ക്ക് നടക്കുമ്പോഴെല്ലാം ഞാൻ അത് ഓർത്തോർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടേ നടക്കും. അതാണ് എന്നെ ദൈവത്തിലേക്ക് കൂടുതൽ എന്നെ അടുപ്പിക്കുന്നത്. കാരണം വലിയവരായ എന്നെക്കാളും വലിയ പൊസിഷനും സ്ഥാനവും മാനവും എഡ്യൂക്കേഷനും ഒക്കെ ഉള്ളവരെയൊക്കെ ഉണ്ടായിട്ടും ദൈവം ഈ ഏഴയായ എന്നെ സ്വർഗത്തിലെ മഹത്വം വെടിഞ്ഞ് ഈ ലോകത്തിന്റെ സർവത്തിന്റെ അധിപതിയായ ദൈവം എന്നെ തേടി വന്നു. ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് ദൈവത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നത്. വേറെ ഒന്നുമല്ല, എനിക്ക് അതില്ല ഇതില്ല എന്നുള്ള കംപ്ലൈന്റ് അല്ല. കർത്താവെ, സ്വർഗത്തിലെ ദൈവത്തെ, നാശത്തിൽ കിടന്ന എന്നെ അറിയാൻ, എന്നെ കർത്താവ് അതിൽ നിന്നും മാറ്റി, ആ നരകത്തിൽ നിന്നും എന്നെ വലിച്ചെടുത്ത് സ്വർഗത്തെക്കുറിച്ച് അറിയിപ്പിക്കാൻ തൻ്റെ മകളായി എന്നെ തിരഞ്ഞെടുത്തല്ലോ എന്ന് ഓർക്കുമ്പോൾ അതിനേക്കാളും വലിയൊരു ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല എന്നുള്ള ഒരു സമാധാനത്തോടു കൂടി, സന്തോഷത്തോടു കൂടി കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഞാനിങ്ങനെ ജീവിച്ചു കൊണ്ടുപോകുമ്പോൾ 17ഉം 18ഉം വയസ്സായി. 17 വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പം ഞങ്ങളുടെ പള്ളിയിൽ ഒരുപാട്, ഒരു 500-600 പേര് പള്ളിയിൽ രാവിലെ വരും. അപ്പൊ പള്ളിക്ക് അകത്ത് പോലും സ്ഥലം ഉണ്ടാകത്തില്ല, അതുപോലെ ജനങ്ങളാണ് പള്ളിയിൽ. അപ്പൊ അച്ഛൻ പറഞ്ഞു, നമുക്കൊരു പ്രാർത്ഥന ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ചെയ്തപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഓരോ ഗ്രൂപ്പിനും ഒരു 16 ഗ്രൂപ്പായിട്ട് തിരിച്ചു. പള്ളിയിൽ തിരിച്ചിട്ട് ഓരോ ഗ്രൂപ്പിനും ഓരോ പേരിടും. അങ്ങനെ ഞങ്ങളുടെ ഏരിയയിൽ നമ്മുടെ പള്ളിയിലെ അച്ഛനും 2 മഠത്തിലെ സിസ്റ്റേഴ്സും വരും. അവർ വന്നാണ് പ്രാർത്ഥന ലീഡ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരത്ത് ഓരോ വീടുകളിൽ, ഒരു 10-15-16 വീടുകളുണ്ട് ഞങ്ങളുടെ ഏരിയയിൽ. അപ്പൊ ആ വീടുകളിലെല്ലാം ഓരോ ആഴ്ചയിൽ ഓരോ വീടുകളിൽ പ്രാർത്ഥന ചൊവ്വാഴ്ച നടത്തും. അപ്പൊ അച്ഛനും സിസ്റ്റേഴ്സും വരും. അങ്ങനെ ഞങ്ങള് അന്നേരം പിന്നെ ബൈബിളൊക്കെ ഇങ്ങനെ പള്ളിയിൽ കൊടുക്കാനൊക്കെ തുടങ്ങി. കുറച്ച് അച്ഛൻ ഇങ്ങനെ പള്ളിയിൽ ബൈബിള് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. എല്ലാ വീട്ടിലും ഓരോ ബൈബിള് അങ്ങനെ വെച്ച് അച്ഛൻ ബൈബിള് തന്നു. അങ്ങനെ ഈ ബൈബിൾ കൊണ്ടുവന്നിട്ട് എല്ലാ വീടുകളിലും ഈ ബൈബിള് കൊണ്ടുവന്ന് ഇങ്ങനെ ഈ ചൊവ്വാഴ്ചത്തെ പ്രാർത്ഥന നടത്തുമ്പം വലിയൊരു പില്ലോ വെച്ചിട്ട് ആ പില്ലോടെ മേളിൽ ബൈബിൾ വിരിച്ചു വെക്കും. വെച്ചിട്ട് 2 സൈഡിലും കുറെ ചെമ്പരത്തി പൂക്കളും കുറെ കാട്ടിലെ പൂക്കളെല്ലാം കൂടി ഇങ്ങനെ ചുറ്റും വെച്ചിട്ട് ഈ പ്രാർത്ഥനയും പാട്ടുപാടിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ വരിയായിട്ട് പോയി ഈ ബൈബിള് തൊട്ടിങ്ങനെ ഇങ്ങനെ ഉമ്മ കൊടുക്കും. അത്രേ ഉള്ളൂ ബൈബിളിനെ കുറിച്ചുള്ള അറിവ്. അങ്ങനെയാണ് നമ്മുടെ പള്ളിയിൽ ചെയ്തുകൊണ്ടിരിക്കവേ ഞാൻ പ്രാർത്ഥനയ്ക്ക് മുമ്പ് എനിക്ക് സന്തോഷമുണ്ട്. ഇപ്പം ഞാനും എൻ്റെ ഇളയ ബ്രദറും ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നാണ് ഇങ്ങനെ വീടുകളിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്നത്. അമ്മയും വരും, എൻ്റെ മൂത്ത ബ്രദർ വരത്തില്ല. ഞങ്ങൾ ഇളയവനും ഞാനും അമ്മയും ഒക്കെ പ്രാർത്ഥനയ്ക്ക് പോകും. അങ്ങനെ ഞാൻ അവിടെ ചെല്ലുമ്പം എൻ്റെ ബ്രദറിനോട് എന്നോട് അവർ പ്രാർത്ഥനയ്ക്ക് പാട്ട് പാടാൻ പറയും. അപ്പം ഞങ്ങളാണ് പ്രാർത്ഥനയ്ക്ക് പാട്ട് ലീഡ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ പാട്ട് പാടി ഞങ്ങൾക്ക് അതൊരു സന്തോഷമായോ. നമുക്ക് ഇങ്ങനെ ഒരു മിനിസ്ട്രി പോലെ ഉള്ള ഈ നമ്മുടെ വീട്ടിൽ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്ത പോലെ നമുക്ക് നമ്മുടെ പള്ളിയിൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനുള്ള അവസരം നമുക്കും കിട്ടിയല്ലോ എന്ന് ഞാനും അവനും കൂടെ ഒരുപാട് സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഫാദർ ഇങ്ങനെ എൻ്റെ മൂത്ത ബ്രദറിൻ്റെ ലെറ്റർ അയച്ചു. എന്നെക്കുറിച്ച്, അവള് വലുതായി വരികയാണ്, അവൾക്ക് കല്യാണം കഴിക്കണോ അതോ അമേരിക്കയിൽ വരുന്നോ എന്ന് നിങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്ത് ആലോചിച്ചിട്ട് എന്നെ അറിയിക്കണം അടുത്ത എഴുത്തിൽ, കാരണം പേപ്പർ അവർക്ക് വേണ്ടി ഫയൽ ചെയ്യാനാണെന്ന്. അപ്പൊ എന്നോട് എൻ്റെ ബ്രദർ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ അമ്മ എല്ലാരും കൂടെ ഞങ്ങൾ വൈകിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ ചോദിച്ചു, നിനക്കിപ്പം 17 വയസ്സൊക്കെ ആയില്ലേ, ഇനിയിപ്പം 2 കൊല്ലത്തിനകം കല്യാണമൊക്കെ നടത്തണം, അതുകൊണ്ട് നിനക്ക് കല്യാണം കഴിക്കണോ അതോ അമേരിക്കയിൽ പോകണോ എന്ന് ചോദിച്ചു. അപ്പൊ ആ ലെറ്റർ അയച്ചേക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് അമേരിക്കയിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് അവിടെ പോയാൽ മതി എന്ന്.
ഉടനെ പിന്നെ അടുത്ത ലെറ്ററിൽ എഴുതി അങ്ങനെ അവൾക്ക് അവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം ഞങ്ങളുടെ 3 പേർക്കും കൂടെ മറ്റേവർ 2 ആമ്പിള്ളേരാണ്. പിന്നെ എൻ്റെതാണ് അവർക്ക് അറിയേണ്ടത് എൻ്റെ ഐഡിയ എന്താണെന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അമേരിക്കയിൽ വരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ എൻ്റെ ഫാദർ ഫയൽ ചെയ്തു. ഫയൽ ചെയ്തു. ഞങ്ങൾ 21 വയസ്സിന് മുമ്പാണ് ഞങ്ങൾ 3 പേരും ഈ രാജ്യത്ത് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. ഞങ്ങൾ ഇവിടെ വന്നില്ല, പേപ്പർ ഫയൽ ചെയ്തു. അതിന്റെ ഇടയിൽ ഒരു 2 വർഷത്തോളം എടുത്തു ഞങ്ങൾക്ക് പേപ്പർ വർക്ക് എല്ലാം നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അതൊന്നും നമുക്കറിയത്തില്ല. അപ്പാണ് അതെല്ലാം ഇവിടെ ഇരുന്ന് ചെയ്യുന്നത്. ഞങ്ങൾ പള്ളിയിൽ പോകുന്നു, വരുന്നു, പ്രാർത്ഥിക്കുന്നു. സാറ്റർഡേ ആവുമ്പം പള്ളിയിലെ ഒരു അച്ഛനുണ്ട്. അച്ഛൻ അമേരിക്കയിലായിരുന്നു പണ്ട്. റാഫേൽ ഡിക്രൂസ് എന്ന് പറയും ആ അച്ഛൻ. അപ്പൊ അച്ഛന് പറയും, ഞാൻ അമേരിക്കയിൽ 10-40 വർഷം കൊണ്ടുണ്ടായിരുന്നു. അവിടുത്തെ ചർച്ചിലൊക്കെ കണ്ടില്ലേ, നമ്മള് പ്രാർത്ഥന നടത്തുമ്പോഴൊക്കെ അച്ഛൻ ബാക്കിൽ നിന്നും ഫ്രണ്ടിലോട്ടാണ് കയറി വരുന്നത്. പക്ഷെ ഞാൻ പുറകിൽ നിന്നും ബൈബിളും പിടിച്ച് ഞാൻ മുമ്പിലോട്ട് നടന്നു വരും. അപ്പം നിങ്ങൾ പാട്ട് പാടണം. അങ്ങനെയാണ് ഞാൻ ഫ്രണ്ടിൽ കൂടെ വന്ന് ഫ്രണ്ടിലൂടെ നടന്നു വന്നാണ് ഞാൻ ആൾട്ടറിൽ കയറുന്നതെന്ന് അച്ഛൻ പറഞ്ഞു. ഓക്കെ, ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യും. അപ്പൊ അച്ഛൻ പള്ളിയിൽ പൂജ ചെയ്യുന്ന ദിവസമൊക്കെ ഞങ്ങളാണ് പാട്ട് പാടുന്നത്, ഞാനും എൻ്റെ ബ്രദറും ഒക്കെ. അപ്പൊ ഞങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കവേ ഞങ്ങൾക്ക് പള്ളിയിൽ ഈ മീറ്റിങ്ങും ഗ്രൂപ്പ് മീറ്റിങ്ങും എല്ലാം കിട്ടിയപ്പം ഭയങ്കര സന്തോഷമായിരുന്നു. ഇവനും ഞാനും കൂടെ, അയ്യോ നമ്മളെന്തായാലും നമുക്ക് കിട്ടിയല്ലോ നല്ലൊരു ഇതല്ലേ, പ്രാർത്ഥിക്കാനും പള്ളിയിൽ അച്ഛനും വീട്ടിൽ വന്നു നമുക്ക് അതിന് വേണ്ടുന്ന എല്ലാ എൻകറേജ്മെന്റും തരുന്നു, നമുക്ക് നല്ല സന്തോഷമാണ്. അങ്ങനെ ഇരിക്കവെയാണ് ഒരു ദിവസം ഞാൻ സ്കൂളിൽ എവിടെ പോയിട്ട് വന്ന് വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീട്ടിന്റെ മേളിലെ വിൻഡോയിൽ കൂടെ 2 എൻവലപ്പ് ഒന്നിങ്ങനെ എൻ്റെ മുന്നിൽ വന്നങ്ങ് വീഴുന്നു. അപ്പം ഞാൻ ആ 2 എൻവലപ്പ് ചെന്ന് ഇങ്ങനെ എടുത്തപ്പം അതിനകത്ത് രണ്ടും മദ്രാസ് എംബസിയിൽ നിന്നുള്ള ലെറ്ററാണ്. അപ്പം ഞാനത് പൊട്ടിച്ചില്ല, കൊണ്ടുപോയി എൻ്റെ ഗ്രാൻഡ് മദർ ടീച്ചറായിരുന്നു മധുരയിൽ. അപ്പം ഞാൻ കൊണ്ടുപോയി കൊടുത്തത് എന്തുവാണെന്ന് അറിയത്തില്ല എന്ന്. അപ്പം പറഞ്ഞു, ഓ ഇത് മദ്രാസിൽ എംബസിയിൽ നിന്നാണല്ലോ വന്നേക്കുന്നത്. തുറന്നു നോക്കിയപ്പം എനിക്കും എൻ്റെ ഇളയ ബ്രദറിനും വീസ കോളാണ് അതിനകത്ത് കിടക്കുന്നത്. അപ്പോഴും ഞാൻ പറഞ്ഞു, അയ്യോ വീസ കോളാണ്. ഉടനെ അമേരിക്കയിൽ പപ്പായെ അറിയിച്ചു. മൂത്ത ബ്രദർ ഇവിടെ ആയിരുന്നു, പുള്ളിയെ അറിയിച്ചു. അപ്പൊ അപ്പ പറഞ്ഞു, അപ്പൊ പിള്ളേരെ തന്നെ 2 പേരും എങ്ങനെ 18-17 വയസ്സൊക്കെ പിള്ളേരും മദ്രാസിലൊക്കെ പോയി തന്നെ താമസിക്കുന്നത്, അങ്ങനെ നീ പോന്ന് പറഞ്ഞ് എൻ്റെ മൂത്ത ബ്രദറിനെ വിട്ടു. അങ്ങനെ പുള്ളി വന്നാണ് ഞങ്ങളെ മദ്രാസിൽ എംബസിയിൽ കൊണ്ടുപോയത്. അവിടെ കൊണ്ടുപോയി ഞങ്ങൾ അകത്തിരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം തോന്നി. എന്താന്ന് വെച്ചാൽ, ദൈവമേ, അമേരിക്കയിൽ നമ്മളിങ്ങനെ പോകുന്നു. നമ്മൾ അന്ന് അങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞു. പക്ഷെ ഇപ്പം നമുക്ക് പറഞ്ഞ് ഈ 2 വർഷത്തിനകം നമുക്ക് പ്രാർത്ഥനയും കൂട്ടായ്മയൊക്കെ ഒരുപാട് കിട്ടിയല്ലോ ഇവിടെ. നമുക്ക് കോട്ടേജ് മീറ്റിംഗ് ഉണ്ട്, പിന്നെ പള്ളിയിൽ നമുക്ക് പാടാനുള്ള ഇത് അച്ഛൻ ഇങ്ങനെ വീട്ടിൽ വന്നു നമുക്ക് പ്രാക്ടീസ് തരുന്നു. ഇതെല്ലാം നമ്മൾ ചെന്നു. ഇവിടെയൊക്കെ വീടുകളിൽ നമ്മൾ എല്ലാ ആഴ്ചകളിലും വീടുകളിൽ നമ്മൾ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. അമേരിക്കയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സായിപ്പന്മാരും മദാമ്മമാരും ഇവരുടെ അടുത്ത് നിന്ന് ഒരു ലാംഗ്വേജ് പോലും അറിയാത്ത നമ്മൾ ചെന്ന് എന്തുവാ നമ്മൾ ഇവരോട് ചെന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 2 എംബസിയിൽ കയറി ഇങ്ങനെ ഇരിക്കുക അകത്ത് വിളിക്കാൻ വേണ്ടി. ഇപ്പോഴും ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമേ ഞങ്ങളെ വിളിക്കരുതേ, കർത്താവെ ഞങ്ങൾക്ക് മിനിസ്ട്രി ഉള്ളതാ, ഞങ്ങളെ വിളിക്കല്ലേ, ഞങ്ങളുടെ പേര് വിളിക്കല്ലേ ദൈവമേ എന്ന് ഞാനും അവനും ഇങ്ങനെ ഈ പേപ്പറും കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ താഴ്ത്തി വെച്ചിട്ട് ഞങ്ങൾ കണ്ണടച്ചിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക. ദൈവമേ ഞങ്ങളെ വിളിക്കരുതേ, കർത്താവെ ഞങ്ങളെ വിളിക്കരുതേ, ഞങ്ങളെ വിളിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എൻ്റെ പേര് തോമസ് എലിസബത്ത് എന്നും പറഞ്ഞിങ്ങനെ പേര് മേളിൽ കൂടി ഇങ്ങനെ മൈക്കിൽ കൂടെ കേട്ടപ്പം ഞാൻ പറഞ്ഞു, അയ്യോ പേര് വിളിച്ച് നീയും കൂടെ വാ, നമുക്ക് ഒരുമിച്ച് ചെന്ന് പറയാം. നമ്മൾക്ക് ചിലപ്പോൾ ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ലല്ലോ, അതുകൊണ്ട് നമ്മളെ ഒന്നും ഇവിടെ വിടത്തില്ല, അതുകൊണ്ട് നമുക്ക് ചെല്ലാം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പം 2 മദാമ്മമാരും സായിപ്പന്മാരും അവിടെ ഇരിക്കുന്നു. അവർ ചോദിച്ചത്, നിങ്ങളുടെ ആരാ അവിടെ അമേരിക്കയിലുള്ളത് എന്ന് ചോദിച്ചപ്പം ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ഞങ്ങൾ പതറി പേടിച്ചൊക്കെ നിൽക്കുന്നു. അപ്പോഴവർ നോക്കിയിട്ട് പെട്ടെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു മലയാളം ട്രാൻസ്ലേറ്ററിനെ കൊണ്ടുവന്നപ്പോൾ അവർ വന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ ആരാ അമേരിക്കയിൽ? അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ഫാദറാണ് അമേരിക്കയിലുള്ളത് എന്ന് പറഞ്ഞു. ആ അപ്പം നിങ്ങളുടെ ഇതാരാ? അത് എൻ്റെ ഇളയ ബ്രദറാണ്. പേരെന്തുവാ? വിൻസെന്റ്. ഓ ഇളയ ബ്രദറാണെന്നല്ലേ, ഓക്കെ എന്ന് പറഞ്ഞ് അവരെന്തുകൊണ്ട് 2 പേരും ഇംഗ്ലീഷിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് ഒരു തുണ്ട് പേപ്പർ കയ്യിൽ തന്നപ്പോഴത്തേക്ക് ഞാൻ തന്നിട്ട് പറഞ്ഞു, വെളിയിൽ വന്നപ്പം സെക്യൂരിറ്റി പറഞ്ഞു, നോക്കിയിട്ട് പറഞ്ഞു,
പോയിട്ട് 4 മണിക്ക് വരാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ ഭയങ്കര സന്തോഷം. എടാ നമുക്ക് കിട്ടിയില്ല, ഏതായാലും നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു കേട്ടോ. നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടോ. നമുക്ക് വിസ കിട്ടിയില്ലല്ലോ, പലരുടെയും കയ്യിൽ പേപ്പർ ഇരിക്കുന്നുണ്ട്, നമ്മുടെ കയ്യിലില്ല, ഒരു തുണ്ട് പേപ്പറേ ഉള്ളൂ, നമുക്ക് പോവാം സന്തോഷമായിട്ട് എന്നും പറഞ്ഞ് ഞാനും അവനും കൂടി ഇങ്ങോട്ട് നടന്നു വന്നപ്പം മദ്രാസിൽ നിന്നൊരു പയ്യൻ അവിടെ ഇങ്ങനെ സൂട്ട് കേസും പിടിച്ച് ഇങ്ങനെ നിന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് വിസ കിട്ടിയോ എന്ന്. അപ്പോഴും ഞാൻ പറഞ്ഞു, ഓ ഇല്ല ഞങ്ങൾക്ക് കിട്ടിയില്ല. എന്താന്ന് വെച്ചു. അപ്പൊ അവർ പൈസ വാങ്ങിച്ചോന്ന് ചോദിച്ചു. ഞങ്ങളുടെ രണ്ടുപേരുടെയും കയ്യിൽ നിന്ന് 6000 വാങ്ങിച്ചിട്ട് അതിന്റെ റെസിപ്റ്റ് ആയി തന്നേന്ന് പറഞ്ഞു. അയ്യോ അത് നിങ്ങൾക്ക് ഞങ്ങൾ അല്ല, അവര് പറഞ്ഞു പോകാൻ പറഞ്ഞു ഞങ്ങളോട്. അപ്പൊ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് വൈകിട്ട് വരാൻ പറഞ്ഞോ. വൈകിട്ട് ഞങ്ങളുടെ അടുത്ത് വരാൻ പറഞ്ഞു, ചിലപ്പോൾ ആ പൈസയുടെ എന്തെങ്കിലും റെസിപ്റ്റ് തരാനായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അല്ലല്ലല്ല, പൈസ വാങ്ങിച്ചത് നിങ്ങൾക്ക് വിസ തരാൻ വേണ്ടിയിട്ടാണ് പൈസ മേടിച്ചത്. ഇത് അവ നമ്പറാണത്. ഈ നമ്പർ കൊടുക്കുമ്പോൾ ആ നമ്പർ വിസ പാക്കറ്റിലുണ്ട്, അതെടുത്ത് തരാനായിരുന്നു നിങ്ങളെ വിളിച്ചത്. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളുടെ എന്ത് ചെയ്യേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഓ ഇല്ല എനിക്ക് കിട്ടിയില്ല, എന്നോട് പറഞ്ഞു ഇനി 2-3 പേപ്പർ കൂടെ വേണം, അത് 3 മാസം കഴിഞ്ഞ് ഞങ്ങൾ ലെറ്റർ അയക്കും, അന്നേരം കൊണ്ടുവന്നാൽ മതിയെന്ന്. അപ്പൊ പിന്നെയും ഞങ്ങൾക്ക് വിഷമമായി. അയ്യോ അപ്പം നമുക്ക് വിസ കിട്ടുവോടാ, അപ്പം നമ്മുടെ പ്രാർത്ഥന എല്ലാം പോയല്ലോ, നമ്മുടെ കൂട്ടായ്മ എല്ലാം നഷ്ടപ്പെട്ടല്ലോ ഇനി എന്നും പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും വിഷമിച്ച് ഇങ്ങനെ നടന്നു വന്നു. 4 മണിയായപ്പോൾ ഞങ്ങൾ വീണ്ടും ഈ പേപ്പറും കൊണ്ട് അവിടെ ചെന്നപ്പം 2 മഞ്ഞ പേപ്പർ, എന്നിട്ട് അതിനകത്ത് ഡു നോട്ട് ഓപ്പൺ എന്ന് പറഞ്ഞ് എഴുതിയ 2 എൻവലപ്പ് എൻ്റെ കയ്യിൽ തന്നു. അത് എൻ്റെ ബ്രദറിൻ്റെ എൻ്റെയും കൂടെ എൻ്റെ കയ്യിൽ തന്നു. ഞങ്ങൾ ഇതും കൊണ്ട് റോഡിൽ വന്നു. മൂത്ത ബ്രദറുമായിട്ട് ഞങ്ങൾ തിരിച്ച് കൊല്ലത്തേക്ക് തന്നെ വീണ്ടും കൊല്ലത്ത് വീണ്ടും ട്രെയിൻ കയറി വീട്ടിൽ വന്നു. ഞങ്ങൾ അങ്ങനെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവമേ എന്താ ചെയ്യും, അവിടെ പോയാൽ നമുക്ക് പ്രാർത്ഥിക്കാനൊക്കത്തില്ല, അതിനുള്ളിൽ അവസരമൊന്നും കിട്ടില്ലല്ലോ കർത്താവെ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ചിരുന്നു. 1 മാസം കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് പോകാനുള്ള ഈ വിസ ഒത്തിരി നേരം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് തിരിച്ചു പോകണം, അമേരിക്കയിലേക്ക് വരണം. അപ്പം ഞങ്ങൾ പോയി. അവിടെ ഭയങ്കര തണുപ്പാണ്, ആ ഡ്രസ്സ് എടുക്കണമായിട്ട് നമുക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല. എപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ വല്ലാത്ത ഭാരം, ദൈവമേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ തണുപ്പ് രാജ്യമാണ്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും പ്രാർത്ഥിക്കാനൊക്കത്തില്ല, നമ്മുടെ എല്ലാം പോയി, മിനിസ്ട്രി എന്ന് പറയുന്നതും ദൈവകാര്യങ്ങളും എല്ലാം പോയി, ഇനി നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. ആ രീതിയിൽ ഞങ്ങളിവിടെ വന്നു. 3 മാസം കഴിഞ്ഞപ്പം വന്നു. 3 മാസം കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഗ്രീൻ കാർഡ് കിട്ടിക്കഴിഞ്ഞ ഉടനെ എൻ്റെ ഫാദർ പറഞ്ഞു, മോളെ വീട്ടിലാരും ഇല്ലല്ലോ, അമ്മയും ഗ്രാൻഡ് മദറും മാത്രമേ ഉള്ളൂ, ഇപ്പം നിങ്ങളെല്ലാവരും ഇങ്ങ് വന്നല്ലോ, അപ്പം മോളൊരു കാര്യം ചെയ്യും, ഗ്രീൻ കാർഡ് കിട്ടിയിട്ട് മോള് തിരിച്ച് വീട്ടിൽ പോകും, എന്നിട്ട് അടുത്ത വർഷം തിരിച്ച് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം എനിക്കും വിഷമം, അമ്മയുടെ അമ്മയല്ലേ ഉള്ളൂ നാട്ടില്, അപ്പം ഇളയ ബ്രദർ ഇങ്ങ് പോന്നു. അപ്പം ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. 3 മാസം കഴിഞ്ഞ് എന്നെ പ്ലെയിൻ കയറ്റി വിട്ടു. ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നു. അങ്ങനെ ഒരു 4 പ്രാവശ്യം പോയി വന്നപ്പോൾ തന്നെ 10-24 വയസ്സായി. ഇങ്ങനെ ഓരോ വർഷവും 6 മാസവും പോവുക, 3 മാസം നിൽക്കുക, പിന്നെ തിരിച്ച് നാട്ടിൽ പോവുക, അങ്ങനെ ഒരു 4-5 പ്രാവശ്യം ഞാനിങ്ങനെ വന്നപ്പോൾ ഒരു ദിവസം വീട്ടിൽ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിൻ്റെ ഗേറ്റിൽ ആരാണ്ട് മുട്ടുന്നു ഇങ്ങനെ. അപ്പം ഞാനിങ്ങനെ അമ്മയും ഞാനും അമ്മയുടെ അമ്മയും ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാനിങ്ങനെ കഴിച്ചോണ്ടിരുന്ന കൂട്ടത്തിൽ ചെന്ന് ഡോർ ഇങ്ങനെ തുറന്നു നോക്കിയപ്പം ഒരു കാറ് വന്ന് നിൽക്കുന്നു. എൻ്റെ ഫാദറും ബ്രദറും കൂടെ ഇങ്ങനെ വരുക. അവർ വന്ന് സൂട്ട് കേസ് എല്ലാം എടുത്തെടുത്ത് ഇങ്ങോട്ട് താഴോട്ട് ഇങ്ങനെ വെക്കുന്നു. ഞാൻ പെട്ടെന്ന് ഓടിച്ചു, അമ്മ അപ്പ വന്നു, അപ്പായും രാജനും വന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ കിടന്നു. പെട്ടെന്ന് ചോറെല്ലാം അവിടെ ഇട്ടിട്ട് ഓടി ചെന്ന് ഇവരെ ഇൻവൈറ്റ് ചെയ്ത് വീട്ടിലോട്ട് കൊണ്ടുവന്നു. ഒരു ഉച്ചയ്ക്കെല്ലാം ഫുഡെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പം എൻ്റെ ഫാദറും എൻ്റെ ബ്രദറും കൂടെ പറഞ്ഞു, നാളെ നിന്നെ കാണാൻ ഇവിടെ ഒരു ചെറുക്കൻ വരുന്നുണ്ടെന്ന്, അത് നിന്റെ കല്യാണം നടത്താനാണ് ഞങ്ങൾ രണ്ടുപേരും ഇപ്പം വന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ കല്യാണമൊന്നും ഇപ്പം എനിക്കിപ്പോൾ ഒന്നും വേണ്ട, ഒന്നും നടത്താൻ പറ്റത്തില്ല, എനിക്ക് അങ്ങനെ ഒന്നും. അതാരാ, നീയാണോ തീരുമാനിക്കുന്നത്, നിന്റെ കാര്യമൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഇവർക്ക് രണ്ടുപേരും കൂടെ കടയിൽ പോയി എവിടെയോ പോയൊരു ഫോൺ ചെയ്തു അവരുടെ വീട്ടിലേക്ക്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആ പയ്യനും അവരുടെ വീട്ടുകാരും ഒക്കെ ആയിട്ട് എന്നെ കാണാൻ വന്നു. അങ്ങനെ വീട്ടിൽ വന്നപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പ്രിപ്പയർ അല്ല, ഞാൻ ഓരോ കാര്യങ്ങളും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് എൻ്റെ മനസ്സിൽ ഉണ്ട്. ഇങ്ങനെ ഒരു കല്യാണത്തിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാ. കാരണം പേടി ഒന്ന് മാത്രമാണ്, ഞാൻ അറിഞ്ഞ ദൈവത്തെയും എനിക്ക് ഇപ്പം ഉള്ള സമാധാനവും സന്തോഷവും അതിലൂടെ എനിക്ക് കിട്ടത്തില്ല എന്നുള്ള ഉറപ്പ് എനിക്ക് എന്തോ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ഭാരം അങ്ങനെ ഉണ്ടായിരുന്നു, അതിൽ നിന്നും കിട്ടത്തില്ല എന്നുള്ളത്.
അപ്പൊ എനിക്ക് കല്യാണത്തോട് ഭയങ്കര പേടിയായിരുന്നു. വേണ്ട എന്നിനി അത് തന്നെ വേണ്ട എന്നായിരുന്നു. അങ്ങനെ എൻ്റെ ബ്രദർ പറഞ്ഞു, ഒരു കാര്യം ചെയ്, നീ ഇപ്പം കെട്ടിയില്ല എങ്കിൽ ഞാൻ കല്യാണം കഴിക്കാൻ പോകും. ഞാൻ പറഞ്ഞു, കല്യാണം കഴിച്ചോ, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അന്ന് മുതൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവ്, ഞാൻ എന്നെ കണ്ടുമുട്ടിയ യേശു കർത്താവിനെ സ്വീകരിക്കുന്ന ഒരാള് ആണെങ്കിൽ ദൈവം ആ കല്യാണത്തിന് എനിക്ക് മനസ്സ് തരണം, അല്ലെങ്കിൽ എനിക്ക് തരരുത്, മനസ്സ് തരരുത് എന്ന് ഞാൻ ദൈവത്തോട് രാത്രി 2 മണി 3 മണി സമയങ്ങളിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും. കാരണം വീട്ടിലങ്ങ് ആകെ അങ്ങ് അസമാധാനമാണ്. വീട്ടിൽ സമാധാനമില്ല. വീട്ടിൽ ഏത് സമയം നോക്കിയാലും വീട്ടിൽ പ്രശ്നമാണ്. നീ ആരെങ്കിലും കല്യാണം കഴിക്കുന്നെങ്കിൽ പറ, ഞങ്ങൾ കെട്ടിച്ചു തരാം, അത് നടത്തണം, ഇപ്പം വയസ്സെത്രയായി, അതുകൊണ്ട് ഇപ്പൊ പറ്റത്തില്ല, ഇപ്പൊ നടത്തിയേ പറ്റുള്ളൂ, ഇങ്ങനെയൊക്കെയുള്ള നിർബന്ധങ്ങൾ വീട്ടിലുണ്ടായി തുടങ്ങി. അപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഇവര് നിർബന്ധിക്കും തോറും എനിക്ക് അകൽച്ചയും ഭയവും എൻ്റെ ഹൃദയത്തിൽ പേടിയും ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഇല്ല ഇല്ല. അപ്പം എൻ്റെ മൂത്ത ബ്രദർ, ഒരു കാര്യം ചെയ്യും, ഇനി നിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടത്തില്ല, ഞാൻ കല്യാണം കഴിക്കാൻ പോവാം. അങ്ങനെ പുള്ളി പോയി, അതേ വരവിൽ തന്നെ പോയി പുള്ളിയുടെ എൻഗേജ്മെന്റ് നടത്തി. അങ്ങനെ എൻഗേജ്മെന്റ് നടത്തിയിട്ട് എനിക്ക് സന്തോഷമായിരുന്നു. അപ്പം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവെ, ഒരു കാര്യമുണ്ട്, ദൈവമേ, ഇനി എൻ്റെ മാതാപിതാക്കൾ ഇങ്ങനെ വിഷമിക്കരുത്, ഞാൻ മുഖേന അവർക്കൊരു വിഷമം ഉണ്ടാവരുത്. ഇനിയിപ്പം ഞാൻ അമേരിക്കയിൽ പോയാൽ ഇനി ഒരിക്കലും ഞാൻ കേരളത്തിലോട്ട് തിരിച്ചു വരത്തില്ല, കേരളത്തിലേക്ക് ഞാൻ ഇനി വരികയില്ല. ഞാൻ അവിടെ പോയി ഏതെങ്കിലും ബാച്ചിലേഴ്സിന്റെ കൂടെ പോയി താമസിച്ച് ഒരു ജോലി ചെയ്ത് മരിക്കുന്നത് വരെ, കർത്താവ് എനിക്കതല്ല എങ്കിൽ ദൈവത്തെ വിളിച്ച് എനിക്ക് ജീവിക്കുക, എനിക്കത് മാത്രം മതി എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരുപാട് ആലോചനകൾ വന്നു. ഒന്നും എൻ്റെ മനസ്സിൽ ചേരുന്നില്ല. അപ്പോഴ് ശരിയാകത്തില്ല എന്ന് കണ്ടപ്പോൾ എൻ്റെ വീട്ടുകാർക്കെല്ലാം തോന്നി എനിക്ക് ആരോ ഉണ്ട് പ്രൈവറ്റിൽ, ഞാൻ എന്തോ ആരെയോ വെച്ചിട്ടുണ്ട്, കണ്ടു വെച്ചിട്ടുണ്ട്, അതായിരിക്കും. അപ്പൊ എന്നെ എല്ലാവരും കൂടെ വട്ടത്തിൽ പിടിച്ചിരുത്തി, നീ പറ, ആരാ, ഞങ്ങൾ നടത്തി തരാം, നടത്തി തരാം. ഞാൻ പറഞ്ഞു, എനിക്ക് ആരുമില്ല, ആരെയും ഞാൻ നോക്കി വെച്ചിട്ടില്ല, ഒരു മനുഷ്യരെ നോക്കിയിട്ടില്ല. പക്ഷെ ദൈവം എനിക്ക് ആരെ കാണിച്ചിരുന്നു, അതേ ഉള്ളൂ. അപ്പോഴ്, ഓ, നീ ഈ ദൈവത്തെ വിട്, നീ ഈ ദൈവം ദൈവം എന്ന് പറഞ്ഞിട്ട് നടക്കാതെ, എല്ലാവർക്കും ഉണ്ട് ദൈവം, അതുകൊണ്ട് നീ ഇതിനകത്തൊന്നും അല്ല ദൈവത്തെ വിളിച്ചിടുന്നത്. അപ്പോഴും ഞാൻ പറഞ്ഞൊരു ശരി, ഒരു കാര്യം ചെയ്യും, എനിക്ക് വേണ്ട, കല്യാണം വേണ്ട, ഞാനങ്ങ് പോവുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പപ്പ, അപ്പൊ മൂത്ത ബ്രദർ പറഞ്ഞു, അപ്പ ഒരു കാര്യം ചെയ്യും, ഇവളുടെ കല്യാണം നടത്തിയിട്ട് വന്നാൽ മതി, അല്ലാതെ വരണ്ടാന്ന് പറഞ്ഞിട്ട് പുള്ളി അമേരിക്കയിലോട്ടേക്ക് വന്നു. വന്നിട്ട് എൻ്റെ ഫാദർ നാട്ടിൽ നിൽക്കുക. അങ്ങനെ നിന്നപ്പോൾ എൻ്റെ ഗ്രീൻ കാർഡ് പിന്നെ ഡേറ്റ് തീരാറായി, 9 മാസമായി. കാരണം അടുത്തതിന് ഞാൻ ഇവിടെ വന്നില്ലെങ്കിൽ എൻ്റെ ഗ്രീൻ കാർഡ് ക്യാൻസലായി. അപ്പൊ എൻ്റെ സമയമായപ്പോഴത്തേക്ക് ഞാൻ തിരിച്ച് അമേരിക്കയിലോട്ട് വരാനായിട്ട് നിന്നപ്പം അപ്പ എന്നെ എയർപോർട്ടിൽ കൊണ്ടുവന്ന് വിട്ടു. വിട്ടപ്പോൾ അവിടെ ഒരു മലയാളി ഫാമിലി ഉണ്ടായിരുന്നു. ആ മലയാളി ഫാമിലി എടുത്ത് പറഞ്ഞു, എൻ്റെ മോള് തന്നെ ഉള്ളൂ, അവിടെ ന്യൂയോർക്കിലേക്ക് പോവുക, അപ്പം അവളെയും കൂടെ ഒന്ന് നോക്കി ശ്രദ്ധിച്ചോണേ എന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല പപ്പ, നിങ്ങൾ ന്യൂയോർക്കിലാണോ, ഞങ്ങളും അതെ എന്ന് പറഞ്ഞ് അവർ തമ്മിൽ അവിടെ വെച്ച് പരിചയപ്പെട്ടു. എയർപോർട്ടിൽ വെച്ച് പരിചയപ്പെട്ട ആ ഫാമിലി. അങ്ങനെ പരിചയപ്പെട്ടിട്ട് എന്നെ ന്യൂയോർക്കിൽ, ഞങ്ങൾ ഇവിടെ വന്ന് ന്യൂയോർക്കിൽ വന്നപ്പോൾ ഫ്ലൈറ്റ് ഇവിടെ അന്ന് സ്നോ ആയിരുന്നത് കൊണ്ട് ഇവിടെ 26 ഇഞ്ച് സ്നോ പെയ്തു. അതുകൊണ്ട് ഇവിടെ JFK ഫ്ലൈറ്റ് ഇറങ്ങിയില്ല. ഒരു 45 മിനിറ്റ് ആകാശത്ത് കറങ്ങിയിട്ട് അത് പിന്നെ നേരെ കാനഡ ടൊറാൻഡോയിലേക്ക് ആ ഫ്ലൈറ്റ് പോയി. അവിടെ ചെന്നിട്ട് അവിടെ ഞങ്ങൾ പിന്നെ ആ ഹോൾ നൈറ്റ് അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസമാണ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. പിറ്റേന്ന് ഉച്ചയ്ക്കായിരുന്നു. അന്നേരം അവരെല്ലാരും ഒത്തിരി ആ ഫാമിലി എല്ലാം എനിക്ക് പരിചയമായി. ഞാൻ അവരെ കണ്ടിട്ടൊന്നുമില്ല. അങ്ങനെ പരിചയമായി. അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് തിരിച്ച് പിറ്റേ ദിവസം ഇവിടെ എയർപോർട്ടിൽ ന്യൂയോർക്കിൽ വന്നു അവര് എൻ്റെ ബ്രദർ എന്നെ പിക്ക് ചെയ്യാനായിട്ട് വന്നു. എയർപോർട്ടിൽ വന്ന് അവര് തമ്മിൽ സംസാരിച്ചു, പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് അവര് പിറ്റേ ദിവസം ഇവര് രണ്ട് ഫാമിലിയും കൂടെ സംസാരിച്ചിട്ട് പറഞ്ഞു, എന്നെ അവർക്ക് ഒരു മകനുണ്ട്, ഒരു സിസ്റ്ററിന്റെ അല്ല, ഒരു അകന്ന ബന്ധുവിന്റെ ബന്ധു ഉണ്ട്, അപ്പൊ അവർക്ക് കല്യാണം ആലോചിക്കാമെന്ന് പറഞ്ഞു. ആലോചിക്കാനായിട്ട് ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, വരട്ടെ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, വരാൻ പറഞ്ഞു. അങ്ങനെ അവര് വന്നു, എന്നെ കണ്ടു, സംസാരിച്ചു. എന്നെ അല്ലെങ്കിലും ഫ്ലൈറ്റിൽ വെച്ച് കണ്ടതാണ് എല്ലാരും. അങ്ങനെ പരിചയപ്പെട്ടു. അവരെല്ലാരും തമ്മിൽ സംസാരിക്കുകയും എല്ലാം ചെയ്തിട്ട് പോയി കഴിഞ്ഞു.
അപ്പോഴെൻ്റെ മനസ്സിൽ പറഞ്ഞു, ഇത് തന്നെ, ഈ കല്യാണം തന്നെ നീ നടത്ത്, ഇത് തന്നെ നീ സെറ്റ് ചെയ്യ്, ഇത് തന്നെ സെറ്റ് ചെയ്യുന്നു. ആ സമയത്ത് ഹസ്ബൻഡ് ഡൽഹിയിലാണ്. അവരുടെ ഫാമിലി എല്ലാവരും, അമ്മയും സഹോദരങ്ങളും എല്ലായിട്ട് ഡൽഹിയിലാണ്. ഒരു ഫോട്ടോ പോലും ഞാൻ കണ്ടിട്ടില്ല, എന്നെയും അവർ കണ്ടിട്ടില്ല, ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ കണ്ടിട്ടില്ല. അപ്പം ഞങ്ങളിങ്ങനെ അവരൊന്ന് സംസാരിച്ചിട്ട് പോയി കഴിഞ്ഞപ്പം പിന്നീടാണ് പറഞ്ഞത്, ആ, വന്ന ആ ഫാമിലി എൻ്റെ കൂടെ ഫ്ലൈറ്റിലുണ്ടായിരുന്നവരുടെ സിസ്റ്ററിൻ്റെ മകനാണ് എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ അവർക്കായിരുന്നു. അപ്പോൾ ആദ്യം അത് പറഞ്ഞില്ലായിരുന്നു, ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ റിലേറ്റീവ്സ് ആണ് എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ രണ്ടാമത്തെ പെങ്ങളുടെ മകനാണ് ആലോചിച്ചത് എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, അപ്പം എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഇത് തന്നെ അങ്ങ് നടത്തുന്നു. അപ്പോൾ കൂടുതൽ ഈ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തു വന്നപ്പോൾ ഉണ്ട്, ഇവര് ജ്ഞാനായ കാത്തലിക്കാണ്, 7 വർഷം സെമിനാരിയിൽ അച്ഛനാവാൻ പഠിച്ചതാണ്. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പം എൻ്റെ മനസ്സിൽ ഒരിക്കലും പിന്നോക്കം പോകരുത്. ദൈവത്തിൻ്റെ ശക്തി എപ്പോഴും എൻ്റെ, അയ്യോ, അച്ഛനാവാൻ നിന്നതല്ലേ, 7 വർഷം സെമിനാരിയിൽ ജ്ഞാനായക്കാരാണ്, ഒരുപാട് ആൾക്കാരൊക്കെ ഉള്ളതാണല്ലോ എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞു, ഏത് സമുദായവും എന്തിനേക്കാളും വലുതല്ലേ നിന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന എൻ്റെ ആത്മാവിനെ, അതിനെക്കാട്ടി വലുത്, വലിയ ശക്തി ഈ ഭൂമിയിൽ വല്ലതിനുമുണ്ടോ? അപ്പൊ നീ ധൈര്യത്തോട് മുന്നോട്ട് പോകാമെന്ന്. അങ്ങനെ എൻ്റെ ഫാദറും നാട്ടിലായിരുന്നു. ഫാദറും വിളിച്ചിട്ട് ചോദിച്ചു, ഇതിന് നീ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ്, യാ, ഞാൻ പറഞ്ഞു, ഇത് എനിക്ക് താല്പര്യമുണ്ട്, എനിക്ക് താല്പര്യമുണ്ട്. അപ്പോഴെല്ലാരും പറഞ്ഞു, ഓ, നീ കണ്ടിട്ട് പോലും ഇല്ല, കണ്ടവരെ 100 കുറ്റം പറയുന്ന ആളല്ലോ, അയ്യോ, എനിക്ക് പൊക്കം കുറവ്, അവർക്ക് പൊക്കം കൂടുതൽ, ഇതൊക്കെ നീ ഒത്തിരി അഭിപ്രായങ്ങൾ പറയുന്ന ആളാണല്ലോ, പക്ഷെ നീ ഇത് കണ്ടിട്ടില്ലാത്ത ഒരാളെ നീ ഇപ്പം ഇങ്ങനെ അത് പറയാനായിട്ട്. അപ്പൊ അത് ദൈവത്തോട് ഞാൻ രഹസ്യമായിട്ട് പ്രാർത്ഥിക്കായിരുന്നു. വീട്ടുകാരുടെ വിഷമമൊക്കെ എനിക്ക് എന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. അപ്പൻ്റെയൊക്കെ കഷ്ടമാണല്ലോ, ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വളർത്തിയ ഒരു മനുഷ്യനെ ദുഃഖിക്കുന്ന കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം. എന്നാൽ എൻ്റെ കാര്യമല്ലേ, ഞാനല്ലേ ജീവിക്കുന്നത്. അത് മറു സൈഡിൽ എന്നെ 2 സൈഡിലും വിഷമം ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ ദൈവത്തോട്, കർത്താവെ, ദൈവഹിതമെങ്കിൽ, ദൈവത്തിന് ഇഷ്ടമുള്ളതാണെങ്കിൽ അത് ചെയ്തു തരണം. അപ്പം ദൈവം എൻ്റെ ഹൃദയത്തിൽ, ഇത് നീ സമ്മതിക്കുന്നു പറഞ്ഞു, ഇതാണ് നീ സമ്മതിക്കുന്നത്. അപ്പൊ അച്ഛനാവാൻ പോകുന്ന 7 വർഷം നിന്നെന്നൊക്കെ കേട്ടപ്പോ എനിക്കൊരു, എൻ്റെ ഒരു മനുഷ്യന്റെ രീതിയിലുള്ള ഭയം എന്നെ ഉണ്ടായിരുന്നെങ്കിലും പരിശുദ്ധാത്മാവ് ശക്തിയോടെ എന്നെ മുന്നോട്ട് നയിച്ചു. അത് തന്നെ നീ റെഡിയാക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് മതി, അങ്ങനെയാണെങ്കിൽ അവരുടെ വീട്ടുകാരോട് അവൾക്ക് താല്പര്യമാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, അവളെ പ്ലെയിൻ കയറ്റി അങ്ങ് വിട്ടേരെ, അവരെ ഞാൻ പറഞ്ഞോളാം, ഡൽഹിയിൽ നിന്നും അവര് കോട്ടയത്ത് വന്നിട്ട് അവിടുന്ന് കൊല്ലത്ത് വന്ന് അവളെ കണ്ട് അവർ തമ്മിൽ കാണട്ടെ എന്ന് പറഞ്ഞു. കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ പിറ്റേ ദിവസം തന്നെ പ്ലെയിൻ കയറ്റി നാട്ടിൽ വിട്ടു. ഞാൻ പിറ്റേ ദിവസം വീട്ടിലെത്തി. അവരും അവിടുന്ന് കോട്ടയത്ത് വന്നിട്ട് പിറ്റേ ദിവസം തിങ്കളാഴ്ച അവര് ഒരു 2 കാറിൽ അവരുടെ ഫാമിലി, അടുത്ത ഫാമിലീസ് എല്ലാവരും കൂടെ എന്നെ കാണാൻ അവിടെ വീട്ടിൽ വന്നു. ഞങ്ങളുടെ വീട്ടിൽ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ, ഞങ്ങൾ മാത്രമല്ല, എൻ്റെ ഫാദറും ഉണ്ട്. അപ്പം ഞങ്ങൾ ഇത്രയും പേരും ഉണ്ട്. നോക്കി നിന്നിട്ട് സംസാരിച്ചിട്ട് പോയി. അവർ സംസാരിച്ചിട്ട് പോയിട്ട് തിരിച്ച് വന്നു പറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ പള്ളിയിലെ അച്ഛനോട് പറഞ്ഞിട്ട് കല്യാണം പെട്ടെന്ന് നടത്താവല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനോട് പോയി ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, സാധാരണ 3 ആഴ്ച ഈ കല്യാണം കഴിക്കാൻ പോകുന്നവർക്ക് ഒരു ക്ലാസ് ഉണ്ട്, അത് എടുത്തതിന് ശേഷമേ ഉള്ളൂ. പക്ഷേ എലിസബത്ത് പള്ളിയിൽ പാട്ടൊക്കെ പാടുന്നത് കൊണ്ട് അവൾക്ക് ആ ക്ലാസ്സിന്റെ ആവശ്യമില്ല. പിന്നെ ബെന്നിയെ സംബന്ധിച്ച് പുള്ളിക്ക് പിന്നെ അച്ഛനാവാൻ നിന്നതുകൊണ്ട് ആ ക്ലാസ്സിന്റെ ആവശ്യമില്ല, കല്യാണം നിങ്ങൾക്ക് എപ്പം വേണേലും നടത്താമെന്ന് പറഞ്ഞു അച്ഛൻ. അങ്ങനെ ഒരു പെർമിഷൻ ഞങ്ങൾക്ക് തന്നുടനെ ഇവർ പറഞ്ഞു, ഇവർക്ക് തിരിച്ച് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഡൽഹിക്ക് തിരിച്ചു പോകണം, ഒരാഴ്ചത്തെ അവധി എടുത്താൽ വന്നേ, കല്യാണം ഈ ആഴ്ചയിൽ നടത്തണം. തിങ്കളാഴ്ച വന്ന് കണ്ടു, ഞായറാഴ്ച കല്യാണം, 5 ദിവസത്തിനകം കല്യാണം നടന്നു. അങ്ങനെ കല്യാണം നടന്നു. അപ്പോഴും കല്യാണത്തിന്റെ പ്രിപ്പറേഷൻ എല്ലാം ആ സമയത്ത് ഞാൻ അമേരിക്കയിൽ നിന്ന് നാട്ടിൽ ചെന്നപ്പം എൻ്റെ വോയിസ് ഒന്നും പുറത്തു വരത്തില്ലായിരുന്നു. അങ്ങനത്തെ വെള്ളത്തിൽ കുളിച്ച് വെള്ളം മാറി നാട്ടിൽ ഈ എണ്ണയൊക്കെ ഇട്ട് ഞാൻ ചെന്ന ഉടനെ എണ്ണ ഇട്ട് കുളിച്ചപ്പം എൻ്റെ സൗണ്ടൊക്കെ ഒരുമാതിരി അടഞ്ഞുപോയി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവർ വന്ന് കണ്ടപ്പോഴത്തേക്ക് ഒന്നും ഞാൻ സംസാരിക്കത്തില്ലായിരുന്നു. അപ്പൊ എനിക്ക് ഈ വെറും ആക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
ഒന്നും ഒട്ടും സൗണ്ട് വരത്തില്ലായിരുന്നു. അങ്ങനെ നിന്നപ്പം അവർ പറഞ്ഞു, "അയ്യോ, ഈ പെണ്ണ് സംസാരിക്കത്തൊന്നുമില്ലേ?" അപ്പം ഇവരിവിടെ വിളിച്ചു ചോദിച്ചപ്പോൾ അവരുടെ അങ്കിള് പറഞ്ഞ്, അവരുടെ വീട്ടുകാരൊക്കെ പറഞ്ഞ്, "എടാ, അവളവിടെ ഇവിടെ ക്രിസ്മസ് ഒക്കെ വരുമ്പം ഞങ്ങളുടെ അവിടെയൊക്കെ വന്നിരുന്നു പാട്ടൊക്കെ പാടുന്നത്, അവൾക്ക് കോൾഡിൻ്റെതാന്ന് അടഞ്ഞു പോയതാ, അല്ല കുഴപ്പമൊന്നുമില്ല, വർത്തമാനം പറയാത്തൊന്നുമല്ല" എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞാൻ ഡോക്ടറെ പോയി കണ്ടു. കാരണം ഇവർക്ക് പെട്ടെന്ന് കല്യാണം നടത്തണമെന്ന് പറഞ്ഞ് പോയി കണ്ടു. ആൻറ്റിബയോട്ടിക് തന്നു. അത് കഴിച്ച് ഞായറാഴ്ച കല്യാണം നടന്നു. പിന്നെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവെ, എങ്ങനെയാണ് എൻ്റെ കർത്താവിനെ, ഈ വ്യക്തിയെ ഞാൻ അറിയിക്കേണ്ടത് എങ്ങനെയാണ്? അത് ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. രഹസ്യമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അയ്യോ, അച്ഛനാവാൻ പോയി നിന്ന് ഈ മനുഷ്യനോടൊക്കെ ചെന്ന് എങ്ങനെ നമ്മൾ എന്തോ പറയുന്നത്? അവർ നമ്മളെക്കാട്ടി കൂടുതൽ കത്തോലിക്ക, ഞങ്ങൾ പള്ളിയിലുള്ളവരെക്കാട്ടി കൂടുതൽ ഈ അച്ഛനാവാൻ നിന്നവർക്ക് എല്ലാം അറിയാമല്ലോ, എന്തു പറയണം എന്നിങ്ങനെ ഞാൻ ദൈവത്തോട് രഹസ്യമായിട്ട് ഞങ്ങളിങ്ങനെ വല്ലയിടത്തുമൊക്കെ ഈ വീട്ടിൽ വിരുന്നിന് പോയി ഇരിക്കുമ്പോഴെല്ലാം കഴിച്ചോണ്ടിരിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ എന്തുവാ, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എന്തോ പറയേണ്ടത്, എങ്ങനെ ഇത് വർക്കൗട്ട് ആവുമോ, എങ്ങനെയാണ് എന്നുള്ളത് ഇങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ദൈവം ഉം, ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കർത്താവ് എനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞ് കോട്ടയത്ത് പോയി അവരുടെ റിലേറ്റീവ്സിന്റെ വീട്ടിലെല്ലാം വിരുന്നിന് പോയി. 2 ആഴ്ച അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീക്കിൽ ഞാൻ പറഞ്ഞു, അവിടുത്തെ എല്ലാം ഒന്ന് കവറായി, ഇനി നമുക്ക് കൊല്ലത്ത് ഞങ്ങളുടെ അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ കൊല്ലത്ത് വീട്ടിൽ വന്നു. മെയിൻ ആയിട്ടുള്ള 2 വീട്ടിലാണ് ഞങ്ങൾ കൊല്ലത്ത് വന്നിട്ട് വിസിറ്റ് ചെയ്തത്, വിരുന്നിന് പോയത്. പോയിട്ട് പിറ്റേ ദിവസം എല്ലാ ദിവസവും ഞാൻ വൈകുന്നേരം ആകുമ്പോൾ കൊല്ലത്ത് ബീച്ചുണ്ട്, നല്ല ബീച്ചാ, കടപ്പുറം കൊല്ലം ബീച്ച്. അപ്പൊ എല്ലാ ദിവസവും ഞാൻ എന്ത് ചെയ്യും, ഓട്ടോറിക്ഷ വിളിച്ചിട്ട് നമുക്ക് ബീച്ചിൽ പോകാന്ന് പറഞ്ഞ് കൊല്ലത്ത് ബീച്ചിൽ പോകും. അപ്പൊ ആൾക്കാരിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കുക നമ്മള്. അപ്പൊ ഇവര് കൊല്ലത്ത് വന്നിട്ട് ഇവരെ കാണുന്നില്ലല്ലോ, അവര് ബിസിയാന്ന് വീട്ടിലുള്ളവർ പറഞ്ഞു. അപ്പം ഞാൻ എന്ത്, ഇല്ല, ആൾക്കാർ വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിങ്ങളെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വീട്ടിൽ തിരക്കാകുമ്പോൾ നമുക്ക് ഈ ഒരു കാര്യം ഈ വന്ന ചൂടിലെ നമ്മൾ മെൻഷൻ ചെയ്തില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല എന്നുള്ള ഒരു 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 പേടി എൻ്റെ മനസ്സിൽ. അങ്ങനെ കൊല്ലത്ത് ബീച്ചിൽ ഞങ്ങൾ ഓട്ടോറിക്ഷ വിളിച്ച് നേരെ കൊല്ലത്ത് ബീച്ചിലങ്ങ് പോകും. അവിടെ പോയി ഇരുന്നിട്ട് ഞാൻ പറയും, ഈ ഈ ഈ കടലിന്റെ മുകളിൽ കൂടെ അല്ലേ യേശു നടന്നതല്ലേ, എന്തോ ഇതാ, നമ്മൾ ബൈബിളിലൊക്കെ വായിച്ചിട്ടില്ലേ, നിങ്ങൾ അച്ഛനാ പഠിക്കുമ്പോൾ അതൊന്നും പഠിച്ചിട്ടുണ്ടോ, എന്തോ ഇതാ, ഈ ഇത്രയും തിര വരുന്ന കണ്ടോ, യേശു ഇതിന്റെ മേളിൽ, നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ എങ്ങനെ മുങ്ങിപ്പോയേനെ അല്ലേ. ശരിയാ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും കർത്താവിനെ കുറിച്ച് ഇങ്ങനെ കടപ്പുറത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മള് കല്യാണം കഴിച്ചു, ദൈവത്തിന്റെ ഒരു വലിയൊരു പ്ലാൻ ആയിരുന്നു ഇത്. നമ്മൾ തമ്മിൽ രണ്ടുപേരും കണ്ടിട്ടില്ല, പക്ഷെ ദൈവിക പദ്ധതി അതിനകത്ത് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ദൈവം നമ്മളെ യോജിപ്പിച്ചത്. അതുകൊണ്ട് ഞങ്ങള് കത്തോലിക്ക ഇതിൽ നിന്ന് വന്നെങ്കിലും ഞാൻ ഫോളോ ചെയ്യുന്നത് ബൈബിളാണ്, ഞാൻ ഒബേ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലെല്ലാവരും കത്തോലിക്കരാണ്, പള്ളിയിൽ പോകുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷെ എൻ്റെ കയ്യിലൊരു ബൈബിളുണ്ട്. ഞാൻ അതാണ് അനുസരിച്ച് ജീവിക്കുന്നത്, ഫോളോ ചെയ്യുന്നത്. അത് എന്നെ കല്യാണം കഴിക്കുന്ന ആരായിരുന്നാലും അവരതിനെ ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ്, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചാണ് ദൈവം ഈ കല്യാണം നടത്താൻ ദൈവം കൃപ ചെയ്തത്. അതുകൊണ്ട് ഇതിൽ മെയിൻ എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ രക്ഷിതാവായിട്ട് സ്വീകരിക്കണം. അപ്പം അതല്ല, നമ്മൾ ക്രിസ്ത്യാനികളാണല്ലോ എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു. കാരണം ഈ അച്ഛൻ്റെ രീതിയിലുള്ള ഇതിൽ സംസാരിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു, നമ്മൾ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ ഒരുപാട് പേര് നമ്മളെ വന്ന് പെണ്ണ് കാണാനും അല്ലെങ്കിൽ ചെറുക്കനെ കാണാനും ഒക്കെ നമ്മൾ ഒത്തിരി പേര് വരും. ചിലപ്പോൾ 10-12 പേര് വരും. അപ്പൊ അതില് അവരുടെ അടുത്ത് ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യും. ഒരാളെ അല്ലേ നമ്മൾ സെലക്ട് ചെയ്യത്തുള്ളൂ. 2 കൂട്ടർക്കും അത് സമ്മതമാണ്, 2 പേർക്കും അത് ജീവിക്കാൻ സമ്മതമാണ് എന്ന് തീരുമാനം എടുക്കുന്നത് നമ്മളാണ്. അപ്പൊ എന്നെ ഒരുപാട് പേര് ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. പക്ഷെ എന്നോട് ചോദിക്കുക, നിന്റെ ഭർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ വന്ന് കണ്ടവരെ എല്ലാം വിളിച്ചു പറയുമോ? ഇല്ല. ഞാൻ ആരെ സ്വീകരിച്ചിരിക്കുന്നു ഭർത്താവായിട്ട്, അത് ആ ആളുടെ പേരേ ഞാൻ പറയുള്ളൂ, അല്ലേ? അതുപോലെയാണ് സർവശക്തനായ ദൈവം മാനവജാതിയെ മുഴുവനും രക്ഷിക്കാനായിട്ട് ഭൂമിയിൽ വന്നു. പക്ഷെ വന്നപ്പം എല്ലാവർക്കും ഞാൻ വരുന്നെന്നും പറഞ്ഞ് കർത്താവ് മുമ്പിൽ വന്ന്, നീ എൻ്റെ അടുത്ത് വാ, എൻ്റെ അടുത്ത്. നമ്മൾ മനസ്സ് വെക്കണം, ഇത് യേശു എനിക്ക് വേണ്ടി വന്നത് ഞാൻ തീരുമാനിച്ച് ഞാൻ സ്വീകരിച്ചെങ്കിൽ മാത്രമേ അതിന് വിലയുള്ളൂ. കർത്താവ് വന്നത് ലോകത്തെ മുഴുവനും രക്ഷിക്കാൻ തന്നെയാണ് ദൈവം വന്നത്. പക്ഷെ ദൈവത്തെ സ്വീകരിച്ചില്ലെങ്കിലോ,
അപ്പൊ ദൈവമേ എന്നെ രക്ഷിക്കാനാണ്, എന്നെ പാപത്തിന്റെ പിടിയിൽ നിന്നും രക്ഷിക്കാനാണ് കർത്താവ് സ്വർഗത്തിലെ സർവ്വമഹത്വം വെടിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. മനുഷ്യത്വം ദൈവത്വം വെടിഞ്ഞ് ഭൂമിയിലേക്ക് മനുഷ്യത്വം സ്വീകരിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് എനിക്ക് വേണ്ടിയാ എന്ന് ഞാൻ വിശ്വസിച്ച് സ്വീകരിച്ചില്ല എങ്കിൽ, മറ്റുള്ള ഒരാള് അതിനെ സ്വീകരിച്ചെങ്കിൽ ആ വ്യക്തിക്കാണ് വന്നത്. അപ്പൊ അത് എനിക്കാണെന്ന് പറയാൻ അവകാശമില്ല. അത് ഞാൻ അവകാശപ്പെടണമെങ്കിൽ ഞാൻ സ്വീകരിക്കണം, അല്ലേ? അങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കി. ഓ, അങ്ങനെയാണല്ലേ, ഓ അങ്ങനെയാണെങ്കിലും ഓക്കെ, എനിക്ക് അതിന് കുഴപ്പമൊന്നുമില്ല, ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് എനിക്കൊന്നും കുഴപ്പമില്ല. അങ്ങനെ കൊല്ലത്ത് 2 ആഴ്ച കൊല്ലത്ത് ബീച്ചിൽ ഞങ്ങൾ എല്ലാ ദിവസവും പോകുമായിരുന്നു. അങ്ങനെ പോയി 2-മത്തെ ആഴ്ച കൊല്ലത്ത് കടപ്പുറത്ത് ബീച്ചിൽ വെച്ച് എൻ്റെ ഹസ്ബൻഡ് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. അങ്ങനെ ഞങ്ങള് അതിന് ശേഷം ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് അമേരിക്കയിൽ വരാനുള്ള ടൈമൊക്കെ ഏകദേശം ആയി വരുന്നു. അപ്പോഴ് ഞാൻ നേരത്തെ പറഞ്ഞതായിട്ടുള്ള എൻ്റെ പ്രാർത്ഥനാ ഗ്രൂപ്പുകാരെല്ലാം അവിടെ ഉണ്ട് കൊല്ലത്ത്. അപ്പം ഞാൻ അവരെ എല്ലാവരും വീട്ടിൽ പ്രാർത്ഥിക്കാൻ വന്നപ്പം ഞാൻ അവരോട് പറഞ്ഞു, എല്ലാ ദിവസവും നിങ്ങൾ കൊണ്ടുപോകണം പ്രാർത്ഥനയ്ക്ക്. ഞാൻ പോവാണ് അമേരിക്കയിൽ. അപ്പം നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്ക് എവിടെല്ലാം വീടുകളിൽ പ്രയറിന് പോകുന്നു അവിടെയൊക്കെ. അതും എൻ്റെ പൊന്നു മോളെ, നീ വിഷമിക്കേ വേണ്ട, അതെല്ലാം ഞങ്ങൾ ഏറ്റ്. അതുകൊണ്ട് നീ സന്തോഷത്തോടു കൂടി നീ പൊയ്ക്കോ, ഞങ്ങളുണ്ട്, ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിലിപ്പം അമ്മയും അമ്മയുടെ അമ്മയും മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ വീട്ടില് 5-6 പേരില്ലേ, ആണുങ്ങൾ, സഹോദരങ്ങൾ, 4 പേര് ബ്രദേഴ്സ് ഉണ്ട്, അമ്മച്ചിയുണ്ട്, പിന്നെ റിലേറ്റീവ്സ് എല്ലാം അടുത്തടുത്തുണ്ട്. എൻ്റെ വീട്ടിലാണെങ്കിൽ അമ്മയും അമ്മയുടെ അമ്മയേ ഉള്ളൂ. ഞങ്ങളെല്ലാവരും ഇപ്പം അവിടെയാണല്ലോ. അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുമോ എന്ന് ഞാൻ ചോദിച്ചു. ഇവർക്കൊരു കൂട്ടായിട്ട് നിൽക്കുമോ എന്ന് ചോദിച്ചു. അയ്യോ, ഒരു കുഴപ്പമില്ല, ഞാൻ നിന്നോളാം. ഇപ്പം അല്ലെങ്കിലും ഇവിടെ മമ്മിയും ഗ്രാൻഡ് മയും അല്ലേ ഉള്ളൂ വീട്ടിൽ, ഞാൻ നിന്നോളാം എന്ന് പറഞ്ഞു എന്നോട്. നിന്നപ്പോൾ എനിക്ക് സമാധാനമായി. അപ്പോഴും അവരുടെ ഇപ്പം എൻ്റെ പ്രാർത്ഥനക്കാരെ മുഴുവനും ഞാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ അവിടെ വന്നു. അങ്ങനെ ഞാൻ ഹസ്ബൻഡിന് പേപ്പർ ഫയൽ ചെയ്തു ഇവിടെ വന്നിട്ട്. അങ്ങനെ ചെയ്ത് വർഷങ്ങൾ പോയി. അപ്പം നാട്ടിലിരിക്കവേ ഞാനിങ്ങനെ പ്രാർത്ഥനക്കാരൊക്കെ വരുമ്പം കർത്താവിനെ കുറിച്ച് രക്ഷിക്കപ്പെട്ടു. അപ്പം ഈ സ്നാനത്തെക്കുറിച്ചൊക്കെ ഞാനിങ്ങനെ എപ്പോഴും വീട്ടിൽ പറയുമ്പോഴത്തേക്ക് അമ്മയൊക്കെ എൻ്റെ അടുത്ത് പറയും, നീ നീ ഇപ്പം ഈ സ്നാനത്തെക്കുറിച്ചൊക്കെ നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിന്റെ ഒരു കല്യാണം പോലും പള്ളിയിൽ വെച്ച് അച്ഛൻ നടത്തത്തില്ല, ഇങ്ങനൊന്നും പറയരുത് എന്നൊക്കെ അമ്മ എപ്പോഴും എന്നെ വഴക്ക് പറയുമായിരുന്നു. അപ്പം ഞാൻ പറയാം, അമ്മ അതിനെന്തുവാ, കല്യാണത്തിനകത്തൊക്കെ എന്തിരിക്കുന്നു, ഇവിടെ ഒരു രജിസ്റ്റർ കച്ചേരിയില്ലേ, അവിടെ ചെന്നപ്പെടും. പക്ഷേ അങ്ങനെയൊക്കെയാണോ നമ്മൾ പള്ളിയിലുള്ള ആൾക്കാരെല്ലാം വിളിക്കേണ്ടത്? സ്വന്തക്കാരൊക്കെ അല്ലേ, ആൾക്കാരെല്ലാം എന്ത് വിചാരിക്കും എന്നൊക്കെ എന്നോട് പറയുമായിരുന്നു. അപ്പം അതും ഞാനൊരു സൈഡിലൊരു പ്രാർത്ഥനയിൽ വെച്ചിരുന്നു. ദൈവമേ, അത് സ്നാനപ്പെടാനുള്ള വഴി ദൈവം ഞങ്ങൾക്ക് ഒരുക്കി തരണം. ഒരു ദിവസം ഞാനും എൻ്റെ ബ്രദറും കൂടെ പറഞ്ഞു, നമുക്ക് ആരെങ്കിലും കണ്ടിട്ട് നമുക്ക് വീട്ടിൽ കള്ളം പറഞ്ഞിട്ട് എവിടെയെങ്കിലും പോയി ആം, നമുക്ക് പോയി സ്നാനപ്പെടാം, നമുക്ക് 2 പേർക്കും കൂടെ. അപ്പൊ അവൻ പറഞ്ഞു, ഓ, നമുക്ക് ഈ പാസ്റ്റർമാരൊന്നും അറിയത്തില്ലല്ലോ, അപ്പൊ എവിടാ നമ്മൾ പോയി ആരോടാ പറയുന്നത്? പിന്നെ ഈ കുളത്തിലും കായലിലും ഒക്കെ ആയിരിക്കും അവർ സ്നാനപ്പെടുത്തുന്നത്. അപ്പം നമ്മുടെ വീട്ടുകാരൊന്നും അറിയാതിരിക്കത്തില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, "എന്നാ നമുക്ക് പ്രാർത്ഥിക്കാം, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം മുമ്പോട്ട്." അപ്പൊ അവനും ഇവിടെ വന്നു, അവൻ സ്നാനപ്പെടാതെ തന്നെ ഇവിടെ വന്നു. അത് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് പേപ്പർ ഫയൽ ചെയ്തു. ഹസ്ബൻഡ് ഇവിടെ വന്ന് വന്നില്ല, പേപ്പർ ഫയൽ ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുക അമേരിക്കയിൽ. ഇവിടെ ന്യൂയോർക്കിൽ ഇങ്ങനെ ഓരോ പള്ളികളിൽ, കാത്തലിക് പള്ളിയിൽ എൻ്റെ മൂത്ത ബ്രദർ പള്ളിയിൽ വിളിക്കും. ഞാൻ അവരുടെ കൂടെ ഇങ്ങനെ പള്ളിയിൽ പോയി ഇങ്ങനെ ഇരിക്കും. ഇരുന്നിട്ടിങ്ങനെ കഴിഞ്ഞപ്പം ഒരു ദിവസം ബെന്നിച്ചൻ്റെ ഹസ്ബൻഡിൻ്റെ ആൻറ്റിമാരൊക്കെ ഇവിടെ ഉണ്ട്. അവരെല്ലാം ഇങ്ങനെ പള്ളിയിൽ പോകുമ്പം ഒറ്റയ്ക്ക് ഇരിക്കണ്ട, നീ ബാ പള്ളിയിൽ വാ എന്നൊക്കെ പറയും. അപ്പം ഞാൻ അവരുടെ കൂടെ പോകുമെങ്കിലും കൂടെ പോവും, വിളിക്കുന്നതല്ലേ എന്നോർത്ത് ഞാൻ പോവും. പക്ഷെ ഉള്ളിൽ, കർത്താവെ, വഴി ഇത്രത്തോളം എന്നെ ഒരുക്കി തന്ന ദൈവം, ബാക്കിയുള്ള വഴികൾ, മുമ്പോട്ടുള്ള വഴികളൊന്നും എനിക്കറിയത്തില്ല. കർത്താവ് തന്നെ ആ വഴികളെ എനിക്ക് വേണ്ടി ഒരുക്കണം, എനിക്കൊന്നും ചെയ്യാൻ അറിയത്തില്ല എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് കർത്താവ് എന്ത് ചെയ്തു? ഇവിടെ എൻ്റെ ബ്രദർ ഇവിടുത്തെ ഒരു സ്റ്റോറിൽ എന്തോ അവൻ വാങ്ങിക്കാനായിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയപ്പം ഒരു പാസ്റ്റർ അവിടെ നിൽക്കുന്നു. എന്നിട്ട് ചോദിച്ചു, മലയാളിയാണോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞ്, ആ, ഞാൻ മലയാളിയാണ്. ആരാ? ഓ, ഞാൻ പാസ്റ്ററാണ്. ഇങ്ങനെ പറഞ്ഞു. ഓ, ആണോ? ഓ, പാസ്റ്റർ എവിടാ താമസിക്കുന്നത്? ആ, ഞാനിവിടെ. നിങ്ങളെവിടാ? ഇങ്ങനെ പറഞ്ഞപ്പം പറഞ്ഞു, വീട്ടിൽ എൻ്റെ സിസ്റ്ററുണ്ട്, ഞാൻ ഫോൺ നമ്പർ തരാം പാസ്റ്റർ, ഞാനിപ്പോൾ ജോലിക്ക് പോകുക എന്ന് പറഞ്ഞു. അപ്പൊ ഇവന് നമ്മുടെ വീട്ടിലെ ഫോൺ നമ്പർ കൊടുത്തിട്ട് അവൻ ജോലിക്ക് പോയി.
പാസ്റ്റർ എന്നെ രാവിലെ ആയപ്പോ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞ് എലിസബത്ത് ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ പാസ്റ്റർ. അതെ ആരാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഞാൻ ഒരു പാസ്റ്ററാണ്. ഇന്നലെ പിന്നെ ബ്രദറിനെ ഞാൻ കടയിൽ വെച്ച് കണ്ടായിരുന്നു, സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കണ്ടായിരുന്നു. അപ്പം അയ്യോ, ഞാൻ പറഞ്ഞു അയ്യോ പാസ്റ്റർ വളരെ സന്തോഷമുണ്ട് പരിചയപ്പെട്ടതിന്, പാസ്റ്റർ ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിച്ചു. ഓ പിന്നെന്താ സിസ്റ്റർ, ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞു. ഒരു 10 മിനിറ്റിനകം പാസ്റ്ററും ഭാര്യയും കൂടെ വീട്ടിൽ. അപ്പൊ എന്റെ മൂത്ത ബ്രദർ ജോലിക്ക് പോയേക്കുക, പുള്ളി വീട്ടിലില്ല, ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടില്. അപ്പം പാസ്റ്റർ വന്നു. ഞാനിങ്ങനെ പറഞ്ഞു പാസ്റ്ററേക്ക് എനിക്ക് വളരെ സന്തോഷമായിട്ട് വളരെ വിഷമിച്ചിരിക്കുകയായിരുന്നു, എനിക്കൊരു ചർച്ചില്ല, പ്രാർത്ഥിക്കാനുള്ള. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ കത്തോലിക്ക പള്ളിയിൽ നിന്ന് ഇവിടെ വന്നിട്ട് പെന്തക്കോസ്ത് ചർച്ചും എനിക്ക് അറിയത്തില്ല, പാസ്റ്റർമാരെയും അറിയത്തില്ല, ഞാൻ എന്തോ ചെയ്യേണ്ടത് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ പാസ്റ്റർ പറഞ്ഞു ഒന്നും വിഷമിക്കണ്ട, പ്രാർത്ഥിച്ചിട്ട് അവിടെ ഇരുന്ന് കുറേ നേരം സംസാരിച്ചു, അടുത്ത ആഴ്ചയിൽ ഞാൻ വന്ന് കൊണ്ടുപോകാം ചർച്ചിൽ. ഓ വളരെ സന്തോഷമായി. അപ്പോഴും ഞാൻ പറഞ്ഞു ഓക്കെ പാസ്റ്റർ സന്തോഷമുണ്ട്. അങ്ങനെ പിരിഞ്ഞു. പിറ്റേ ആഴ്ച മുതൽ പാസ്റ്റർ വന്ന് ഞങ്ങളെ സൺഡേയിൽ അവരുടെ ചർച്ചിൽ കൊണ്ടുപോകുമായിരുന്നു, എന്നെയും എൻ്റെ ഇളയ ബ്രദറിനെയും. അപ്പം ഞങ്ങൾ അവരുടെ ചർച്ചിൽ പോയി. അങ്ങനെ നിന്നപ്പം ഒരു ദിവസം എൻ്റെ മൂത്ത ബ്രദറും ഫാമിലിയും കൂടെ നാട്ടിൽ പോയപ്പം എൻ്റെ ഇളയ ബ്രദർ പറഞ്ഞു എന്നാൽ ഞാൻ ഇപ്പോഴങ്ങ് സ്നാനപ്പെട്ടേക്കാം, അവരോട് ഇല്ലല്ലോ എന്ന്. ഞാൻ പറഞ്ഞു എന്നാ നീ ഞാൻ ബെന്നിച്ചൻ വന്നിട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് എൻ്റെ ബ്രദർ അവൻ്റെ ഡ്രസ്സുകളെല്ലാം ഞാൻ എടുത്ത് പാക്ക് ചെയ്തു. അടുത്ത സൺഡേയിൽ പാസ്റ്ററിന്റെ ചർച്ചിൽ പോയി. അവൻ ടെസ്റ്റ് മണി പറഞ്ഞു, അവൻ സ്നാനപ്പെട്ടു. അപ്പോഴും ഞാൻ ദൈവമേ ഇനി ഞങ്ങൾക്കുള്ള വഴി സ്വർഗത്തിലെ ദൈവം ഒരുക്കി തരണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥനയോടുകൂടി ഞാനിങ്ങനെ ഇരുന്നു. അങ്ങനെ 2 വർഷം കഴിഞ്ഞപ്പം ബെന്നിച്ചനും വന്നു. ബെന്നിച്ചൻ ഇവിടെ വന്ന്, ഹസ്ബൻഡ് ഇവിടെ വന്നു. ഇവിടെ വന്നതിന് ശേഷം പാസ്റ്റർ പള്ളിയിൽ ഞങ്ങളെ വന്ന് കൊണ്ടുപോയി. അപ്പം എല്ലാവരും ഉണ്ട്, റിലേറ്റീവ്സ് എല്ലാവരും പറഞ്ഞു നമുക്ക് പള്ളിയിൽ പോകാം. ഞാൻ പറഞ്ഞല്ല, ഞങ്ങൾ ഈ ചർച്ചിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പോകുന്നത് ചർച്ച് ഓഫ് ഗോഡാണ്, ഇവിടെ സഭയാണ് ഞങ്ങളുടെ സഭ. അവിടെ ഞാൻ പറഞ്ഞു നമുക്ക് അവിടെ പോകാം, ഞങ്ങൾ ചർച്ച് ഓഫ് ഗോഡിലാണ് ഞാനും ബ്രദറും പോയിക്കൊണ്ടിരിക്കുന്നത്, അവിടെ നമുക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ പാസ്റ്റർ വന്നു, ഹസ്ബൻഡിനെ എന്നെയും ബ്രദറിനെയും ഞങ്ങളെ 3 പേരെയും ചർച്ചിൽ കൊണ്ടുപോയി. അന്ന് മുതൽ ഞങ്ങൾ ആ ചർച്ചിൽ പോവുകയും മുമ്പോട്ട് ഒരു 5-6 മാസം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പാസ്റ്റർ ഞങ്ങളെ രണ്ടുപേരെയും ഒന്നിച്ച് സ്നാനപ്പെടുത്തി. അങ്ങനെ ഞങ്ങൾ ദൈവത്തിന്റെ കൃപയാൽ ഞാനും ഹസ്ബൻഡും എൻ്റെ ഇളയ ബ്രദറും ഞങ്ങൾ സ്നാനപ്പെട്ടു. ദൈവകൃപയിൽ ഇന്നേ വരെ സർവശക്തനായ ദൈവത്തിന്റെ കൃപയിൽ അങ്ങനെ ദൈവം ഞങ്ങൾക്ക് തന്ന 2 കുഞ്ഞുങ്ങളെയും വിശ്വാസ ജീവിതത്തിൽ വളർത്തിയെടുക്കാൻ ആദ്യമായിട്ട് ഞങ്ങൾക്കുണ്ടായ വിശ്വാസത്തിലുണ്ടായ 2 കുഞ്ഞുങ്ങളെ അവർക്ക് ദൈവകൃപയിൽ അവരെ വളർത്തിയെടുക്കണമെന്നുള്ളൊരു തീരുമാനമുള്ളത് കൊണ്ട് ഞാൻ എവിടെയും ജോലിക്ക് ചെയ്തിട്ടില്ല. ജോലി ചെയ്യാതെ പിള്ളേരെ ആരുടെ വീടുകളിൽ ഞാൻ വിട്ടിട്ടില്ല. വീട് പള്ളി, ചർച്ചിൽ മീറ്റിംഗ്, കോട്ടേജ് മീറ്റിംഗ്, ബൈബിൾ സ്റ്റഡി, പള്ളി, അങ്ങനെ ഞാൻ അവരെ വളർത്തി അവരെ ആ രീതിയിൽ കൊണ്ടുവരണം. 1-2 പ്രാവശ്യം ഞാൻ പല സ്ഥലങ്ങളിലും നമ്മുടെ റിലേറ്റീവ്സിന്റെ വീടുകളിലായിട്ട് ഞാൻ പിള്ളേരെ, ഈ മൂത്ത മോളെ ഞാൻ വിട്ടു. അവള് കുഞ്ഞായിട്ടിരിക്കുന്ന സമയത്ത് 3-4 വയസ്സൊക്കെ ഉള്ളപ്പം മമ്മി, ആന്റി പറഞ്ഞു മമ്മി ദൈവത്തെ വിളിക്കുന്നു, മമ്മി ഒബേ ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ, എന്തുകൊണ്ടാ മമ്മി പാരൻസിനെ ഒബേ ചെയ്യാത്തത്? ഞാൻ ചോദിച്ചു മോളെ എന്താ ഞാൻ പാരൻസിനെ ഒബേ ചെയ്യാത്തത്? പാരൻസ് അല്ലേ കാത്തലിക്കായിട്ടിരിക്കുമ്പോ മമ്മി എന്തിനാ പെന്തക്കോസ്ത് ചർച്ചിൽ പോകുന്നത്? അത് ശരിയല്ലല്ലോ. ഞാൻ ചോദിച്ചു നിനക്ക് ആരാ അത് പറഞ്ഞു തന്നെ? അത് ആന്റി ഇങ്ങനെ പറഞ്ഞു തന്നു പറഞ്ഞു. അത് ശരി മോളെ, അങ്ങനെയല്ല. ദൈവം അവള് അവൾക്ക് എന്തു പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. ഒരു 10-15 വയസ്സായപ്പോ ഞാൻ പറഞ്ഞു നീ അന്നൊരു ചോദ്യം കുഞ്ഞിലെ നീ ചോദിച്ച് നിനക്ക് മനസ്സിലാവത്തില്ല, നിന്റെ ബൈബിള് തുറന്ന് നീ വായിക്കേ. അപ്പനും അമ്മയും ദൈവം യോജിപ്പിച്ച് അവർക്ക് ദൈവം കൊടുക്കുന്ന ദാനമാണ് മക്കളെന്ന് പറയുന്നത്. അവര് അമ്മയുടെ വയറ്റിൽ ഒരു കുഞ്ഞിനെ ഉരുവാക്കുമ്പോൾ അമ്മയുടെ അപ്പന്റെ അഭിപ്രായം ചോദിച്ചിട്ടൊന്നുമല്ല ദൈവം ഒരു കുഞ്ഞിനെ കൊടുക്കുന്നത്. ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം നിന്നെ പേർ ചൊല്ലി വിളിച്ചിരുന്നത് കൊണ്ടാണ് ദൈവം ഞങ്ങൾക്കൊരു മകളെ, നീ ഇങ്ങനെ ഒരു മകളായിട്ട്, ആദ്യത്തെ മകളായിട്ട് നീ ജനിക്കാനിടയായത്. മനസ്സിലായോ? അതുകൊണ്ട് ഈ പൊട്ട ചോദ്യങ്ങളൊന്നും ഇനി മേലാൽ അങ്ങനെ കേട്ടതുടനെ ചോദിക്കരുത്. അതുകൊണ്ട് ദൈവത്തോട് നീ പ്രാർത്ഥിച്ച് ദൈവം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം വന്നത്, അപ്പൊ ദൈവത്തോട് ചോദിക്കണം, കർത്താവ് എന്താണ് അങ്ങനെ ചോദിച്ചത്? അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ വളർത്തിയെടുത്തു കൊണ്ടുവന്നു. അങ്ങനെ ഞാനൊരു ദിവസം കിടന്നപ്പം എൻ്റെ മൂത്ത മോള് അവളിങ്ങനെ തെങ്ങിന്റെ ഉയരത്തിലെത്തി അതിന്റെ നടുവിൽ ഇങ്ങനെ കിടന്നുകൊണ്ട് മമ്മി മമ്മി എന്ന് കിടന്ന് നിലവിളിക്കുന്നു. അങ്ങനെ ഒരു ദർശനം ഞാൻ കണ്ടപ്പം പിറ്റേ ദിവസം ഞാൻ തീരുമാനിച്ച് ഇനി മേലാൽ ഒരു സ്ഥലത്തും പിള്ളേരെ ഞാൻ വിടത്തില്ല, ഒരിടത്തും ഞാൻ വിടത്തില്ല. ഇനി എനിക്കൊന്നും വേണ്ട,
എനിക്ക് ഈ ലോകത്തില് അമേരിക്കയിൽ വന്ന് എനിക്ക് പണവും സമ്പാദിച്ച് ധനവും മാനവും വീടും സമ്പത്തും ഒന്നും എനിക്ക് വേണ്ട. ദൈവം എനിക്ക് തന്ന കുടുംബം, എനിക്ക് തന്ന മക്കളെ ദൈവകൃപയിൽ വളർത്തുക, അതിനേക്കാൾ ഒരു വലിയൊരു ഭാഗ്യം ഈ ഭൂമിയിൽ മറ്റൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പലരും എന്നോട് ചോദിച്ചു, ഇവിടെ വന്നിട്ട് നീയേ ഉള്ളല്ലോ ജോലി ചെയ്യാതെ ജീവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും പറഞ്ഞു. സാരമില്ല, ആ മനുഷ്യനെ പ്ലീസ് ചെയ്യാനല്ലല്ലോ നമ്മൾ ഇറങ്ങിയത്. മനുഷ്യൻ നമ്മളെ നോക്കും, പക്ഷെ ദൈവം അതല്ല നമ്മളെ നോക്കുന്നത്, ഹൃദയങ്ങളെയാണ് കർത്താവ് തൂക്കി നോക്കുന്നത്. പക്ഷെ നിത്യത എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ കൊണ്ട് അവസാനിക്കുന്നതല്ല, ഈ ഭൂമിക്ക് അപ്പുറത്തൊരു ലൈഫുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ വറി ചെയ്യുന്നത് എന്നെൻ്റെ മനസ്സിൽ തോന്നി. തീരുമാനം ദൈവവും ഞാനും തമ്മിലുള്ളൊരു തീരുമാനമാണ്. ആ തീരുമാനത്തിൽ ഒരു മനുഷ്യർക്കും, എൻ്റെ അപ്പനോ അമ്മയ്ക്കോ എൻ്റെ ഭർത്താവിനോ മക്കൾക്കോ ആർക്കും അതിനകത്ത് ആ ഡിസിഷൻ, ഞാൻ എടുത്ത തീരുമാനത്തിൽ മറുവാക്ക് പറയാൻ ആർക്കും സാധിച്ചില്ല. ഞാൻ എടുത്ത തീരുമാനം അതിൽ തന്നെ ഞാൻ ഇന്ന് വരെയും ഞാൻ നിൽക്കുന്നു. അങ്ങനെ ആ മക്കള്, രണ്ടാമത്തെ മോള് ജനിച്ചു. അവളും രണ്ടുപേരും മൂത്ത മോളും 13-ാമത്തെ വയസ്സിൽ അവള് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. രണ്ടാമത്തെ മോളും സെയിം 13-ാമത്തെ വയസ്സിൽ 9-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടു. 13-ാമത്തെ വയസ്സിൽ അവൾ പറഞ്ഞു, മമ്മി ഞാൻ ഇനി ഹൈസ്കൂളിലേക്കല്ലേ പോകുന്നത്, ഞാൻ സ്നാനപ്പെടണം എനിക്കെന്ന് പറഞ്ഞു. ഓക്കെ മോളെ, സ്നാനപ്പെടാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ നല്ല സ്നാനം, ഞാൻ ഇളയ മോളുടെ സ്നാനം കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ഓർത്തു, നമ്മളെല്ലാം എത്രയും പേടിച്ചും ഭയന്നും ഒക്കെ ഇങ്ങനെ ഒരു വിഷമിച്ചും ഒക്കെ ആണല്ലോ ചെയ്തത്. എന്തായാലും നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ഇളയ മോളുടെ നമ്മുടെ ബാപ്റ്റിസം നന്നായിട്ട് നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ച് ഇവിടെ ഒരു ഹാർട്ട് ബീറ്റ്സിന്റെ ടീം ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ പാട്ടും ഒക്കെ നല്ല ഇതായിരുന്നു. അപ്പം ഞാൻ അവരെ വിളിച്ചിട്ട് ചോദിച്ചു, എൻ്റെ മോളുടെ ബാപ്റ്റിസം ഞങ്ങളുടെ വീട്ടിലെ 4-ാമത്തത് ലാസ്റ്റ് ബാപ്റ്റിസമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യണം, അതുകൊണ്ട് നിങ്ങൾക്ക് പാടാൻ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അയ്യോ സിസ്റ്ററെ, ഞങ്ങള് ബാപ്റ്റിസത്തിന് ഇന്നേ വരെ പാട്ട് പാടിയിട്ടില്ല ഞങ്ങള്, അതുകൊണ്ട് എങ്ങനെയാണ് അതിൻ്റെ ഇതൊക്കെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഒന്നുമല്ല, ബാപ്റ്റിസത്തിന്റെ പാട്ടുകൾ ഒരു 3 പാട്ടേ ഉള്ളല്ലോ, അത് നിങ്ങളൊന്ന് പാടണം, എനിക്കതൊരു വലിയ സന്തോഷം, എൻ്റെ മോളുടെ ബാപ്റ്റിസം നന്നായിട്ട് ചെയ്യണം. ഞങ്ങളുടെയൊക്കെ നടത്തിയത് ബൈബിൾ ഒബേ ചെയ്തു, പക്ഷെ ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ബൈബിൾ ഞങ്ങൾ ഒബേ ചെയ്തു, പക്ഷെ ഞങ്ങൾക്ക് എൻജോയ് ചെയ്ത് ഞങ്ങളുടെ മോളുടെ ബാപ്റ്റിസം ചെയ്തു. അപ്പോൾ പറഞ്ഞു, സിസ്റ്ററെ ഒരു കുഴപ്പമില്ല, നിങ്ങൾ എന്ത് തന്നാലും മതി. അവര് 5,000-നാണ് അവർ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, അത്രയൊന്നും എനിക്കില്ല, എനിക്കൊരു 3 പാട്ട് നിങ്ങൾ പാടി ഒരു നല്ല ഒരു രീതിയിലാക്കി തരണം. അപ്പൊ സിസ്റ്ററിന് എന്ത് തരണമെന്ന് വെച്ചാൽ അത് മതി, ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. ഹാർട്ട് ബീറ്റ്സിന്റെ ടീം വന്നു. ബാപ്റ്റിസം വളരെ ഒരു കല്യാണം പോലെ നടത്താൻ ഇഷ്ടം പോലെ ആൾക്കാരും ദൈവം ആ ബാപ്റ്റിസം നടത്തിയ ചർച്ചിലെ പാസ്റ്റർ, ഇവിടെ ന്യൂയോർക്കിലുള്ള പാസ്റ്റർ പറഞ്ഞ്, ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബാപ്റ്റിസം ഇത്രയും ഭംഗിയായിട്ടൊരു കല്യാണം പോലെ നടത്തിയത് എന്ന് പാസ്റ്റർ പറഞ്ഞു. എനിക്കിപ്പോഴും അത് ഓർക്കുമ്പോൾ വളരെ സന്തോഷമാണ്. അത്ര ഭംഗിയായിട്ട് ചെയ്യാൻ കർത്താവ് കൃപ ചെയ്തു. അതുപോലെ എൻ്റെ ഫാദറും ഇത് കത്തോലിക്കയിലായിരുന്നല്ലോ. അപ്പായോട് ഞാനിങ്ങനെ ദൈവവചനം പറയുമ്പോൾ അപ്പായ്ക്ക് ഒത്തിരി എതിർപ്പായിരുന്നു, വളരെ ഇഷ്ടക്കേടായിരുന്നു. ഒടുവിൽ എൻ്റെ കൂടെ വന്ന് നിന്നപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, അപ്പ നമ്മള് ബൈബിളാണ് നമ്മൾക്ക് നമ്മുടെ നിത്യതയിലേക്ക് വഴി കാണിക്കുന്ന വഴി എന്ന് പറയുന്നത് ബൈബിളാണ്, ജീവന്റെ വചനമാണ്, അത് ദൈവമാണ്, അത് ദൈവം പരിശുദ്ധാത്മാവിലൂടെ എഴുതിയതാണ്. അപ്പം അല്ലാതെ നമ്മൾ എഴുതി വായിക്കുന്ന ബുക്കോ അച്ഛൻ പറയുന്നതോ ഒന്നുമല്ല. ഇങ്ങനെ ഞാൻ ഓരോ ദിവസവും പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ട് വീട്ടിൽ വന്നിരുന്നു അപ്പായോട് ദൈവവചനം പറഞ്ഞു കൊടുക്കും. അങ്ങനെ കൊടുത്തപ്പോണ്ടിരുന്നപ്പം പറഞ്ഞ്, മോളെ ശരിയായിട്ട് എനിക്ക് തോന്നുന്നു, സത്യമായിട്ട് ഇതായിരിക്കും അല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പം അങ്ങനെയാണെങ്കിൽ അപ്പായ്ക്ക് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഓ പിന്നെന്താ മോളെ, ഇത് സത്യമാണല്ലോ, ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന കണ്ടില്ലേ, അത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഫാദറിനെ ഞാനാണ് രക്ഷിക്കപ്പെടാൻ ദൈവവചനം പറഞ്ഞു കൊടുത്തത്. എന്നിട്ട് ഞാൻ അങ്ങനെ ഇരുന്നപ്പം എനിക്ക് വിഷമം, ഞാൻ അപ്പായെ രക്ഷിക്കപ്പെടുത്തിയത് ശരിയായോ, ഞാൻ ചെയ്ത അത് വാലിഡ് ആണോ, അതൊന്നും എനിക്കൊരു അത് ശരിയായിട്ടുള്ള ഒരു ഇതായിട്ട് തോന്നില്ല. അപ്പ ഇപ്പം ഞാൻ പറഞ്ഞ കേട്ട് എന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് ഓർത്ത് ചെയ്തതാണോ എന്നൊന്നും എനിക്കൊരു ഉറപ്പില്ല. അപ്പോൾ ഒരു ദിവസം ഇപ്പോൾ ഒരു പാസ്റ്റർ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരാഴ്ച വന്ന് താമസിച്ചായിരുന്നു. വീട്ടിൽ വിസിറ്റിംഗ് പാസ്റ്റർ ആയിരുന്നു, തിരുവല്ലയിലുള്ള. അപ്പൊ പാസ്റ്റർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, അപ്പ ഇങ്ങനെ രക്ഷിക്കപ്പെട്ടു, പക്ഷെ എനിക്ക് അത്ര അങ്ങോട്ട് പോരുന്നില്ല, എന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് ഓർത്താണോ അപ്പ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല, പാസ്റ്റർ ഒന്ന് ചോദിക്കെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വൈകിട്ടൊരു പ്രാർത്ഥന കൂട്ടായ്മ വെച്ചപ്പം പാസ്റ്റർ ഇങ്ങനെ സ്നാനത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും ഉള്ള ക്ലാസ്സുകളും മെസ്സേജുകളും ഒക്കെ എടുത്തിട്ട് പറഞ്ഞ്, അപ്പച്ചാ
അപ്പച്ചന് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നത് ഇഷ്ടമാണോ? ഓ പിന്നെ പാസ്റ്ററെ, പിന്നെ ബൈബിൾ എന്ത് സത്യമാ, ഞാൻ രക്ഷിക്കപ്പെട്ടു പാസ്റ്ററെ. ബെഡിൽ ഇരുന്നിട്ട് പറഞ്ഞു, എനിക്ക് അപ്പച്ചൻ ഇത് പറയാം, പിന്നെ പറയാം പാസ്റ്റർ എന്ന് പറഞ്ഞ് ബെഡിലിരുന്ന് ആ കട്ടലയിലിരുന്ന് അപ്പ രക്ഷിക്കപ്പെട്ടു. അങ്ങനെ ഞാൻ മൂത്ത മോള് 13-ാമത്തെ വയസ്സിൽ അവള് സ്നാനപ്പെടാനായിട്ട് പറഞ്ഞു, മമ്മി എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. ശരി, ഞാൻ പാസ്റ്ററിനെ ഞങ്ങൾ പോകുന്ന ചർച്ചിലെ പാസ്റ്ററിനെ വിളിച്ചു. പാസ്റ്റർ അവൾക്ക് 3-4 ക്ലാസ് എടുത്തു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം അവൾക്ക് എൻ്റെ ഫാദറിനോട് പറഞ്ഞു, അപ്പം ഇവള് മോള് സ്നാനപ്പെടാനായിട്ട് നിൽക്കുന്ന അപ്പായ്ക്ക് താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചോണ്ട് പറഞ്ഞു, മോളെ ബൈബിളിൽ എഴുതിയിരിക്കുന്നതെല്ലാം പരമസത്യമല്ലേ, ഈ ബൈബിളല്ലേ സത്യം, കണ്ട കർത്താവ് എഴുതിയിരിക്കുന്ന കണ്ടില്ലേ, ഇത് ആം, യോഹന്നാന്റെ സുവിശേഷത്തില് വചനം ദൈവമായിരുന്നു എന്ന്. അപ്പൊ ഈ വചനം ദൈവമാ മക്കളെ, ഞാനത് വിശ്വസിക്കുന്നു. അപ്പൊ അപ്പായ്ക്ക് സ്നാനപ്പെടാമെന്ന് ചോദിച്ചു. ആ പിന്നെന്താ, ഞാൻ പറഞ്ഞു ഇങ്ങനെ മോള് അവള് ഇങ്ങനെ അടുത്ത ആഴ്ച സ്നാനപ്പെടാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഓ പിന്നെ ഞാൻ സ്നാനപ്പെടാം. അങ്ങനെ 76-ാമത്തെ വയസ്സിൽ എൻ്റെ ഫാദർ 76-ാമത്തെ വയസ്സും എൻ്റെ മോൾക്ക് 13-ാമത്തെ വയസ്സും അവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു വെള്ളത്തിൽ സ്നാനപ്പെട്ടു, മൂത്ത മകള്. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ അവര് എല്ലാവരും എനിക്ക് അങ്ങനെ എൻ്റെ കഴിഞ്ഞ ഈ 2018-ലാണ് മരിച്ചത്. വളരെ ഭംഗിയായിട്ട് ഇവിടുത്തെ ചർച്ച് ഓഫ് ഗോഡിന്റെ ഓവർസിയറും എല്ലാവരും വന്നു വളരെ ഹോം ഗോയിങ് സർവീസൊക്കെ വളരെ ഭംഗിയായിട്ട് പരിശുദ്ധാത്മാവിന്റെ വളരെ സാന്നിധ്യം അനുഭവിച്ചറിയുവാനും വളരെ സാക്ഷ്യത്തോടു കൂടി ജീവിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിച്ചേർന്നു. ദൈവകൃപയില് അങ്ങനെയായി. പിന്നെ എൻ്റെ അമ്മ എൻ്റെ കൂടെ എൻ്റെ മൂത്ത ബ്രദറിന്റെ വീട്ടിലാണ്. അമ്മ എൻ്റെ കൂടെ വന്നു. എൻ്റെ കൂടെ എൻ്റെ ഫാദറിന്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ ഉണ്ടായിരുന്നു. അമ്മയും ഇതുപോലെ ദൈവവചനമൊക്കെ കേട്ടു. ഞങ്ങളുടെ ഫാമിലി പ്രയർ, കുഞ്ഞുങ്ങളുടെ പാട്ട് ഒക്കെ കേട്ടു. അമ്മയും ഒരിക്കലും ഇങ്ങനെ നിന്നു. ഞാനും രക്ഷിക്കപ്പെട്ട് ദൈവസന്നിധിയിൽ ചേരുന്നത് എനിക്കും വളരെ സന്തോഷമുള്ള കാര്യമാണെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അമ്മയും രക്ഷിക്കപ്പെട്ടു, ചർച്ചിൽ വന്നു, സാക്ഷ്യം പറഞ്ഞു, സ്നാനപ്പെട്ടു. പക്ഷെ നാളുകൾക്ക് ശേഷം പിന്നെ എൻ്റെ ഫാമിലി മൂത്ത ബ്രദർ അവർ ഇപ്പോഴും കാത്തലിക്കാണ്. അവര് അമ്മയെ വന്ന് അത് ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ് അമ്മയെ അങ്ങ് കൊണ്ടുപോയി. ഇപ്പോഴും ഉണ്ട്, എൻ്റെ മൂത്ത ബ്രദറിന്റെ വീട്ടിലാണ്. അത് കർത്താവിൻ്റെ, അതാണ് ഞാൻ പറഞ്ഞത്, ദൈവം ഓരോരുത്തരും നമ്മൾ ദൈവസന്നിധിയിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ, എന്നെ അന്വേഷിച്ചാൽ നിങ്ങൾ എന്നെ കണ്ടെത്തും എന്നുള്ളതാണ് ദൈവത്തിന്റെ പ്രോമിസ്. ദൈവം ഏത് സമയത്തും റെഡിയായിരിക്കുന്നു നമ്മളെ സ്വീകരിക്കാൻ. നമ്മുടെ പാപവും ശാപവും എല്ലാം നീക്കി നമ്മളെ സ്വീകരിക്കാൻ കർത്താവ് റെഡിയായിരിക്കുന്നു. പക്ഷെ നമ്മൾ അതിന് സബ്മിറ്റ് ചെയ്ത് ദൈവസന്നിധിയിൽ നമ്മളെ താഴ്മയോടെ ഏൽപ്പിച്ചു കൊടുത്താൽ കർത്താവ് ഇന്നും നമ്മളെ ചേർത്ത് മകനായി മകളായി ചേർക്കാൻ കർത്താവ് തയ്യാറാണ്. പക്ഷെ അമ്മ ഇന്നും ഉണ്ട്. അമ്മ അവരുടെ വീട്ടിലാണ്, ഇപ്പം ബ്രദറിന്റെ വീട്ടിലാണ്. എൻ്റെ കൂടെ പള്ളിയിലൊക്കെ വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പം അതൊന്നുമില്ല, അങ്ങനെ നിൽക്കുന്നു. എങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. സത്യദൈവത്തെ അറിഞ്ഞ് ഒരിക്കൽ ദൈവം അത് കൊണ്ടുവരും തീർച്ചയായിട്ടും. അങ്ങനെ ഞങ്ങളെ കുടുംബമായി ദൈവം എത്രത്തോളം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടിയും ദൈവത്തെ ആരാധിച്ചും, ഈ കോവിഡിന് ശേഷം ഞങ്ങൾക്ക് സൂം മീറ്റിങ്ങുകളൊക്കെ നടക്കാൻ തുടങ്ങി. അതിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കാനും വർഷിപ്പ് ചെയ്യുവാനും, അതുപോലെ എൻ്റെ ഇളയ മോൾക്ക് ദൈവം പിയാനോ വായിക്കാനുള്ള കൃപ ദൈവം കൊടുത്തു. കാരണം ഞാൻ എൻ്റെ ഇളയ ബ്രദറിനോ, അവൻ എൻ്റെ കൂടെ ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, നീ പിയാനോ വായിക്കണം, നീ പിയാനോ വായിച്ച് പഠിക്കണം, നമുക്ക് ദൈവത്തെ ആരാധിക്കണമെങ്കിൽ നീ അത് പഠിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അവനൊരു പിയാനോ വാങ്ങിച്ചു കൊടുത്തു. അവൻ കുറച്ച് നാളൊക്കെ അതിങ്ങനെ കമ്പ്യൂട്ടറിൽ നോക്കിയൊക്കെ പഠിച്ചിട്ട് പിന്നെ അതങ്ങ് ഇട്ട് കളഞ്ഞിട്ട് പിന്നെ അവൻ്റെ മാരേജ് ഒക്കെ കഴിഞ്ഞങ്ങ് മാറിയപ്പോൾ പിന്നെ ഒട്ടും അത് എടുക്കാതെയായി. ഞങ്ങളുടെ ഇവിടെ പൊടിയടിച്ച് കിടക്കുകയായിരുന്നു. അങ്ങനെ ആയപ്പം ഞങ്ങളുടെ ചർച്ചിൽ, ഞങ്ങൾ പോയ ആദ്യത്തെ ചർച്ചിൽ അവിടുത്തെ പാസ്റ്ററിന്റെ മക്കളൊക്കെ കല്യാണം കഴിച്ച് പോയപ്പോഴത്തേക്ക് അവിടെ ഈ ഇൻസ്ട്രുമെന്റ് വായിക്കാനൊന്നും ആരുമില്ലായിരുന്നു. അങ്ങനെ നിന്നപ്പം എനിക്ക് വലിയ വിഷമമായിരുന്നു. എനിക്ക് ഈ ഇൻസ്ട്രുമെന്റ് വായിക്കുന്നതും പാടുന്നതും ഒക്കെ ഭയങ്കര, കേൾക്കുന്നതും നമുക്ക് ജോയിൻ ചെയ്യുന്നതൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോഴേ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ദൈവമേ, ഇവിടെ ആരും ഇല്ലല്ലോ, ഇവരെല്ലാം അങ്ങനെ കല്യാണം കഴിച്ച് പോയി, ഇപ്പം ആരുമില്ല. അപ്പം ഞാൻ പലരോടും ചോദിച്ചു, ഞങ്ങളുടെ ചർച്ചിൽ വന്ന് നിങ്ങളിത് ചെയ്യാമോ എന്ന് പറഞ്ഞപ്പം പറഞ്ഞു, ഓ ഇത് നിങ്ങളുടെ ചർച്ച് ദൂരമാണല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സെയിം ടൈമിൽ ഞങ്ങൾക്ക് ആരാധനയുണ്ട്, അപ്പം ഞങ്ങൾക്ക് പറ്റത്തില്ല എന്ന് പലരും പറഞ്ഞു. അങ്ങനെ നാളുകൾ വർഷങ്ങൾ പോയപ്പോൾ എൻ്റെ ഇളയ മോൾക്ക്, അവൾക്ക് 9 വയസ്സായി. അങ്ങനെ 9 വയസ്സായപ്പം ന്യൂ ഇയർ
രാത്രിയിൽ ഇങ്ങനെ വൈകിട്ടായപ്പോൾ ഞാനിങ്ങനെ ചർച്ചിലേക്ക് കൊണ്ടുപോകാനായിട്ട് കേക്ക് ഉണ്ടാക്കാനുള്ള പ്ലാനിലിരിക്കുകയായിരുന്നു. ഉച്ച കഴിഞ്ഞ് ബിസി ആയിരുന്നു, രാത്രി ചർച്ചിൽ പോകണമല്ലോ വാച്ച് നൈറ്റ്. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ഇന്ന് ഈ വർഷം അവസാനിക്കുകയാണ് കേട്ടോ, നമ്മൾ നാളെ ഒരു ന്യൂ ഇയറിലേക്ക് കയറുക. നിങ്ങൾ ആ കിടക്കുന്ന പിയാനോ എടുത്ത് വെച്ച് തൂത്തട്ടി ചുമ്മാ അതിനകത്തൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കേ, ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് മടിയായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതെടുത്ത് തൂത്ത് ക്ലീൻ ചെയ്ത് ബെഡിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ബാ നമുക്ക് കൈ വെച്ച് പ്രാർത്ഥിക്കാം, എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കും. എന്നിട്ട് ചോദ്യം, ദൈവമേ എനിക്ക് എൻ്റെ കയ്യിൽ പരിശുദ്ധാത്മാവ് എനിക്ക് ഇതിന് ചെയ്യാനുള്ള ബുദ്ധി തരണേ എന്ന് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾ മൂന്നുപേരും കൂടെ, ഹസ്ബൻഡ് ജോലിയായിരുന്നു, അപ്പം ഞങ്ങൾ മൂന്നുപേരും കൂടെ ആ പിയാനോയിൽ കൈവച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഒരു ഉച്ചയ്ക്കായിരുന്നു, രാത്രി ഒരു 6 മണിയായപ്പം എന്നിട്ട് പറഞ്ഞു, മമ്മി 2 ലൈൻ ഞാൻ പഠിച്ച് 2 വരി എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. ഏതാന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞ്, ആസ് ദ ഡിയർ പാൻഡത്ത് ഫോർ ദ, ആ പാട്ട് ഞാൻ 2 ലൈൻ മമ്മിക്ക് കേൾക്കണോ ബാ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ആ കേൾക്കണം ബാ. അപ്പൊ ആ പിയാനോയില് ആസ് ദ ഡിയർ പാൻഡത്ത് ഫോർ ദ, ആ പാട്ട് 2 ലൈൻ അവളിങ്ങനെ കട്ടക്കെട്ട് ഇങ്ങനെ പടപടാന്ന് ഇങ്ങനെ ഇട്ട് വായിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ അത് കുറച്ചും കൂടെ നോക്കും, ബാക്കി 2 ലൈനും കൂടെ പഠിക്കും, നമ്മൾ രാത്രി 10 മണിയാകുമ്പോഴേ പോവുള്ളൂ, അപ്പൊ അതിനു മുമ്പ് ബാക്കി 2 ലൈൻ കൂടെ നോക്ക് എന്ന് പറഞ്ഞ് ഞാൻ അടുക്കളയിൽ പോയി ബിസി ആയിരുന്നു. ചെയ്തു വന്നപ്പം 4 വരി പഠിച്ചെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ പാസ്റ്ററിനെ വിളിച്ചു, പാസ്റ്ററെ ഇങ്ങനെ ബ്യൂള ഇത് പഠിച്ചിട്ടുണ്ട്, 4 ലൈൻ ഉണ്ട്, അപ്പൊ ഇന്ന് രാത്രിക്ക് പാടാനൊന്നും അവസരം, ആ പിയാനോ വായിക്കാനൊന്നൊരു അവസരം കൊടുക്കണേ പാസ്റ്ററെ, ഏതെങ്കിലും ഒരു സമയത്ത്. ഓ പിന്നെന്താ, ഒരു കുഴപ്പമില്ല, കൊണ്ടുപോരെ, എടുത്തോണ്ട് പോവാ, പിയാനോ എടുത്തോണ്ട് പോവാ. ആ ചർച്ചിലിരിക്കുന്ന വലിയ പിയാനോയാ, ഞങ്ങളുടെ ചെറുതാ, അപ്പൊ അത് എടുത്തോണ്ട് പോരെ. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ. അതെല്ലാം തൂത്ത് തുടച്ച് രാത്രിയായപ്പം ഞാൻ ഈ പിയാനോ എടുത്ത് പള്ളിയിൽ പോയി. അപ്പോഴും ഇവക്ക് നാണക്കേടായിരുന്നു പള്ളിയിൽ വെച്ച് ഇങ്ങനെ വായിക്കാൻ, ആൾക്കാരുടെ മുന്നിൽ ഒക്കെ ചെയ്യാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, മോളെ നാണം കിടരുത്, മോള് നന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, ദൈവത്തിൻ്റെതാ നമ്മൾ ചെയ്യുന്നത്, ദൈവത്തെ നോക്കിയാൽ മതി, മോള് ദൈവത്തിനാ ചെയ്യുന്നത്, നീ കൊച്ചാ, നിനക്ക് 9 വയസ്സല്ലേ ഉള്ളൂ, അത് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ഈ പാട്ട് തന്നെ പള്ളിയിൽ പാടി. പാസ്റ്റർ പറഞ്ഞൊരു കാര്യം ചെയ്യും, ന്യൂ ഇയറിൽ നമുക്ക് ഇങ്ങനെ അങ്ങ് പ്രവേശിക്കാന്ന് പറഞ്ഞു, ഈ 2 ലൈനിൽ. അങ്ങനെ ആ 2 ലൈൻ പാടി പാടി ഞങ്ങൾ ന്യൂ ഇയറിൽ പ്രവേശിച്ചു. അങ്ങനെ ചെയ്ത് ഒരു 2 മാസം ഈ 2 ലൈൻ എല്ലാ സൺഡേയിലും പള്ളിയിൽ വായിക്കുമായിരുന്നു, എല്ലാ ആഴ്ചയിലും. അപ്പോഴും ഞാൻ പറഞ്ഞു, മോളെ ഒരു കാര്യം ചെയ്യ്, ഈ 2 ലൈൻ തന്ന ദൈവം 4 തന്നു, അപ്പൊ അതിന്റെ ബാക്കി അടുത്ത സ്റ്റാൻസായി കൂടെ ദൈവത്തിന് തരാൻ പറ്റത്തില്ലേ? അപ്പം നമ്മുടെ കയ്യിലായിരിക്കുന്നത്. അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കും എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അത് ചെയ്യണം മോളെ, അത് ചെയ്തെങ്കിലേ കർത്താവ് തരത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 2 മാസം കഴിഞ്ഞ് 3-4-5 മാസം ആയപ്പോഴത്തേക്ക് ഒരു പാട്ട് കഷ്ടിച്ചു ആ ഒരു പാട്ട് മൊത്തം വായിക്കും. അത് ഒരു 4-5 മാസം ആ ഒരു പാട്ട് തന്നെ ഉള്ളു പാടും. ഞങ്ങൾ ഏത് പാട്ട് ചർച്ച പാടിയാലും ഈ ഒരു പാട്ട് അവിടെ ഉണ്ടാവും. അങ്ങനെ പാടി പാടി അങ്ങനെ നിന്നു. കുറേ നാൾ കഴിഞ്ഞപ്പം മലയാളം പാട്ട് ഞാനിങ്ങനെ കുഞ്ഞാറ്റിൻ തിരു രക്തത്താൽ, ആ ഒരു പാട്ടിന്റെ ഒരു ലൈൻ, സാറ്റർഡേ സ്കൂളില്ലാത്ത ദിവസം ആ പാട്ട് ഞാനിങ്ങനെ പാടിയിട്ട് അത് വായിക്കാൻ പറയും. അങ്ങനെ അതിങ്ങനെ അവിടെ ഇവിടെ എല്ലാം തട്ടി 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 ഒരു വിധത്തിൽ അത് ഒപ്പിച്ച് അങ്ങനെയൊക്കെ അങ്ങ് ചെയ്തു. കുറേ നാൾ കഴിഞ്ഞപ്പം ചർച്ചിൽ ഒരു മലയാളം പാട്ട്, അതായത് വീട്ടിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു പാട്ട് മാത്രം ചർച്ചിൽ വായിക്കുമായിരുന്നു. അങ്ങനെ ചെയ്ത് അതും 1 മാസം. അപ്പം നമ്മുടെ ചർച്ചിൽ വയലിൻ വായിക്കുന്ന ഒരു അച്ചായനുണ്ട്. അപ്പം അദ്ദേഹം നേരത്തെ ഞങ്ങൾ ചർച്ചിൽ പോകുമ്പോൾ അദ്ദേഹം വയലിൻ വായിക്കും, ബ്യൂളയെ കൊണ്ട് പിയാനോയിൽ അത് ചെയ്യിപ്പിക്കും, ഈ കോഡ് പറഞ്ഞ് ഇങ്ങനെ ചെയ്യിപ്പിക്കും. എന്നിട്ട് ഇവർ രണ്ടുപേരും വയലിനും പിയാനോയും കൂടെ വെച്ചിട്ട് ആ ഒരു പാട്ട്, അടുത്തൊരു പാട്ട് പാടി അവൾ വായിക്കത്തില്ല, അറിയത്തില്ല. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കണ്ണിൽ കൂടെ വെള്ളം ഇങ്ങനെ വരും, കണ്ണിൽ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ കരയും. അപ്പോഴും ഞാൻ ഓടിപ്പോയി പിടിച്ചോണ്ടിങ്ങി വരും, മോള് കരയണ്ട, മോൾക്ക് അറിയാവുന്നല്ലേ ചെയ്തേ. അപ്പം അടുത്ത ആഴ്ചയിൽ സാറ്റർഡേയിൽ കോട്ടേജ് മീറ്റിംഗ് വെക്കുമ്പോൾ ഞങ്ങൾ നേരത്തെ പോകും, പോയിട്ട് പാട്ട് പ്രാക്ടീസ് ചെയ്യും അവിടെ ഇരുന്ന് അത് വായിച്ച്. അങ്ങനെ ചെയ്ത് 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 ദൈവത്തിൻ്റെ കൃപയാൽ ഇപ്പം മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, തെലുങ്ക് ഏത് പാട്ടും ദൈവത്തിൻ്റെ കൃപയാൽ വായിക്കാൻ ദൈവം അതിൻ്റെ കൃപ കൊടുത്തു. ഇപ്പം ഒത്തിരി സൂം മീറ്റിങ്ങുകൾ, ചർച്ചിൽ ആരാധനയിൽ ഇംഗ്ലീഷ് മലയാളം വർഷിപ്പ് ഒക്കെ ചെയ്യുന്നതിന് പിയാനോ വായിച്ച് ലീഡ് ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് കൃപ ചെയ്തു. അങ്ങനെ ഓരോന്നും ഇത്രത്തോളം ദൈവത്തോട് ചോദിച്ച് വാങ്ങിച്ചതല്ലാതെ എൻ്റെ ജീവിത അനുഭവത്തിൽ ഒന്നും സ്വന്തമായിട്ടോ എൻ്റെ കഴിവുകളോ ഒന്നും കൊണ്ട് നേടിയെന്ന് പറയാൻ യാതൊന്നും തന്നെയില്ല. ഇന്ന് നിൽക്കുന്നതും ദൈവത്തിൻ്റെ കൃപയൊന്നു മാത്രമാണ്. ആ ഒരു കൃപയിൽ ഇത്രത്തോളം ജീവിക്കാൻ ദൈവം കൃപ ചെയ്തു. അങ്ങനെ കുടുംബമായി ഇന്നും ചർച്ച് ഓഫ് ഗാഡിൽ ഞങ്ങൾ ദൈവനാമത്തിൽ കർത്താവിൻ്റെ വേലയിലാവോളം
മിനിസ്ട്രികൾ പറ്റുന്ന രീതികളിൽ കിട്ടുന്ന രീതികളിലും എന്തൊക്കെ നമുക്ക് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ചെയ്യാമോ ട്രാക്ട് കൊടുത്തും അതുപോലെ മിനിസ്ട്രികളിൽ വർഷിപ്പ് ചെയ്തും പള്ളിയിൽ പ്രാർത്ഥിച്ചും പാടിയും ആരാധിച്ചും ലേഡീസ് മീറ്റിങ്ങുകളും പങ്കെടുത്തു. അങ്ങനെ ഓരോ കർത്താവ് ഏതെല്ലാം വഴികളിലൂടെ നയിക്കുന്നു, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ജീവിച്ചു പോകുന്നു. അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായത് നമ്മള് ദൈവം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഉറങ്ങാത്തവൻ മയങ്ങാത്തവൻ ഇസ്രായേലിന്റെ പരിപാലകൻ നമ്മളുടെ കൂടെയുണ്ട്. ആ കർത്താവ് നമ്മളുടെ കൂടെ ഇരുന്ന് നമ്മളെ പരിപാലിക്കും. ഇത്രയും ഞാൻ നിങ്ങളോട് സംസാരിച്ചതും പറഞ്ഞതും അനേക ദൈവമക്കള് അരോമ ടി വിയിൽ അനേക ദൈവമക്കളുടെ സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടു. വളരെ അനുഗ്രഹവും ഇൻട്രസ്റ്റിങ്ങുമായിട്ട്. കാരണം നിങ്ങളുടെയൊക്കെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പം ആ ദൈവത്തെ നമ്മൾ അറിയാതെ സ്തുതിച്ചു പോകുന്നു. ദൈവമേ, ഇത്രത്തോളം അത്ഭുതകരമായ പ്രവർത്തികളിലൂടെ ദൈവം ഈ ലോകത്തെ ഭൂമിയിലേക്ക്, സ്വർഗത്തിലിരുന്ന് ഭൂമിയിലേക്ക് നോക്കിക്കണ്ട് നമ്മുടെ ആവശ്യങ്ങളെയും നമ്മുടെ ജീവിതത്തിന്റെ വഴിത്തിരിവുകളെയൊക്കെ കർത്താവ് എത്രത്തോളം നമ്മളെ ഓരോ ദിവസം അനുദിനവും നയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഓർക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഈ അരോമ ടി വിയിൽ കൂടെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവ മക്കൾക്കും ഇതൊരു അനുഗ്രഹവും അവർക്കെല്ലാവർക്കും ഇതൊരു ആശ്വാസവും ദൈവത്തിന്റെ നാമത്തെ ഇനിയും അനേകർക്ക് വെളിപ്പെടുത്താൻ തക്കവണ്ണം നമ്മളെ ഈ അരോമ ടി വിയിലൂടെ നമ്മളെ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ അതിന് അവസരം തന്ന പാസ്റ്റർ ഡാനിയൽ ജോണിന് ദൈവനാമത്തിൽ ഞങ്ങളുടെ നന്ദിയും സ്നേഹവും എൻ്റെ അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ ദൈവം ഇത്രത്തോളം ദൈവം അനുഗ്രഹിച്ച് വഴി നടത്തി ഈ കാലഘട്ടത്തിൽ, ദുർഘടമേറിയ ഈ കാലഘട്ടത്തിൽ പാസ്റ്ററിനെയും ദൈവം ശക്തമായിട്ട് ഈ ടി വിയിലൂടെ അനേകർക്ക് അവസരങ്ങൾ നൽകി കർത്താവിൻ്റെ നാമത്തെ അനേകരിലേക്ക് എത്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവം പാസ്റ്ററിലൂടെ ദൈവം കണ്ടിരുന്നല്ലോ. അതോർത്ത് വളരെ നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. പാസ്റ്ററിനെ പരിചയപ്പെട്ടതിലും വളരെയേറെ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് ഫാസ്റ്റ്. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം ഇന്നത്തെ മീറ്റിംഗ്. സർവശക്തനായ ദൈവം, ഹല്ലേലൂയ. 2 or 3 പേർ ഒരുമിച്ച് എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ ഞാൻ അവരുടെ മധ്യേ ഉണ്ടാകുമെന്ന് അരുൾ ചെയ്ത ജീവനാഥൻ കർത്താവെ, ഞങ്ങൾ ഒന്നിലും അടുത്തു പോകാതെ വണ്ണം ഞങ്ങളെ ഇത്രത്തോളം ഈ മരുഭൂമിയിൽ ജീവിക്കുവാൻ വേണ്ട എല്ലാ കൃപകളും തന്നു അപ്പൻ ഞങ്ങളെ കൈപിടിച്ച് നടത്തിയല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ അരോമ ടി വി കർത്താവെ സ്തോത്രം. അവിടുന്ന് ആ ദൈവദാസനെ കർത്താവ്, ഹല്ലേലൂയ, ഡാനിയൽ ജോണിനെ കർത്താവാണ് കർത്താവ് നിയമിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ മിനിസ്ട്രിയെ അനേക ദൈവമക്കൾ ഇതിൽ കടന്നു വന്ന് ദൈവത്തിന്റെ നാമം അവരുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും അവരെ വഴി നടത്തിയതും നാശത്തിൽ നിന്നും പിൻവലിച്ച് ദൈവത്തിലേക്ക് കൊണ്ടുവന്ന അനുഭവങ്ങൾ, സാക്ഷ്യങ്ങൾ മറ്റുള്ളവരിലേക്ക് അത് പ്രവർത്തിച്ച് ദൈവിക നാമത്തെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഈ അരോമ ടി വിയിലൂടെ കർത്താവ് തന്നിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും എല്ലാ അവസരങ്ങളെയും ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവദാസനെയും കുടുംബത്തെയും കർത്താവെ അനുഗ്രഹിക്കണമേ. അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവും വിടുതലും. ഒരു വൃക്ഷം, ആ വൃക്ഷത്തില് ഹല്ലേലൂയ അനേക പക്ഷികൾ വന്നിരുന്ന ആശ്വാസം കണ്ടെത്തുന്നത് പോലെ ഈ ടി വിയുടെ ചാനൽ അരോമ ടി വി കർത്താവ് ഒരു വലിയ വൃക്ഷം പോലെ കർത്താവാക്കണമേ. അനേകർക്ക് ആശ്വാസവും വിടുതലും, അതിലേക്ക് കേൾക്കുന്ന ദൈവവചനങ്ങൾ ആശ്വാസവും വിടുതലും തിന്ന് തൃപ്തി പ്രാപിച്ച് അനേകർക്ക് വിളക്കായി തീരുവാൻ, പ്രകാശമായി തീരുവാൻ എല്ലാ ദൈവമക്കളെയും ഇതിൽ അരോമ ടി വിയുടെ എല്ലാ ശ്രോതാക്കളെയും കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. സ്തോത്രം. എന്താ പറയണമെന്ന് എനിക്കറിയത്തില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം, ഒരു കഥ കേട്ടുകൊണ്ടിരിക്കുന്ന അതേ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഭാഗം കഴിയുമ്പോൾ അതിനേക്കാൾ എന്തോ ഒരു പുതിയ ഒരു അനുഭവം കേൾക്കുന്ന ആ ഒരു പ്രതീതി ഉണ്ടായി. വളരെ ചെറുപ്പം മുതൽ ഇന്ന് വരെ നടത്തിയ ദൈവത്തിന്റെ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് കർത്താവിന്റെ ദാസിക്ക് പറയുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തു. ഒന്നും വിട്ടുപോകാതെ, ഒന്നും മറന്നു പോകാതെ അല്ലെങ്കിൽ ഒഴിവാക്കാതെ എല്ലാ കാര്യങ്ങളും പറയുവാന് ദൈവം ബലപ്പെടുത്തി എന്നുള്ളത് ഇത്തരണത്തിൽ ഞാൻ ഓർക്കുന്നു. വളരെ ചെറുപ്പം മുതൽ തന്നെ ദൈവത്തെയും ദൈവത്തിന്റെ വചനത്തെയും അന്വേഷിച്ച ആ ഒരു കുട്ടിക്കാലത്തെക്കുറിച്ച് കേൾക്കാനിടയായി തീർന്നു. അതെനിക്ക് ഒത്തിരി ഇഷ്ടമായി. സ്തോത്രം. കത്തോലിക്ക പശ്ചാത്തലത്തില് ആ ഒരു കുടുംബത്തിലെ ജനിച്ചു വളർത്തപ്പെട്ടു. പള്ളിയിൽ പോകുമ്പോൾ അവിടെ നിരനിരയായി ഒരുപാട് ദൈവങ്ങളെ കണ്ട കാര്യവും അതില് ഏതാണ് യഥാർത്ഥ ദൈവം എന്ന് അന്വേഷിച്ച് നടന്ന ആ ഒരു സമയത്തെക്കുറിച്ചും പിന്നത്തേതില് ക്രൂശിത രൂപമായ കർത്താവായ യേശു ക്രിസ്തുവിനോട്
പ്രാർത്ഥിക്കുകയും യേശുക്രിസ്തുവിനെ കൂടുതലായി സ്നേഹിക്കുകയും ചെയ്ത ചില അനുഭവങ്ങളെ പറയുകയുണ്ടായി. അതിനുശേഷം ബൈബിള് എന്താണെന്ന് അറിയാനുള്ള വലിയ ഒരു ആഗ്രഹവും, ബൈബിള് ഒരെണ്ണം കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ച് കാത്തിരുന്ന് ചില ദിവസങ്ങൾ അതിനുവേണ്ടി അന്വേഷിച്ച ഒരു സന്ദർഭത്തില് സ്കൂളില് വെച്ച് ഒരു ബൈബിൾ വിതരണ സഹോദരന്മാര് കടന്നു വന്നപ്പോൾ അവരിൽ നിന്ന് ലഭിച്ചതായ, കൂട്ടുകാരൊക്കെ വേണ്ടാന്ന് പറഞ്ഞ ആ ബൈബിളുകളെല്ലാം കൂടെ കളക്ട് ചെയ്ത് ഒരുമിച്ച് ആർത്തിയോടുകൂടി ആ ബൈബിള് വീട്ടിൽ കൊണ്ടുപോവുകയും പിന്നീട് ഒരു സഖി എന്ന വേണം, ഒരു കൂട്ടുകാരനെ പോലെ കർത്താവായ യേശു ക്രിസ്തുവിനെ പിന്തുടരുവാനും ദൈവത്തിന്റെ വചനം മുറുകെ പിടിക്കുവാനും ഇടയായി തീർന്നു. മറ്റെന്തിനേക്കാളും ഉപരിയായി ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, മാതാപിതാക്കന്മാരെക്കാൾ ഉപരിയായി, സ്വന്തം സഹോദരങ്ങളെക്കാൾ ഉപരിയായി, കൂട്ടുകാരെക്കാൾ ഉപരിയായി കർത്താവായ യേശു ക്രിസ്തുവിനെയും യേശു ക്രിസ്തുവിന്റെ വചനത്തെയും കർത്താവിന്റെ ദാസി സ്നേഹിക്കുന്നു എന്ന് ആമേന് ഈ അനുഭവങ്ങൾ കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. ഏത് സന്ദർഭത്തിലും ലോകപ്രകാരമുള്ള ഭൗമികമായ ഒരുപാട് അനുകൂലമായ ജീവിത അനുഭവങ്ങൾ കടന്നു വന്നപ്പോഴും യേശുക്രിസ്തുവിനെയും യേശുക്രിസ്തുവിന്റെ വചനത്തെയും മുറുകെ പിടിച്ചതുകൊണ്ട് അതൊക്കെ മാറ്റിവെച്ച, അല്ലെങ്കിൽ മാതാപിതാക്കന്മാരുടെ സഹോദരങ്ങളുടെയൊക്കെ വാക്ക് കേൾക്കേണ്ട, അനുസരിക്കേണ്ട എന്നുള്ള അല്ല, പകരം അതിനേക്കാൾ ഉപരി കർത്താവിന്റെ വചനം അനുസരിക്കുവാൻ, കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ, കർത്താവിനെ മുറുകെ പിടിക്കുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് ജീവിതത്തിലെല്ലാം നല്ല അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ, ഞാൻ ഒരു വാക്കുപോലും ഇതിനകത്ത് കേട്ടില്ല സിസ്റ്റർ വേറെ ഏതെങ്കിലും നിലയിൽ പൈശാചികമായ നിലയിൽ തകർക്കപ്പെട്ടതായ, അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിൽ പിശാചിനാൽ വലിച്ചഴിക്കപ്പെട്ട ഒരു സാഹചര്യത്തെ കുറിച്ചും പറയുന്നതോ, അല്ലെങ്കിൽ പിശാചിന് ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ഇടയായി തീർന്ന സാഹചര്യങ്ങളെ കുറിച്ച് ഒന്നും പറയുന്നത് ഞാൻ കേട്ടില്ല. ആദ്യ അവസാനം കർത്താവും കർത്താവിന്റെ വചനവും പ്രവർത്തിച്ചതായ അനുഭവങ്ങളാണ് ആദ്യ അവസാനം കേൾക്കുവാൻ ആമേൻ ഇടയായി തീർന്നത്. അത് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട്, ദൈവവചനത്തെ മുറുകെ പിടിച്ചത് കൊണ്ടും ഒരു ദൈവവചനെ സംബന്ധിച്ചിടത്തോളം കർത്താവുമായിട്ടുള്ള ആ ഒരു പരിചയമാണ് ഏറ്റവും കൂടുതൽ നമുക്കുള്ളത്. അതുകൊണ്ട് നമുക്ക് പറയാനും മറ്റൊന്നുമില്ല, യേശു ക്രിസ്തുവിനെ കുറിച്ച്, ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് മാത്രമേ പറയാൻ കഴിയുള്ളൂ. പിന്നീട് പറഞ്ഞ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ അത് സ്പർശിച്ചു. ഒരുപക്ഷെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അത് വളരെ ഹൃദയസ്പർശിയായ ഒരു അനുഭവമായി തീരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വിവാഹത്തെക്കുറിച്ചാണ് സിസ്റ്റർ പറഞ്ഞത്. അതായത് വിവാഹം കഴിഞ്ഞു, ഭർത്താവുമായിട്ട് കൊല്ലം കടപ്പുറത്ത് ചെന്നിരിക്കുമ്പോൾ അദ്ദേഹം 7 വർഷം സെമിനാരിയിൽ പഠിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തോട് സുവിശേഷം പറയുന്ന ആ ഒരു അനുഭവം പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞ ആ ഒരു ഉദാഹരണം ശരിക്കും എന്നെ സ്പർശിച്ചു. കേൾവിക്കാർ ഒരുപക്ഷെ ശ്രദ്ധിച്ച് കാണുമായിരിക്കും. ജീവിതത്തില് ഒരുപാട് പേര് തന്നെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് താല്പര്യത്തോടെ കടന്നു വന്നു. അവരെ എല്ലാം കണ്ടു കേട്ടു ഹായ് പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടു. പക്ഷേ ഒരാളിനെ മാത്രമേ ജീവിതത്തിലേക്ക് സ്വന്തം ഭർത്താവായിട്ട്, ജീവിത സഖിയായിട്ട് സ്വീകരിച്ചുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മർമ്മമാണ്. ഒരുപാട് പേര് ജനിച്ചു വളർന്ന പശ്ചാത്തലത്തില് അറിഞ്ഞ പാരമ്പര്യം അനുസരിച്ച് ദൈവങ്ങളായി വിശ്വസിക്കുന്നവരുടെ ഒരു കാലഘട്ടത്തിൽ ആണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഇതെല്ലാവരുടെയും ഒരു അനുഭവമാണ്. ഒരു പക്ഷെങ്കിൽ ജീവിത സഖിയായി കടന്നു വരുന്ന സ്ത്രീയെയോ പുരുഷനെയോ ഒരുപാട് പേരെ ഒരു പക്ഷെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവാം. പക്ഷേ കേവലം ഒരാളിനെ മാത്രമാണ് ഭാര്യയായി അല്ലെ ഭർത്താവായിട്ട് നമ്മൾ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക. കോടാനുകോടി ദൈവങ്ങളും സങ്കല്പങ്ങളും ആരാധനകളും വിശ്വാസങ്ങളും നിലനിൽക്കുന്ന ഈ ലോകത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് തിരഞ്ഞെടുക്കുവാൻ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ നാം തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ ആ ദൈവം അല്ലാതെ മറ്റൊരാളിനെ നമുക്ക് പിന്നീട് സ്വീകരിക്കുവാനോ പുറകെ പോകുവാനോ കഴിയത്തില്ല.
പ്രിയ കർത്താവിന്റെ ദാസി എലിസബത്തിന്റെ ജീവിതത്തില് കർത്താവായി യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചു. യേശുക്രിസ്തുവിനെ ദൈവമായി കർത്താവുമായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ജീവിതം സമർപ്പിച്ചു കഴിഞ്ഞു. സ്വന്തം ഭർത്താവിനോട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ്. അദ്ദേഹം ആ കാര്യം അത് ഏറ്റെടുത്തു. അദ്ദേഹവും ആ കാര്യത്തില് സ്വീകാര്യനായിരുന്നു. അദ്ദേഹവും ആ കൽപ്പനകൾ അനുസരിക്കുവാൻ, കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാനിടയായി തീർന്നു. അതുകൊണ്ട് ആ കുടുംബജീവിതവും വളരെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. അമേരിക്കയിലാണ് പ്രിയപ്പെട്ടവർ ജീവിക്കുന്നത്. ആ പ്രിയപ്പെട്ടവരുടെ കുടുംബജീവിതവും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ ദൈവം കൊടുത്തു. അവരും കർത്താവിന് വേണ്ടി വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വളരെ നല്ല ഒരു സാക്ഷ്യം, നല്ല ഒരുപാട് അനുഭവങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി കർത്താവിന്റെ ദാസിക്ക് പറയുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ആ കുടുംബം ഇന്ന് സമൂഹത്തിന്, ദൈവരാജ്യത്തിന് പ്രയോജനകരമായി തീരുവാൻ കർത്താവ് ഉപയോഗിച്ച ആ വിധങ്ങൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്തൃദാസിയെ കുടുംബമായി ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ, ദൈവനാമം ഇനി ഉയർത്തുവാൻ, നല്ല സാക്ഷ്യം വഹിക്കുവാൻ സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും അത് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരങ്ങൾ അറിയിക്കണം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ആ സമയം വിനിയോഗിക്കണമെന്നുള്ള കാര്യം കൂടി ഇത്തരണത്തിൽ ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.